എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് വിറ്റോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ആ കൂട് തുപ്പിക്കളെ. ഇന്നത്തെ വിഷയമാണ് ബ്രേക്കപ്പ്. പുറത്തേക്ക് വാ. ഇന്നത്തെ വിഷയം അതൊന്നും അല്ല. ഇന്നത്തെ വിഷയമാണ് 2025 ഇറങ്ങിയ ഏറ്റവും അടിപൊളി സ്റ്റാൻഡപ്പ് സ്പെഷ്യൽസ്. ആഘാതത്തിൽ നിന്നും അദ്ദേഹം ഇതുവരെ മുക്തനായിട്ടില്ല. ഇന്നത്തെ വിഷയമാണ് നമ്മുടെ മലയാള സിനിമ 2025 നല്ല രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയാൻ നമ്മൾ ആരാണെന്നുള്ള ചോദ്യം. ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡിയെ പറ്റി പറയൂ. നിങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി ഈ ടോപ്പിക് എന്ന് പറഞ്ഞപ്പോഴേ ദീപക് ചോദിച്ചൊരു കാര്യമാണ്. നമ്മള് അത് സ്റ്റാൻഡപ്പ് കോമഡി കളക്റ്റീവാണ്, പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു എപ്പിസോഡിലും വേറൊരു ആളുടെ അല്ലെങ്കിൽ വേറൊരു സ്പെഷ്യൽ ഇറക്കിയേക്കുന്ന ഒരു കോമിക്കിന്റെ കാര്യമോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആ സെറ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഒന്നാമത് മലയാളത്തിൽ വേറെ സ്റ്റാൻഡപ്പ് കോമിക്സ് ഇല്ല. അത് അനീസിക്കയുടെ വെറും അഹങ്കാരം. സ്പെഷ്യലൊക്കെ ഇറക്കുന്ന സ്റ്റാൻഡപ്പ് കോമിക്സ് മലയാളത്തിൽ. ഈ പറഞ്ഞപ്പോ 3-ാം തീയതി ബാംഗ്ലൂർ ദ കോമഡി തിയേറ്റർ ഇന്ദിരാനഗറിൽ വെച്ച് ജോണിന്റെ സ്പെഷ്യൽ ഉണ്ടായിരിക്കും. ജോണിന്റെ സ്പെഷ്യൽ ആരും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇന്നത്തെ വിഷയമാണ് 2025 ഇതുവരെ ഇറങ്ങിയ പടങ്ങൾ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്ട്രൈക്ക് ചെയ്ത സിനിമകളെ പറ്റി 25 മൂവീസ് ഓഫ് 2025. 25 പടങ്ങൾ 2025 ഞാൻ ഇരുന്ന് എണ്ണിയൊക്കെ വിക്കിപീഡിയയിൽ എണ്ണിയൊക്കെ 74 സിനിമകളാണ് ഇതുവരെ മലയാളത്തില്. കാരണം ഓരോ വർഷവും സിനിമയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. 120, 140, 150 കയറിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ ഏതോ എപ്പിസോഡിലൊക്കെ ഇത്ര സിനിമ എന്തിനാ ഇറക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആരൊരാളെന്ന് അതിൽ അടി കമന്റ് ചെയ്തു. ഇങ്ങനെ ഓരോരുത്തർ അവരുടെ പാഷന് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോ പറയുകയാണ് വീർദാസും സക്കീർ ഖാനും മാത്രം സ്റ്റാൻഡപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്നവരാ. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ലൊക്കാലിറ്റി ഇരുന്ന് പോയിന്റ് അങ്ങനെ. അതായത് ഒരു പാഷന് വേണ്ടി സിനിമ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ഇപ്പൊ നിങ്ങൾ സിനിമ എടുക്കുക, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ക്യാമറ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഡ്രീമിനെ ഫിലിമിലേക്ക് ആക്കി അത് ത്രൂ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രശ്നമില്ല. അത് ചെയ്യണം. പക്ഷേ ഇൻഡസ്ട്രിയെ 150 കോടി രൂപ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്ന സിനിമകൾ ഉണ്ടാക്കിയിരുന്ന നമ്മുടെ പോയിന്റ് അതായത് എല്ലാവരും സിനിമ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കത്തില്ല. പക്ഷെ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഫീൽഡിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ സിനിമാ മേഖലയിൽ നമുക്ക് തോന്നുന്നുണ്ടാവും വർഷങ്ങളായിട്ട് നമ്മൾ പേരെടുത്ത് പറഞ്ഞ് ആരെയും അപമാനിക്കുന്നില്ല, ഇത് പറയാൻ നമുക്ക് അവകാശം ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വരാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടിയുള്ള ഇടയാക്കുന്നില്ല. ആൾക്കാർ അങ്ങനെ നമുക്കറിയാം ഇവർ ശരിക്കും പറഞ്ഞാൽ സിനിമ ഫീൽഡിൽ വരേണ്ടവർ തന്നെയാണോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്ന ആൾക്കാർ ഉണ്ടാവും. ഇൻഡസ്ട്രിയിലെ ഒരു പാർട്ടായിരിക്കും ഒരു സിനിമ എടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സിനിമകൾ ശരിക്കും ഇൻഡസ്ട്രിയെ ബാക്കിലേക്ക് വലിക്കത്തേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻഡസ്ട്രി കൊമേഴ്ഷ്യൽ വൈസ് നോക്കുമ്പോൾ ഇപ്പം അടൂർ ഗോപാലകൃഷ്ണ സിനിമകൾ നമ്മുടെ ഇവിടെ അത്രയും പോപ്പുലാരിറ്റി, ആൾക്കാർക്ക് ഒരു ജനറേഷൻ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എനിക്കറിയത്തില്ല അറിയാവുന്നു. പക്ഷെ ഇപ്പോഴും ലോക സിനിമകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് ക്ലാസിക്സിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ പുള്ളിയുടെ പേരൊക്കെ തന്നെ പറയുന്നില്ല, നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ട്രീം സിനിമക്കാരെ അല്ല ആരും പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ സിനിമകൾ ഞാൻ കണ്ടത് ഓർക്കുന്നു. പണ്ട് DD1 ഇത് കാണുമ്പോൾ റിയൽ ലൈഫിനെക്കാളും സ്ലോ ആയിട്ടുള്ള സിനിമകൾ അത് എങ്ങനെ. പക്ഷെ ആസ് എ കിഡ് എനിക്കത് ഇരുന്ന് കാണാൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് ഇത് എപ്പോഴാ ഇയാളൊന്നും എന്തെങ്കിലും ഒന്ന് മൊഴിയൂ ഇല്ല. പക്ഷെ ഒരു റിയൽ ലൈഫിന്റെ ഒരു പേസ് എങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും കാണാൻ ഒരു രസമുണ്ട്. ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് പടം കണ്ടപ്പോ കുറച്ചുകൂടെ റിയൽ ലൈഫിന്റെ പേസ് ഉണ്ട്. അത് ഞാനതാ പറയുന്നത്. ആൾക്കാർ ഇപ്പോഴും ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പടം കഴിഞ്ഞ വർഷത്തെ ഡിസ്കസ് ചെയ്ത പടം ഓൾ ഇമാജിനസ് ലൈറ്റ് ആണ്. ഒരുപാട് പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ നിന്നൊരു ജം പൊങ്ങി വന്നു. പിന്നെ അവൻ്റെ അവാർഡും കിട്ടിയല്ലോ. ക്യാൻസിൽ പോയി ഷാജിയൻ കരുണ്ട് അതിനുശേഷം ക്യാൻസൽ പോയി അവാർഡ് അടിച്ചിട്ട് വന്നൊരു പടം എന്ന് പറയുമ്പോൾ അത് ആ കാറ്റഗറിയിൽ എന്തോ. പക്ഷെ ആ ഒരു മനസ്സിലാകാത്ത ആർട്ടിന്റെ പാതയില്ലത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെഗ്മെന്റിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്, റൈറ്റ്? അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് അവാർഡ് സിനിമ. ഇപ്പൊ നമ്മുടെ സാധാരണക്കാരൻ പറയുമ്പോൾ അവാർഡ് പടങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് അത് തിയേറ്റർ റിലീസ് ഒക്കെ പോസിബിൾ ആവുന്നത് പിന്നെയും അവാർഡ് ഫെസ്റ്റിവലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ്. അല്ലാതെ എനിക്കിത് അങ്ങനെ വേണം. അതായത് റിലീസ് ആവാത്ത സിനിമകൾ അവാർഡിന് പോകുന്നു. അങ്ങനെ പോയി ഒരു പേര് കിട്ടുമ്പോഴാണ് റിലീസായ തിയേറ്ററിൽ ആൾ കയറുന്നത്. നമ്മുടെ ഇവിടെ ഓൾ വി ഇമാജിനസ് ലൈറ്റിന് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് ഷോയുടെയും മോർണിംഗ് ഷോയുടെ ഇടയ്ക്കുള്ള സ്പേസ് ഉണ്ടല്ലോ, 3 മണിയുടെ ഷോയെ ഒരു ഷോയൊക്കെയാണ് കിട്ടിയത്. ഭരത് നമ്മളെ വിളിച്ചിട്ട് ഒറ്റ ഷോകൾ കാണാൻ പറ്റിയ കാണാം, ഒരു ദിവസമേ കാണത്തുള്ളൂ. അങ്ങനെ ആ സമയത്ത് ഒരു മാസ് പടം ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് തിയേറ്റർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി തിയേറ്ററിൽ പടം ഇല്ലെങ്കിലും ഇനി ഈ പടങ്ങൾക്ക് അവർ അത്രയും സ്ലോട്ടേ ഇടത്തുള്ളൂ. കാരണം അത്ര ആൾ വരാൻ സാധ്യത ഒരു പ്രീ ജുഡീഷ്യസ്
ചിന്താഗതി ഉണ്ടാവും. പിന്നെ രണ്ടാമത് റിലീസ് വന്നു, അതായത് കുറച്ചാൾ കഴിഞ്ഞ് വീണ്ടും കുറച്ച് നമ്പർ ഓഫ് ഷോസ് വീണ്ടും കൂട്ടിക്കൊണ്ട് വന്നു. എനിക്കൊന്ന് കൊച്ചി പോലെ മേജർ സിറ്റീസിലൊക്കെ അതിന് ആൾ കയറി കാണും. നീ പോയായിരുന്നല്ലോ, ആരുടെ വന്നത്? നിന്നോടാണോ പറഞ്ഞത്, ഇവനോടാണോ പറഞ്ഞത്? ഭരത്ജി പോയി കണ്ടിട്ട് വന്ന് ഒരാഴ്ച കൂടെ കാണത്തുള്ളൂ, 2 ദിവസമേ കാണത്തുള്ളൂ, ഒരു ഷോയെ കാണത്തുള്ളൂ, കാണുന്നത് ഇപ്പൊ കാണണമെന്നൊക്കെ കണ്ടിട്ട് പറഞ്ഞായിരുന്നു. എന്ത് തോന്നി, കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല, തിയേറ്ററിൽ കണ്ടില്ല. ഞങ്ങൾ നമ്മളിത് ഡിസ്കസ് ചെയ്ത്, ഞാനും ജോണും റിൻഷാഗിരി കണ്ടിട്ട് നമ്മളിത് അടിച്ചുവിടുമായിരുന്നു അവസാനം. നമുക്ക് എനിക്ക് അവാർഡ് മൂവീസ് എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്ന പടങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ അങ്ങനെ ആൾക്കാർ ഇന്റലക്ച്വൽ ആയിട്ടൊന്നും വിചാരിക്കുന്നില്ല. നമ്മളിപ്പോഴും ലാലേട്ടൻ മുണ്ടുമടക്കി കുത്തിരി മീശ പിടിച്ചത് എന്താ മോനെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് കോൾ. ജനറലി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ആർട്ട് ഇൻ ജനറൽ ഒന്നെങ്കിൽ ഇന്റലിജൻസിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എസ്കേപ്പിസത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്റലിജൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന ആർട്ടിന്റെ ഏറ്റവും എക്സ്ട്രീം ഫോമാണ് ബിനാലെ. ബിനാലെ പോയി നമുക്കൊരു സാധനം മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു 4000 വേർഡ് അതിന്റെ സൈഡിലുള്ളതും കൂടെ വായിക്കണം. അത്രയും പേഷ്യൻസ് ഉള്ള ഒരാൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് സ്റ്റാൻഡപ്പ് കോമഡി. വളരെ ഇൻഡൽജ് ചെയ്ത് കണ്ടാലേ ഇഷ്ടപ്പെടുള്ളൂ. കാരണം നിങ്ങളുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ വേറെ ഗിമിക്സോ അല്ലെങ്കിൽ ലൈറ്റോ സൗണ്ടോ ഒന്നുമില്ല. ജസ്റ്റ് ഒരാൾ മൈക്കും പിടിച്ച് സംസാരിക്കുന്നത്. അപ്പം അത്രയും അറ്റൻഷൻ കൊടുത്താലേ ആസ് എ കോമഡി സ്റ്റാൻഡപ്പ് കോമഡി വർക്ക് ആവുള്ളൂ. പക്ഷെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം വരുന്നതാണ് എസ്കേപ്പിസത്തിന് വേണ്ടിയിട്ടുള്ള ആർട്ട്. അതാണ് ഈ സീരിയല്, ഇപ്പം റീലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാസ് സിനിമ എന്നൊക്കെ പറയുന്ന ഒരു എസ്കേപ്പിസത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓടുന്നത് നമ്മൾ കമേഴ്ഷ്യൽ എന്ന് പറയുന്നതും എസ്കേപ്പിസത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളാണ്. എസ്കേപ്പിസം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഇത്രയും ചിലരുടെ ജീവിതം റിലേറ്റീവ്ലി പാടാണ്. അതായത് കുറേ നേരം പണിയെടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ഇന്റലക്ച്വൽ ആയിട്ടൊരു സാധനം കാണാൻ താല്പര്യമില്ല. അവർക്കാണെങ്കിൽ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സിനിമകൾ ചിലത് വർക്കാവുന്നുണ്ട്. ഇപ്പൊ ഈ ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ നോളന്റെ സിനിമകളൊക്കെ ഭയങ്കര ലോഡഡ് സാധനമാണ്. അതെ, നോളന്റെ സിനിമ ഇന്റർസ്റ്റെല്ലർ എനിക്ക് ഇഷ്ടമല്ല. ആൾക്കാർ റിലീസ് വന്നപ്പോൾ ആൾക്കാരെല്ലാം ഓടിപ്പോയി. ഞാൻ വെളിയിൽ പോയി ഞാൻ പുച്ഛിച്ചിട്ട് വന്നു. ഞാൻ അനീസ് കയറിയിട്ടില്ല ഇന്റർസ്റ്റെല്ലർ റിലീസ് എന്ന് പറഞ്ഞാൽ എനിക്കത് സിനിമ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാനീ മനസ്സിലാത്ത പടത്തിനെ പോയി കാണുന്നില്ല. പക്ഷെ ഇൻസെപ്ഷൻ വരെയൊക്കെ ഓക്കെ ആയിരുന്നു. അതായത് ഈ പുള്ളി ഇന്റലക്ച്വൽ പറയുന്നതിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റ് വാല്യൂ ആ പടത്തിനകത്തുണ്ടായിരുന്നു. എസ്കേപ്പിസം ഒന്നും എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആ സാധനം അതിനകത്ത് കിട്ടുന്നുണ്ടായത്. പിന്നെ കിട്ടിയില്ല എനിക്ക്. അതുകൊണ്ട് പിന്നെയുള്ള സിനിമകൾ പുള്ളി ഇഷ്ടമല്ല. പിന്നെ ഈ ബിനാലയുടെ കാര്യം പറഞ്ഞപ്പോ ഞാനിതിനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെയിന്റിങ് കാണുമ്പോൾ ഇതിനെ എങ്ങനെ ആസ്വദിക്കണം എന്നുള്ളൊരു സാധനം വായിക്കണം. അതിന്റെ താഴെയുള്ള കുറിപ്പ് അതിനേക്കാളും നമ്മളത് നോക്കുമ്പോൾ നമുക്ക് അതിന് എന്ത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനമുണ്ട്. അതിലൊക്കെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഒരു പെയിന്റിങ് നോക്കുമ്പോൾ ഇപ്പൊ ഈ സൈഡിലോട്ട് നോക്കും, എന്തൊക്കെയാ? അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ സാധനത്തിനും എന്തും എനിക്ക് തോന്നുന്നു. മൊണാലിസ ചിരിക്കുവാണോ അതോ മൊണാലിസയുടെ പിറകെ എന്താണ്? ഇതിലൊക്കെ PhD ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ 4-5 വർഷം, അതായത് മൊണാലിസ അങ്ങനെ ഇരിക്കാൻ കാരണം എന്താണ്? അപ്പൊ ആ കാലത്ത് സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പം എന്നുവെച്ചാൽ അത് ഓരോരുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്. പുള്ളി നല്ല കിളിയായിട്ട് വരച്ചെന്ന് തോന്നുന്നില്ല. ആ മുഖത്ത് അങ്ങനെ ഒരു സാധനമുണ്ട്. പുള്ളി ചിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അവസാനം പാളിപ്പോയതായിരിക്കും. ഞാൻ ആ ഇന്റർപ്രിട്ടേഷന്റെ ആളല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചുള്ള ഒരു സിനിമ കണ്ടിട്ട് 1.5 മണിക്കൂർ ഇരുന്ന് കുണയ്ക്കാൻ മാത്രമേ എന്റെ ആർട്ട് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് അതൊന്നൊരു ടേക്ക് അവേ, നമ്മുടെ ആയിട്ടുള്ളൊരു ടേക്ക് അവേ ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഒരു ക്യാരക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോ യൂണിവേഴ്സലി അത് റൈറ്റ് ഓർ റോങ് എന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് നമ്മുടെ ആയിട്ടുള്ള അതിനകത്തൊരു ടേക്ക് അവേ കാണും അല്ലേ? ആൾക്കാർ ആർട്ടിനെ ഈ പറയുന്ന ഇന്റലിജന്റ് ആർട്ട് എന്ന് പറയുന്നത് കാണുന്നതും ശരിക്കും അല്ലാത്തൊരു ടൈപ്പ് ഓഫ് ആർട്ടും ഉണ്ട് ശരിക്കും. അതായത് ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അയാൾ ആർട്ടിസ്റ്റ് ആണെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടാവും. ആ ആർട്ടിസ്റ്റിന്റെ ആർട്ട് ഫോമിനെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരും കാണും. പക്ഷേ ഒരു മെജോറിറ്റി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആർട്ട് എന്ന രീതിയിൽ പണ്ട് തൊട്ടേ വന്ന ഡെഫിനിഷനെ ചിലപ്പോൾ ഇതൊന്നും ഫുൾഫിൽ ചെയ്യുന്നുണ്ടാവില്ല. ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്രിയേഷൻ, അത് ഡെഫിനിഷൻസ് ഒക്കെ പിന്നീടാണ് വരുന്നത്. പുതിയ ആൾക്കാർ വഴി വെട്ടി വരുമ്പോൾ ഈ പറയുന്ന ഇന്റലിജൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് ശരിക്കും ഇപ്പൊ ആർട്ട് ഫോം പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആർട്ട് ഫോം അല്ലാതെ ആകുന്നില്ല. ഇപ്പൊ സിനിമ മാസ് മസാല മൂവീസ് ആർട്ട് ഫോം തന്നെയാണ് അവരുടെ, ആ ക്രിയേറ്ററിന്റെ ആർട്ട് ഫോം തന്നെയാണ്. അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ ഓൾ വി ഇമാജിൻ സ്ലൈറ്റ് പോലുള്ള സിനിമകൾ കാണുന്ന ആൾക്കാർ കുറവാണെങ്കിലും അതാണ് പോപ്പുലർ ആർട്ട് എന്നൊരു പ്രഖ്യാപനം ഈ ബുദ്ധിജീവികളുടെ ഇടയിലുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് പെടുന്ന ആൾക്കാർ ഇല്ല. ആക്ച്വലി നമ്മൾ 2 ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണല്ലോ. ഒന്ന് നമുക്ക് വളരെ ആനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇമോഷൻസ് റോ ആയിട്ടുള്ള ഒരാളുണ്ട്. പിന്നെ നമ്മൾ മനുഷ്യൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു പാർട്ടുണ്ട്, എമ്പതി ഉള്ള പാർട്ടുണ്ട്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള പാർട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങോട്ടേക്ക് ലീൻ ചെയ്ത് നിൽക്കാനാണ് താല്പര്യം.
പക്ഷെ ഇങ്ങോട്ട് ലീൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു സുഖം അല്ലേ, എളുപ്പമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എലീറ്റ് ആൾക്കാരുടെ നടുക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിനിമകൾ കുറേ കണ്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അതായത് ഇതിൽ ഇങ്ങനത്തെ എലിമെൻറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ എലിമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറച്ചുകൂടെ ഡെപ്തിലൊക്കെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കും അതിനുള്ള അതിൻ്റെ സ്പേസും പ്രിവിലേജ് ഉള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ പടങ്ങളൊക്കെ അങ്ങനെ ഡെപ്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലേമൻ പോയി പുള്ളിയുടെ സിനിമയുടെ എക്സ്പെക്റ്റേഷൻസിൽ ഇത് കാണുമ്പം ഒരു 15 മിനിറ്റ് ചെയ്യുമ്പോൾ ബോറടിക്കും. ഇതിൻ്റെ കാട്ടി രസം എൻ്റെ റീല് നോക്കിയാൽ പോരെന്ന് ഉള്ളൊരു സാധനം വരും. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഇല്ല, എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. അപ്പോൾ ഞാൻ പോക്കറ്റ് FM-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോക്കറ്റ് FM നമ്മൾ സീരിയൽ ടൈപ്പ് കോണ്ടന്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ US-ൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ എന്ന് പറഞ്ഞാൽ സീരിയൽ റീലുകളാണ്. സീരിയൽ റീലുകളും സീരിയലൈസ്ഡ് കോണ്ടന്റുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് നിൽക്കുന്ന ഇന്ത്യൻ ചൈനീസ് ആപ്പുകളാണ്. ഓക്കെ, ഇപ്പോൾ പോക്കറ്റ് FM, കുക്കു FM അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ചൈനയെന്ന് കുറേ ആപ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു ആർട്ടിക്കിളിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹോളിവുഡ് വളരെയധികം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പിടിച്ച് അവർ ഈ മാസിന് എന്താണ് വേണ്ടതെന്നുള്ളതുമായിട്ട് വളരെ ഡിസ്കണക്റ്റഡ് ആയി പോയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ പോക്കറ്റ് FM-ൻ്റെ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കോണ്ടന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഫീമെയിൽ ലീഡ് എപ്പോഴും ഗോർജിയസ് ആയിരിക്കും, മെയിൽ ലീഡ് എപ്പോഴും റിച്ച് ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ വളരെ പോപ്പുലർ കോമൺ ട്രോപ്സ് ആണ് കളിക്കുന്നത്. പക്ഷേ ഈ ഹോളിവുഡ് കുറച്ചുകൂടി ഇൻ്റലക്ച്വൽ ആയപ്പോൾ ഈ ഹോളിവുഡ് ഉണ്ടാക്കുന്ന കോണ്ടന്റിൽ ഇതേപോലെ ഒന്നുമല്ല, കുറച്ചുകൂടെ പ്രോഗ്രസീവ്, ലിബറൽ, ഇൻക്ലൂസീവ് ആണ്. പക്ഷെ ഒരു കോമൺ മാസിന് ഇതല്ല വേണ്ട. ഇപ്പം നമ്മൾ പോക്കറ്റ് FM നോക്കുകയാണെങ്കിലും കേൾക്കുന്ന വളരെ ലേമാനാണ്. ഇതാണ് ഒരു മാസിന് ആക്ച്വലി വേണ്ടത്. കുറേ നേരം പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു 2-3 മണിക്കൂർ ഓൾമോസ്റ്റ് ഒരു മൈൻഡ്ലെസ് കൺസംഷനാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സിനിമയിലും നമ്മൾ ഈ കുറച്ച് കമേഴ്ഷ്യൽ, എനിക്ക് തോന്നുന്നത് അതാണ്, കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ മൈൻഡ്ലെസ് ആയിട്ട് ഇരുന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള സിനിമകളാണോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വരുന്നത്? മലയാള സിനിമയിൽ ഇപ്പോൾ കമേഴ്ഷ്യൽ എന്ന് പറയാൻ വന്നിരിക്കുന്ന എമ്പുരാൻ ഒരു ലെവലിൽ കുറേ പുക, വെടി, അടി, അതൊരു കമേഴ്ഷ്യലാണ്. അതിൻ്റെ ഇടയ്ക്ക് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ കമേഴ്ഷ്യലി ഒരു വലിയ ഫ്രെയിമിൽ കുറേ ഹെലികോപ്റ്റർ പറന്നു വരുന്നു, കുറേ അങ്ങോട്ട് വെടിയിടി നടക്കുന്നു, ഒരു മെയിൻ ക്യാരക്ടറിനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്നു. ഇതല്ലാതെ വേറെ ഈ വർഷം ഇറങ്ങിയ കമേഴ്ഷ്യൽ പടം. നീ ഒരു പടം കാണാൻ തിയേറ്ററിൽ പോകുമ്പോൾ നിന്നെ സ്വാധീനിക്കുന്ന ഫാക്ടർ എന്താണ്? സ്വാധീനിക്കുന്ന ഫാക്ടർ, ഞാനും വളരെ ആസ് എ വ്യൂവർ ഞാൻ ഭയങ്കര ലേമൻ, ഞാൻ സ്റ്റാറിനെ നോക്കിയാണ് പോകുന്നത്. ഞാനിപ്പോൾ പുഷ്പ 2 തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ എൻജോയ് ചെയ്ത്. അപ്പം എന്നുവെച്ചാൽ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ പൊളിറ്റിക്സൊക്കെ ഓവർലുക്ക് ചെയ്യാൻ റെഡി ആവണമല്ലോ. ഇപ്പോൾ ആനിമൽ ഞാൻ എൻജോയ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഞാൻ അഗൈൻ ഇൻ്റലക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പല തെറ്റുകളുണ്ടെങ്കിലും അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ എനിക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിനിമ നോക്കുന്നത് അതിൽ സ്റ്റാർസ് നോക്കാറുണ്ട്, അതിലാരൊക്കെയാണ് കാസ്റ്റ് നോക്കാറുണ്ട്. പിന്നെ ജനറലി ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ അതൊന്നെങ്കിൽ ഒരു മാസ് പടമായിരിക്കണം, അല്ലെങ്കിൽ കോമഡി ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ഒരു അടി, അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ വേണം. അതെ, തിയേറ്റർ എന്ന് വെച്ചാൽ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഒന്നെങ്കിൽ അത് ഭയങ്കര ഒരു റൊമാൻസും എനിക്ക് തോന്നുന്നു ഒരുമിച്ചിരുന്ന് കാണാൻ ഭയങ്കര ഫീലാണ്. കാരണം നമുക്കാണെങ്കിൽ ആ ഇരുട്ടത്തിരുന്ന് കാണുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ. ആ റൊമാൻസിൽ കുറേ വർക്കാവുന്ന മ്യൂസിക് സാധനമാണല്ലോ. അപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു സാധനമാണ്. പക്ഷെ ചില സിനിമകൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇപ്പോൾ തിയേറ്ററിൽ ഒന്ന് കാണേണ്ട കാര്യമില്ലായിരുന്നു. നല്ല സിനിമയാണ്, പക്ഷെ വീട്ടിലിരുന്ന് കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ജോൺറർ നിനക്ക് ഉണ്ടോ ഈ തിയേറ്ററിൽ പോയി കാണേണ്ട കാര്യമില്ല? ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അടുത്ത് കണ്ടൊരു സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു സിനിമ തോന്നിയിട്ടുണ്ട്. നല്ല സിനിമയാണ്. എനിക്ക് മരണമാസം കണ്ടപ്പോൾ തോന്നി മരണമാസം നല്ല സിനിമയാണ്, പക്ഷെ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പക്ഷെ ഞാൻ ഇരുന്നപ്പോൾ തിയേറ്റർ കാലിയായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ കോമഡി ആൾക്കാരുണ്ടായിരുന്ന കോമഡി കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് കോമഡി അത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് തിയേറ്ററിൽ കാണുന്നത് ശോകമാണ്, നമ്മൾ നേരെ ചിരിക്കൂല. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ ഈ പറയുന്ന മാസ് എലമെന്റുകൾ, ഒന്ന് കൊമേഴ്ഷ്യൽ എലമെന്റുകൾ, ബിസിനസ് എലമെന്റുകൾ, പിന്നെ പറഞ്ഞ ക്ലാസിക് എലമെന്റുകൾ, വാട്ടവർ എന്താണ് ക്ലാസിക് എന്ന് പറയുന്ന അതിൻ്റെ കീഴിൽ വരുന്ന പല സാധനങ്ങൾ. ഇപ്പം നമ്മൾ ഓൾവി ഇമാജിൻ സ്ലൈറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചില ആൾക്കാർ ചില സിനിമകൾ ഡിസ്കസ് ചെയ്യാൻ പറയുന്നത് അതിനകത്ത് അങ്ങനെയുള്ള ഈ പറയുന്ന പൊളിറ്റിക്കൽ എലമെന്റുകളെയും
പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെ ആർട്ടിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള സാധനങ്ങളെയും പറ്റിയൊക്കെ ചേർത്ത് ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ എന്നെയും അട്രാക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആൾക്കാർ ബാഡ് ബോയ്സ് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ കമന്റേഴ്സ് വന്ന് നമ്മുടെ അടുത്ത് പറയും, അയ്യോ നിങ്ങൾക്ക് ബാഡ് ബോയ്സ് ഇഷ്ടപ്പെടും, നിങ്ങളെപ്പറ്റി ഇങ്ങനെയല്ല നമ്മൾ ചിന്തിച്ചത്, നമ്മളെപ്പറ്റി അങ്ങനെ ഒരു മോശം ഇമേജ് എങ്ങനെയാണ് ആൾക്കാരുടെ ഫാൻസ് ഘടകം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഒരു ചെറുക്കൻ വന്നിട്ട് പറയണം, അനീസിക്ക നിങ്ങൾ ഇത് ഒരു നല്ല സിനിമയാണ് പറയുന്നത്, അങ്ങനെ അതിനോട് അസോസിയേറ്റ് ചെയ്യരുത്, നിങ്ങൾക്ക് ഇതിലും വലിയൊരു ഇമേജ് ഉണ്ടെന്ന്. എനിക്ക് അങ്ങനെ ഒരു മോശം ഇമേജ് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കിന്നാരത്തുമ്പികൾ കണ്ടിട്ട് കിന്നാരത്തുമ്പികളുടെ കൊമേഴ്ഷ്യൽ വയബിലിറ്റിയെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന അങ്ങനെ ഒരു സാധാരണക്കാരനായ ആളാണ്. നമുക്ക് അങ്ങനെ ഒരു മോശം ഇമേജ് ഈ ആൾക്കാർ ചിന്തിക്കുന്നത് നമ്മൾ ഈ ബാഡ് ബോയ്സ് നല്ലതാണെന്ന് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു മോശം ഇമേജ് എന്നാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ഒരു മോശം ഇമേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആൾക്കാർ അങ്ങനെ എന്നെപ്പറ്റി വിചാരിക്കുന്ന ഒരു മോശം ഇമേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എങ്ങനെ വരുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ വളരെ കൊമേഴ്ഷ്യൽ, ഞാൻ കൂടുതൽ അട്രാക്ട് ആവുന്ന കൊമേഴ്ഷ്യൽ ഘടകങ്ങളിലാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ സാധ്യത. ഈ വർഷം കണ്ടതിൽ ഏറ്റവും കൊമേഴ്ഷ്യലി വർക്ക് നമ്മളിത് പറയാൻ നമ്മൾ എന്തുകൊണ്ട് ഈ ടോപ്പിക് നീ ചോദിച്ചോളൂ, സ്റ്റാൻഡപ്പ് കോമിക്സാണ് നമ്മൾ എന്തുകൊണ്ട് ടോപ്പിക് എടുക്കുന്നത്. സിനിമ എപ്പോഴും സെല്ലാവുന്ന ഒരു കണ്ടന്റ് ആണ്. നമുക്ക് പോഡ്കാസ്റ്റ് എളുപ്പം പിടിക്കാൻ കണ്ടന്റ് കൂടെ ആയതാണ് പിടിക്കുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി കുറെ വായിക്കാറുണ്ട്? കാണാൻ ഞാൻ ഒരുപാട് സിനിമ കാണാറുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഈ 2025 സിനിമകളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോ പുള്ളി മലയാളം മാത്രമല്ല കണ്ടേക്കുന്നത്. നിങ്ങൾക്ക് ഈ വർഷം കമേഴ്ഷ്യലി ഏറ്റവും കൂടുതൽ വർക്കായ പടം ഏതാണ്? കൊമേഴ്ഷ്യൽ എനിക്ക് വർക്കായ പടം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പൈങ്കിളിയാണ് വർക്കായത്. അയ്യോ, ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് പൈങ്കിളിയായിരുന്നു. എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈങ്കിളി ഹിറ്റ് ആവാത്തതാണ്. പക്ഷേ അതാ പറഞ്ഞത്, ഭയങ്കര ആൾക്കാർക്ക് തിയേറ്ററിൽ ഭയങ്കര ഡെഡ് എക്സ്പീരിയൻസ് കിട്ടിയ പടമാണ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിയേറ്ററിൽ പോയ ആ 2.5 മണിക്കൂർ ഔട്ട് ആൻഡ് ഔട്ട് ഞാൻ എൻജോയ് ചെയ്ത പടമാണ്. ഇപ്പൊ പെട്ടെന്ന് ഞാൻ ബൈക്കിലേക്ക് റിവൈസ് ചെയ്യുമ്പോൾ മരണമാസ് പോലും എനിക്ക് സെക്കൻഡ് ഹാഫ് ഇത്തിരി ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. മരണമാസ് ഇതുപോലെ ഞാൻ എൻജോയ് ചെയ്ത, ഞാൻ ഫസ്റ്റ് ഡേ കണ്ട് എൻജോയ് ചെയ്ത പടമാണ്. എമ്പുരാൻ ഞാൻ കണ്ട ആളാണ്. ഞാൻ മലയാളം, തമിഴ് എല്ലാ ലാംഗ്വേജ് പടം കണ്ടു. പെട്ടെന്ന് ഞാൻ ബാക്കിലേക്ക് നീ ഇപ്പൊ നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ തിയേറ്ററിൽ പൈങ്കിളി കണ്ട 2 മണിക്കൂർ 20 മിനിറ്റോളം, 2 മണിക്കൂർ 20 മിനിറ്റ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ത്രൂ ഔട്ട്. എനിക്കൊരു കൊമേഴ്ഷ്യൽ എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് കിട്ടിയതാണ്. ആ പടം വർക്കാവാത്ത ഒത്തിരി ആൾക്കാർ കാണും. അതുകൊണ്ടാണല്ലോ പടം തിയേറ്ററിൽ വർക്കാവാതെ ഫ്ലോപ്പായി, അത് ആവറേജ് ഹിറ്റ് ആയിരിക്കും എന്തായാലും, ഫ്ലോപ്പായി കാണുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിനകത്ത് കൊടുത്തേക്കുന്നതിൽ കേരള ബോക്സ് ഓഫീസ് തന്നെ പകുതി വന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം. എവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ കറക്റ്റ് ഫിഗർ കിട്ടുന്നുള്ളൂ. ഞാൻ ഇന്നിരുന്ന് തപ്പിയിട്ട് എവിടെയില്ല. ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ആക്ടേഴ്സ് തമ്മിലൊരു പ്രശ്നം ആദ്യം തൊട്ട് കുറേ നാളായിട്ട് വരുന്നുണ്ട്. അതിൽ ജനുവരിയിൽ അവരൊരു സംഭവം ചെയ്തു. ജനുവരിയിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ആ മാസം ഇറങ്ങിയ സിനിമകളെ പറ്റി ഒരു അവലോകനം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ഞങ്ങൾ പുറത്തു വിടുന്നു, ഇതിന്റെ തിയേറ്ററിക്കൽ ഷെയർ പ്രൊഡ്യൂസേഴ്സിന്റെ ഷെയർ കിട്ടും എന്നുള്ള സാധനം ഞങ്ങൾ പുറത്തു വിടുന്ന അനൗൺസ് ചെയ്ത് ഫെബ്രുവരി ജനുവരിയിൽ അത് കറക്റ്റായിട്ട് ചെയ്തു. അത് പ്രകാരം നമ്മൾ പറഞ്ഞൊരു പോയിന്റിനെ സ്വാധീനിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ മാത്രം 140 കോടി രൂപ മലയാള സിനിമയ്ക്ക് നഷ്ടമുണ്ടെന്നാണ് പറഞ്ഞത്. ആ പോയിന്റാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. അതായത് എല്ലാവരും ഇങ്ങനെ ചുമ്മാ കോടിക്കണക്കിന് രൂപയുടെ പടം എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ ആർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പടം എടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ചെയ്തില്ല. പക്ഷെ അത് നിങ്ങൾ ഇന്നൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇത്ര 5 കോടി രൂപയ്ക്ക് എടുക്കത്തണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. അത് ആർട്ടല്ലല്ലോ, അത് കൊമേഴ്ഷ്യൽ വയബിലിറ്റി തന്നെ നോക്കി ചെയ്യുന്ന പടമാണ്. അപ്പം അതിനെ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ജഡ്ജ്മെന്റിലായിരിക്കണം, കുറച്ച് സെൻസുള്ള ആൾക്കാർ ഇത് ചെയ്യണം എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത്. അതായത് 25 പടങ്ങളോ 100 പടങ്ങളോ ഇറങ്ങണമെന്നുള്ളതല്ല നമ്മുടെ പോയിന്റ്. ഇറങ്ങുന്ന പടങ്ങൾ അവർക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ ജനുവരിയിൽ ഇറങ്ങിയ ലിസ്റ്റിൽ അവരിട്ട പല പടങ്ങളും 1 കോടി 2 കോടി രൂപ, അത് നമുക്കറിയാത്ത, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോലും കാണാത്ത സിനിമകളുണ്ട് തിയേറ്ററിൽ. ഞാൻ പോലും കാണാത്ത സിനിമ, അങ്ങനെ സിനിമകളായിട്ടും കൂടുതൽ. കാരണം 100 പടം ഒരു വർഷം ഇറങ്ങുന്നെങ്കിൽ ഞാൻ അത്രയൊന്നും കാണുന്നില്ല. ഞാനൊരു 40-50 പടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 50 പടങ്ങളുണ്ട് ഞാൻ പോലും കാണാത്ത പടങ്ങളുണ്ട്. ആ പടങ്ങളൊക്കെ 2-3 കോടി രൂപ ബഡ്ജറ്റുള്ള പടങ്ങളാണ്, ചെറിയ പടങ്ങളാണ്. പക്ഷേ 2-3 കോടി രൂപ ബഡ്ജറ്റ്. അതിൻ്റെ തിയേറ്റർ ഷെയർ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 2 കോടി രൂപയൊക്കെ മുടക്കിയ ഒരു സാധനത്തിന് തിയേറ്ററിൽ നിന്ന് അവർക്ക് ഷെയർ കിട്ടുന്നത് 10 ലക്ഷം രൂപ താഴെയാണ്. എന്നിട്ട് ഇത് OTT എടുക്കത്തില്ല. ഇങ്ങനെയുള്ള പടങ്ങൾ എന്തായാലും OTT എടുക്കത്തില്ല. എടുത്താൽ തന്നെ പേപ്പർ വ്യൂ എന്നുള്ള രീതിയിൽ എടുക്കുക. അതിൻ്റെയൊക്കെ പൈസ എപ്പോൾ വരും എന്ന് വരുന്ന ആർക്കും ഒരു ധാരണയുള്ള സാധനമല്ല. പിന്നെ യൂട്യൂബിലിട്ട് വരുന്ന പൈസ തുച്ഛമാണ്. ഈ പടങ്ങൾക്ക് സാറ്റലൈറ്റ് മാർക്കറ്റ് ഇല്ല. ഇതിപ്പോൾ ഈ 2 കോടി രൂപയ്ക്ക് ആരും ഉത്തരം പറയും? ഇത് ആരൊക്കെയോ പറഞ്ഞു പറ്റിച്ചല്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു സ്റ്റാൻഡപ്പ് ചെയ്യുന്ന വീർദാസ് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന വ്യത്യാസം, വീർദാസ് സ്റ്റാൻഡപ്പ് ചെയ്യുന്നതിന് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി പുള്ളി റിക്കവർ ചെയ്യുന്നത്. ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യുന്നതിന് ആർക്കും പൈസയ്ക്ക് നഷ്ടമില്ല. എന്തെങ്കിലും എനിക്ക് മാത്രമേ ഉള്ളൂ. ഏതാ എനിക്ക് മാത്രം. അല്ല, ഞാനും ഇപ്പൊ ചിന്തിച്ച അതാണ്. അതായത് നമ്മളിപ്പോ നമ്മളെ ഒരു സിനിമയായിട്ട് കാണുവാണെങ്കിൽ ചിലരുണ്ട് ആവറേജ് ആണ്. ഇപ്പം മഹാദേവനൊക്കെ ആവറേജ് ഹിറ്റ്, ജോൺ ആവറേജ് ഹിറ്റ്. ഞാനൊക്കെ ഒരുപക്ഷെ ഇട്ട കാശ് തിരിച്ചു കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ ഇതിലോട്ട് കാശ് ഇടുകയാണ്, ഇതിന്റെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ യാത്ര ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇത് ചെയ്യാതിരിക്കണോ? അല്ല, ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സാധനം. ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറിനെ പോലെ നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ഷോ അനൗൺസ് ചെയ്ത് നമ്മൾ റെന്റ് കൊടുത്തിട്ട് ആ റെന്റിന്
മീറ്റ് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് സെല്ലിംഗ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് നമ്മുടേത്. അപ്പോൾ ആൾക്കാർ അതിനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാൻഡപ്പ് ചെയ്യുന്നു, വീർദാസ് മാത്രം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ഒരു സാധനത്തിൽ നമ്മൾ ഈ ഇൻഡസ്ട്രി, സ്റ്റാൻഡപ്പ് ഇൻഡസ്ട്രി വളരണമെന്ന് ആഗ്രഹിച്ച് മലയാളത്തിൽ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിനെ ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിക്ക് നഷ്ടം ഉണ്ടാകുന്ന ഒരു സാധനം നമ്മൾ ചെയ്യുന്നില്ല. പൈസ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷനെ പറ്റിച്ച് നമ്മൾ ഒരാളെ പറ്റിച്ചിട്ടുണ്ട്, പക്ഷെ അതിനുവേണ്ടി നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം റെഗുലറായിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് എല്ലാ വർഷവും 1.5 കോടി രൂപ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഒരാള് നമ്മൾ ആദ്യത്തെ പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തി അല്ലേ, അവിടെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ നമ്മളത് മനസ്സിലാക്കി അതിനെ മുന്നോട്ട് പോകുന്ന രീതിയാണ്. അങ്ങനെ എല്ലാവരും ചെയ്യണം, അങ്ങനെ ആൾക്കാർ സിനിമ ചെയ്യണം. അപ്പൊ അങ്ങനെ സിനിമ ചെയ്താലല്ല ആൾക്കാർ. അങ്ങനെ ഒരാള് അനീസിക്ക ഒരു പ്രൊഡ്യൂസറാണ്, ഞാനൊരു ഡയറക്ടറാണ്. അനീസിക്കയ്ക്ക് പ്രൊഡ്യൂസർ ആവാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഡയറക്ടർ ആവാൻ ആഗ്രഹമുണ്ട്. അനീസിക്കയ്ക്ക് ആ ഒരു 2 കോടി ഇറക്കിയാലല്ലേ അനീസിക്കയ്ക്ക് അറിയാവുള്ളൂ അനീസിക്ക നല്ല പ്രൊഡ്യൂസറാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിമെന്റ് ചെയ്യാൻ ഒന്ന് ആ ബിസിനസിനെ പറ്റി ഒരു ഏത് ബിസിനസ് ചെയ്താലും ബിസിനസിന്റെ ബേസിക് ഇതെന്താണ്, ആ ബിസിനസിനെ പറ്റി നിങ്ങൾക്ക് പ്രോപ്പർ ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് വർക്കാവുന്ന ഇതിന്റെ എക്സ്പെൻസിനെ പറ്റി, ഇതിന്റെ വയബിലിറ്റിയെ പറ്റി, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന പറ്റി അയാൾക്ക് ബോധമാണ്. ഇതെല്ലാം എല്ലാ ബിസിനസ്സിനും, സിനിമ എന്നുള്ളതുണ്ട് എല്ലാ ബിസിനസിന്റെ ബേസിക് സാധനം. ഇതറിയാത്ത ആൾക്കാരാണ് പലപ്പോഴും സിനിമ വന്ന് ചാടുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ചിന്തയെ തോന്നുന്ന. പക്ഷെ പലയിടത്തായിട്ട് ഈ വരുന്ന ഡീലുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എനിക്കൊന്ന് ചില സിനിമകൾ പകുതിക്ക് വെച്ചിട്ട് വേറെ പ്രൊഡക്ഷനിലോട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഈ ഒരു ആക്ടറിന്റെ ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് തന്നെ ചിലപ്പോൾ ഇവരൊരു പടം ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് അതിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ മൂഞ്ചുന്ന ആൾക്കാർ ഇങ്ങനെ ഈ ബിസിനസ് തന്നെ ബാക്കിയുള്ള ബിസിനസ്സിൽ വ്യത്യാസമായിട്ട് ഏറ്റവും റിസ്ക് ഫാക്ടർ ഉള്ള സാധനമാണ്. അനീസിക്ക, നിങ്ങളിപ്പം സിനിമ ചെയ്യണം എന്ന്, സ്റ്റാൻഡപ്പ് ചെയ്യണം എന്ന് അത്ര ആഗ്രഹം സിനിമ ചെയ്യണം എന്നുണ്ടല്ലോ. പക്ഷെ സിനിമ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു സ്കെയിലിലേ പോസിബിൾ ആവുള്ളൂ. അതായത് ഒരു 1 കോടിക്കേം കാട്ടി കുറവൊക്കെ സിനിമ എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങളുടെയും സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഒരു 3 കോടി 4 കോടി ബഡ്ജറ്റ് ആവും. പക്ഷെ സ്റ്റാൻഡപ്പ് ചെയ്യണമെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾക്കൊരു ഫിലിം പ്രൊഡ്യൂസർ ആവണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് അയാൾക്ക് ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഇങ്ങനത്തെ ഒരു എമൗണ്ട് ഇറക്കിയേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പുള്ളിക്ക് ഒരു 20,000 രൂപയ്ക്ക് ഷോർട്ട് ഫിലിം ചെയ്ത് നോക്കി അതിന് നമ്മൾ കമ്പാരിസൺ ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ അംബാനി കല്യാണം നടത്തും, നമ്മുടെ നാട്ടിലെ രാഘവൻ ചേട്ടന് കല്യാണം. രാഘവൻ ചേട്ടൻ ഒരിക്കലും അംബാനി കല്യാണം നടത്തണം തീരുമാനിക്കരുത്. അതായത് അംബാനി കല്യാണം അയാളുടെ ടോട്ടൽ വരുമാനം 0.1%. അതെ. അപ്പോൾ നിങ്ങൾക്ക് 3 കോടിയുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 300 കോടി ബാക്കിലുള്ള ആളായിരിക്കണം. അയാൾക്ക് ഈ 3 കോടി ട്രൈ ഔട്ട് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന പല ബിസിനസ്സുണ്ട്, ഈ പറയുന്ന 110 കോടി നഷ്ടം ഉണ്ടായിരുന്നത് ഇത് ആരും മെയിൻ ഇൻഡസ്ട്രി ബിസിനസ്സുകാരുടെ അല്ല പോയത്. അവരൊക്കെ പൈസ എങ്ങനെ സേവ് ആക്കും. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പല സിനിമകളും മെയിൻ സ്റ്റാർസിന്റെ സിനിമകളും നമ്മളുടെ കണക്കിൽ നഷ്ടമാണെന്ന് തോന്നിയില്ല, അത് ലാഭം ഉണ്ടാക്കിയ പല മേഖലകൾ കാണും. അതുകൊണ്ടാണ് അവിടെ പിന്നെയും പൈസയുടെ കണക്കെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ലീഗലി ഓർ ഇല്ലീഗലി അങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് നമുക്കറിയാത്ത മേഖലയിൽ കൂടെ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതറിയാത്ത ആൾക്കാരുടെ ഇതിൽ പെട്ടു പോകുന്നത്. എമ്പുരാനകത്ത് രാജുവേട്ടനോ ആന്റണി ചേട്ടനോ ലാലേട്ടനോ 10 പൈസ മുടക്കിയിട്ടുണ്ടാകത്തില്ല, സാധ്യതയുണ്ട്. അത് ആ ബാനറിന് കീഴിൽ ഇവർ ഹൈലൈറ്റ് ആയ പോയിന്റ് ഞാനും ലാലേട്ടനും ഇതിനകത്ത് 1 രൂപ പോലും റെമ്യൂണറേഷൻ എടുത്തിട്ടില്ല എന്നുള്ള പോയിന്റ് ഹൈലൈറ്റ് ആയത്. പക്ഷേ ഈ പടം പി പ്രൊഡക്ഷൻസിന്റെയും മറ്റേ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ പടമാണ് സത്യത്തിൽ എങ്ങനെ നോക്കിയാൽ. പക്ഷേ പൈസ ഇറക്കിക്കുന്ന ആദ്യം ലൈക്ക് ഇറക്കി, പിന്നെ ഗോപാലൻ ചേട്ടൻ വന്ന പൈസ ഇറക്കി. അപ്പം ഇവർ ചിലപ്പോൾ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ടുണ്ടാവില്ല. ഇവരെല്ലാം പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ് ആയിട്ട് ഇവരുടെ റെമ്യൂണറേഷൻ വേണ്ടെന്ന് നോക്കിയാൽ ചെയ്യുന്നത്. ഇതേ സെയിം സാധനം നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഉള്ളത് വിറ്റ് പറക്കി വന്ന് സിനിമ ചെയ്യരുത്. അങ്ങനെയുള്ള സിനിമകളുടെ പാർട്ടാണ്. അങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യം അത്രയും വലിയ ആർട്ടൊന്നും നിങ്ങൾ ഉദ്ധരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ ബേസിക് അല്ലേ. ഏതൊരു ആർട്ടിന്റെ കേസിലെ ആൾക്കാർ നാട്ടുകാർ പറയുന്നില്ല. അല്ല 30,000 രൂപയ്ക്ക് നമ്മൾ ആർട്ട് ഗാലറി വാടകയ്ക്ക് എടുത്ത് ചെയ്യുന്നതും 3 കോടി രൂപയ്ക്ക് സിനിമ എടുക്കും. അതും നമുക്കറിയാം ഈ സാധനം വർക്കാവില്ലെന്ന് ബോധമുള്ള ഒരാൾക്ക്. ഞാൻ രണ്ട് കാര്യം പറയട്ടെ. ഒന്ന്, നിങ്ങൾ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. 300 കോടി ബാക്കിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 കോടി ഇടാവുള്ളൂ. പക്ഷെ 30 കോടി കേരളത്തിൽ ഒരുപാട് പേരുടെ അങ്ങനത്തെ 30 കോടി ഇപ്പോൾ പുറത്തു നിന്നൊക്കെ വർക്ക് ചെയ്ത് വന്ന ഒരാൾ ഒരു കോസ്റ്റ്ലി കാർ മേടിക്കുന്നതിൻ്റെ പകരം വിചാരിച്ചാണ് ഞാനൊരു സിനിമ എടുക്കാം എന്നുള്ളത്. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ റിട്ടേൺ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത്. ചിലപ്പോൾ 1.5 കോടി 2 കോടിക്ക് എടുത്തൊരു സിനിമയ്ക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് 30-40 കോടി തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള വളരെ കുറച്ച് ബിസിനസ്സുകളേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം അവിടെയും സിനിമ
ഒരു കുത്തകയുടെയും മാഫിയുടെയും കയ്യിലാണ്. അതിപ്പം ഏത് ബിസിനസ് ആണെങ്കിലും ഏത് ബിസിനസ്സിൽ അവരുടേതായ സ്റ്റാൻഡപ്പ് കോമഡി വരെ ഈ റിൻഷാദിന്റെ ഉള്ളം കൈകൾ മലയാള സ്റ്റാൻഡപ്പ് കോമഡി അതുപോലെ എല്ലാ ഇൻഡസ്ട്രിയിലും അവരുടേതായ ഒരു പിടുത്തം നമ്മൾ പറയുന്ന അലിഖിതമായിട്ട് എഴുതി വെച്ച ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് പുറത്ത് വരുന്ന ഒരാൾക്ക് നമ്മളിത് മുന്നേ ഡിസ്കസ് ചെയ്യാം. മഞ്ഞുമൽ ബോയ്സ് നമ്മൾ എക്സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് മഞ്ഞുമൽ ബോയ്സിന് നമ്മൾ ഈ പറഞ്ഞ എക്സ്പോണൻഷ്യൽ ലാഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പൈസ ഇറക്കി സാധാരണക്കാരന് പൈസ കിട്ടിയിട്ടില്ല. മഞ്ഞുമൽ ബോയ്സ് 20 കോടി രൂപ ബഡ്ജറ്റിലാണ് 242 കോടി രൂപ ടോട്ടൽ ബിസിനസ് നടന്നിട്ടുണ്ട്. 242 കോടി തിയേറ്റർ ബിസിനസ് നടന്നിട്ടുണ്ട്. പക്ഷേ സൗബിൻ ഷാഹിറിന്റെ ബാനർ, പർവ ഫിലിംസിന്റെ ബാനറിലാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഫണ്ട് ഇറക്കിയിരിക്കുന്ന അവരല്ല, അവർക്ക് പുറത്തുനിന്ന് ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. അതായത് 9 കോടി രൂപ ഇറക്കിയ ഒരാളുണ്ട് അതിനകത്ത്. അപ്പോൾ അയാൾ പറയുന്നത് അതുപോലെ കുറെ ആൾക്കാരുടെ പൈസയാണ് വാങ്ങിച്ചത്. അപ്പം പർവ ഫിലിംസിന്റെ പേരിൽ മാത്രമേ ഇതുള്ളൂ ഈ സിനിമ. ബാക്കി ഫണ്ട് ചെയ്യുന്ന ഫണ്ടേഴ്സ് ഉണ്ട്. അത് എല്ലാ സിനിമയും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോഴും എക്സ്പോണൻഷ്യൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട കയ്യൊക്കുള്ളവൻ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. മറ്റേവർക്ക് 9 കോടി പോലും, അതായത് ഇട്ട പൈസ പോലും തിരിച്ചു കൊടുത്തിട്ടില്ലെന്ന ഒരു കേസ് നടന്നതും അവരുടെ എൻഫോഴ്സ്മെന്റ് ആയിരുന്നു. അതോ ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 20 കോടി മുടക്കിയ പടം 240 12 ഇരട്ടി ഉണ്ടാക്കിയ സാധനം ഈ 9 കോടി മുടക്കിയതിന് 9 കോടി രൂപ പോലും കിട്ടിയിട്ടില്ല. പിന്നെ അപ്പം അതിനകത്ത് വേറെ കണക്കുകൾ കാണാം, നമുക്കറിയാം, ഇവരുടെ എഗ്രിമെന്റ് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ അയാൾക്ക് 9 കോടി തിരിച്ചു കൊടുത്തിട്ടില്ല. അവിടെയാണ് നമ്മൾ പൈസ ഇറക്കിയ ഒരു പരിചയമില്ലാത്ത മേഖലയിലേക്ക് 240 കോടിയിൽ എത്ര ലാഭം വരും? 240 കോടി നമ്മുടെ ബേസിക് കണക്ക് ഇങ്ങനെയാണ്, 31% ടാക്സ് പോകും. പക്ഷെ അവിടെ പ്രശ്നം വരും. ഈ 240 വേൾഡ് വൈഡ് കളക്ഷൻ ആണ്. നമ്മൾ മാർക്കോടെ ഒരു റീൽ പറഞ്ഞപ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, എനിക്ക് മിസ്റ്റേക്ക് പറ്റി. 110 കോടി രൂപ മാർക്കോ ടോട്ടൽ ബിസിനസ്. അപ്പം 33 ടാക്സ് എന്നങ്ങ് ഔട്ട് റേറ്റ് കട്ട് ചെയ്ത്. പക്ഷേ ഇതിൽ കേരളത്തിൻ്റെ ഇവിടെ ബിസിനസ് നോക്കുമ്പോൾ ഈ ടോട്ടൽ ബിസിനസ്സിൽ 30% ടാക്സ് ഇവിടെ മാത്രമേ പിടിക്കുന്നത്. ബാക്കി പല സ്ഥലത്ത് ഇത്രയും ടാക്സ് ഇല്ല. ഒന്ന്. രണ്ട്, ഇത് അവകാശം ഔട്ട്റേറ്റ് വിറ്റതാണ്. പിന്നെ ടാക്സ് ഇവിടുത്തെ ടോട്ടൽ കളക്ഷൻ പ്രൊഡ്യൂസർ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, അതായത് കേരളത്തിൽ നിന്ന് എത്ര കളക്ട് ചെയ്തു, ഔട്ട് സൈഡ് എത്ര കളക്ട് ചെയ്തു, നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണക്ക് പറയാൻ പറ്റത്തില്ല. റഫ്ലി നമ്മൾ ചുമ്മാ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കിയ മഞ്ഞുമേലിൽ? സർക്കാർ. കാരണം അവരാണ് പൈസ ഒട്ടും ഇതിനകത്തൊന്നും മുടക്കാതെ ഇത്ര ഉണ്ടാക്കിയത്. രണ്ട്, ഒരു ഹിറ്റ് പടത്തിൽ തിയേറ്ററുകാർ, അതായത് അവര്, പക്ഷേ തിയേറ്ററിൽ ഒരാൾക്കല്ല കിട്ടുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത്. കാരണം അവർ ഇതിനകത്ത് ഫണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ അഡ്വാൻസ് ഒന്നും കൊടുക്കാറില്ല. പണ്ടൊക്കെ അഡ്വാൻസ് കൊടുത്താലേ പടം കിട്ടുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഈ ഒരു എഗ്രിമെന്റ് റൈറ്റിലൊക്കെ ആണെങ്കിൽ ചില സിനിമകൾക്ക് മാത്രമേ അഡ്വാൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവത്തുള്ളൂ. മിക്കവാറും ബാക്കിയുള്ള പടങ്ങൾക്ക് അവർക്ക് ആ പടം എടുത്തു കഴിയുമ്പോൾ അത് കളിക്കുമ്പോൾ പൈസ അവർക്കെല്ലാം ലാഭമാണ്. ഇപ്പം എമ്പുരാൻ ആദ്യത്തെ 5 ദിവസം കൊണ്ട് ഇത്രയും വലിയ കളക്ഷൻ വന്നാൽ ഏറ്റവും വലിയ ലാഭം ഉണ്ടായിട്ടുള്ള തിയേറ്ററുകാരാണ്. കാരണം അവർ പ്രതീക്ഷിക്കാതെ ഒരു അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടാകും. ഒരു മലയാള സിനിമകൾക്ക് 5 ദിവസം മുന്നേ ബുക്കിംഗ് ഉണ്ടാവുക, അടുത്ത 5 ദിവസത്തേക്കുള്ള ബുക്കിംഗ്. അപ്പോൾ അത് തിയേറ്ററിന് ഭയങ്കര ലാഭമാണ്. അത് 2 ആഴ്ച കൊണ്ട് മൊത്തം വന്ന് കഴിഞ്ഞു, എന്നിട്ട് അടുത്ത പടം ഇറക്കുകയും ചെയ്യാം. ഒരു 100 ദിവസം ഓടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ തിയേറ്ററിന് ലാഭമാണ്. പിന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രി കളി അറിയാവുന്ന യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ്, ഇതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന പ്രൊഡ്യൂസേഴ്സ്, ഇത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് പൈസ ഇടുന്ന കഷ്ടിച്ച് 1 കോടി രൂപ ലാഭം, 10 കോടി ഇട്ടാൽ 1 കോടിയൊക്കെ ലാഭം കിട്ടിയ ലാഭം എന്ന് പറയാം. ഇറക്കിയ പൈസ തിരിച്ച് മുടക്കിയ കിട്ടിയ ഭാഗ്യം എന്നും പറയാം. അത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എന്റെ ചിറ്റപ്പൻ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പടത്തില്, അംഹായ അങ്ങനെ എന്തോ ഒരു അംഹ, ഈയിടെ ഇറങ്ങി അത് ആക്ച്വലി എന്താ ചിറ്റപ്പന്റെ കുറച്ച് വലിയ അങ്ങനെ വലിയ പൈസ ഒന്നും അല്ല. എന്നാലും ചിറ്റപ്പന്റെ ഒരു ഫ്രണ്ട് ചെയ്തപ്പോ ഇവര് ഫ്രണ്ട് സർക്കിൾ എല്ലാം കൂടെ പൈസ ഇട്ടാണ് പടം ചെയ്തത്. 50 ലക്ഷം ഇല്ല അത്രയൊന്നും. അതിന് തിയേറ്റർ ഷെയർ പകുതിയെ വന്നിട്ടുള്ളൂ. അതിനും OTT വിറ്റ് വയ്ക്കാം. ആ പടം പക്ഷെ എനിക്ക് നല്ല പടം തോന്നി. ഞാൻ മിസ് ചെയ്ത പടങ്ങളിലൊന്നും അത്. ആ പടം കുറെ നാൾ തിയേറ്ററിൽ ഹോൾഡ് ചെയ്ത് വെച്ചായിരുന്നു ഓടിക്കാൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ല പോയത്. ആരുടെ സിനിമയാണ്? ദിലീഷ് പോത്തനും ജാഫ്രിഡിക്കുള്ള ഒരു പടം. അത് അത്യാവശ്യം പകുതി തിയേറ്റർ ഷെയർ വന്ന പടമാണ്. സ്ലോലി സൈലന്റ്ലി 30-40 ദിവസമൊക്കെ തിയേറ്ററിൽ കിടന്ന് ഓടിയിട്ടുണ്ട്. ചെറിയ തിയേറ്ററിലൊക്കെ ഓടിയിട്ടുള്ള പടമാണ് അത്. എനിക്ക് നമ്മൾ OTT കാണണം. നമുക്ക് OTT കണ്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളെ ശരിക്കും ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അല്ല, ശരിക്കും നമ്മുടെ ടോപ്പിക്കിന്റെ ഭാഗം തന്നെയാണ്. അതായത് സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ഇത് സംഭവം തന്നെയാണല്ലോ. ജനുവരി സ്റ്റാർട്ടിങ് ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി ഇത്രയും നമ്മളെ ഐഡന്റിറ്റി ആയിരുന്നു ഫസ്റ്റ് പടം. ജനുവരി 2-ാം തീയതി റിലീസ്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ. സ്റ്റൈലിഷ് പടം, ഹോളിവുഡ് സ്റ്റൈൽ. ആ ഒരു ഫ്ലൈറ്റിനകത്തുള്ളൊരു ആക്ച്വലി അവര് എനിക്ക് തോന്നുന്നത് ഐഡന്റിറ്റിയിൽ അവര് കുറെ സാധനങ്ങൾ ഇറക്കി ആൾക്കാർ ഇനി ഇറക്കില്ല, ഇനി ട്വിസ്റ്റ് വേണ്ട, നമുക്ക് ഇത്രയും മതി. ടൊവിനോ തുടങ്ങിയപ്പം അത് കഴിഞ്ഞ് തുടങ്ങുമ്പോൾ വരപ്പുകാരൻ, അത് കഴിഞ്ഞ് പിന്നെ അവസാനമായപ്പോ ടൊവിനോന് പറക്കാം അല്ലേ. അതായത് കണ്ടന്റിന്റെ ഓവറായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സ്ക്രീൻ പ്ലേ പറയല്ലോ, നമ്മൾ 6-7 പ്രാവശ്യം ടൈറ്റാക്കി എനിക്ക് തോന്നുന്നു ഇവര് ഇതൊരു 40-50 പ്രാവശ്യം വർക്ക് ചെയ്ത്
ഇങ്ങനെ അവരുടെ താരം ഈ ഭാഗം കുറച്ച് വീക്കാണ് കേട്ടോ, എന്നാ കൊടുക്ക അവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് അവസാനം ഏതൊക്കെയോ എന്തോ സിനിമ എന്തോന്നോ ആയി എന്ന് തോന്നിപ്പോയി ഐഡന്റിറ്റി. പക്ഷെ 50 കോടി കളക്ട് പാടല്ലേ ഐഡന്റിറ്റി. അതായത് ഈ പറയുന്ന ഐഡന്റിറ്റി ഫ്ലോപ്പ് ആണോ? വിവാദം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെടുത്തു പറഞ്ഞ പടം ഐഡന്റിറ്റിയാണ്. അവർ പറഞ്ഞ് 12 മുതൽ 20 കോടി രൂപ വരെ ബഡ്ജറ്റാണ് വിക്കിപീഡിയ പറയുന്നത്, 18 കോടി രൂപ ബഡ്ജറ്റ് പറയുന്നത്. പക്ഷേ ഇവർ ആദ്യം അനൗൺസ് ചെയ്ത് ശരിക്കും ഇതാ ഒരു പടത്തിന്റെ കറക്റ്റ് ബഡ്ജറ്റ് നമുക്കും അറിയത്തില്ല. ഇവർ പറയുന്നത് ഇവിടെ ഇതൊക്കെ എവിടെ ട്രാക്ക് ചെയ്യണം എങ്ങും എഴുതി വെച്ചിട്ടില്ല. എല്ലാം പെറ്റീഷൻ കൊടുക്കണം ദാറ്റ് ഈ സിനിമകളുടെ കണക്കുകൾ നമുക്ക് വെക്കാം. എന്നാ ശരി, ഇപ്പം ഐഡന്റിറ്റിക്ക് 18 കോടി ചെലവായിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ ആയിരിക്കും പോയിട്ടുള്ളത്? പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നത് 30 കോടി. അവിടെ ഈ കോൺട്രാഡിക്ഷൻ കിടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ് 30 കോടിക്ക് ഇറക്കിയ പടം തിയേറ്റർ ഷെയർ 10 കോടി പോലും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ലോസ് ആണ്. സ്റ്റാർ പടങ്ങൾ ഇങ്ങനെ പൈസ ഇറക്കുന്നത് കൊണ്ട് ഇൻഡസ്ട്രി ഫ്ലൈറ്റിൽ പോയല്ലോ നമ്മൾ ഷൂട്ട് ചെയ്ത്. ബജറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മാർക്കറ്റിംഗ് ബജറ്റും കൂടെ ചേർത്താ പറയുന്നത്, പ്രൊമോഷണൽ ബജറ്റോട് ചേർത്ത്. ഇവർ ഈ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി എന്തായാലും പറ്റുന്ന എമൗണ്ട് ഒക്കെ എടുത്തിടൂലേ, എക്സ്പെൻസ് ആയിട്ട് കാണിക്കൂലേ അല്ലേ? അത് അവസാന നമ്പറിൽ അങ്ങനെയൊക്കെ ചെയ്താൽ എന്തെങ്കിലും പിടിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. നമ്മൾ വരെ ചെയ്യുമല്ലോ ലാഭം കുറച്ച് കാണിക്കാൻ. അങ്ങനെയാവുമ്പോ ലാഭം ഇല്ലാത്തോണ്ട് അങ്ങനെയാവുമ്പോ ഇവരുടെ പ്രൊഡ്യൂസേഴ്സിന്റെ ഷെയർ ഓട്ടോമാറ്റിക്കലി കുറയില്ലേ? അപ്പൊ അത് തന്നെ എന്തൊരു വിരോധാഭാസമാണ് ശരിക്കും. നമുക്ക് ഇത് പ്രോപ്പറായി ട്രാക്ക് ചെയ്യുന്ന സാധാരണക്കാരൻ എന്തായിരിക്കും ഇവര് ചിന്തിക്കുന്നത്? കണ്ടുപോയി ഇത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ആവശ്യമില്ല. എനിക്ക് അറിയേണ്ട കണക്കുകളൊന്നും ഒന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ബാലൻസ് ഷീറ്റ് കാണണം, അതുപോലെ സിനിമകളുടെ വെറുതെ ഒരു എന്റർടൈൻമെന്റ് അത്രയും. ഇതിനകത്തൊക്കെ നമുക്കറിയാത്ത നമ്മൾ അറിയാത്ത ഒരുപാട് കളികൾ എന്തായാലും ഉണ്ടാവും. പ്രൊഡക്ഷൻ ഇതിനകത്തൊക്കെ എന്തായാലും ഉണ്ടാവും. നമുക്ക് അതിലേക്ക് ഇഷ്ടം പോലെ ഇൻഡസ്ട്രി ഇൻസൈഡർ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞില്ല പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺലി സംസാരിക്കാൻ പറ്റും. അവസരം നഷ്ടപ്പെടും. പല കാര്യങ്ങളിലും അവരിങ്ങനെ പറയുന്നത് മണ്ടന്മാര്, നമ്മളിങ്ങനെ സിനിമ ഈ മണ്ടന്മാര് എന്താ പറയുന്നത്. നമ്മൾ സാധാരണ നമ്മളിത് ഒതന്റിക് കാര്യങ്ങളില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നമുക്ക് സംസാരിക്കാൻ കാഴ്ചപ്പാടി എന്നുള്ള കാര്യങ്ങളാണ് വന്നത്. ഇപ്പൊ ജനുവരി നീ ഐഡന്റിറ്റി കണ്ടായിരുന്നോ? ഞാൻ കണ്ടു തിയേറ്ററിൽ കണ്ടു. ഞാൻ കണ്ടത് പകുതിക്ക് വെച്ച് എനിക്ക് മടുത്ത് ഞാൻ ഇട്ടിട്ട് പോയി. തിയേറ്ററിലെ പ്രശ്നം ഇതാ, നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ ഇത് കാണാൻ പോയിട്ട് ഇതിങ്ങനെ കയറി പോയിട്ട് അവസാനം മതി ഇറങ്ങും, താഴേക്ക് ഇറങ്ങും, മതി ഇത്രയും കയറി പോകണ്ട എന്ന് തോന്നുന്നതാണ്. ഇല്ല, ഈ എല്ലാ ഞാനിപ്പോൾ പറഞ്ഞില്ലേ എല്ലാം ഈ ഒരു എക്സ്പെക്ടേഷന്റെ ഗെയിമാണ്. എനിക്കിപ്പം കഴിഞ്ഞ വിഷുവിൽ ഇറങ്ങിയ പടത്തിൽ ഏറ്റവും കൂടുതൽ വർക്കായ ബസൂക്കയാണ്. കാരണം എനിക്ക് മറ്റേ കോക്കിന്റെ ഒക്കെ റിവ്യൂ കണ്ടിട്ട് പോകുമ്പോൾ എന്റെ എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. മരണമാസ് എനിക്ക് പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ തോന്നിയെന്ന് പറഞ്ഞാൽ ആ സിനിമ പോയ ഇത് മാത്രമല്ല, ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത ആൻറ്റിസിപ്പേഷൻ മാത്രമല്ല, എൻ്റെ എക്സ്പെക്റ്റേഷനും ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്ര വന്നിട്ടില്ല എന്ന് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു പ്രേമമൊക്കെ വർക്കായത് അതുകൊണ്ടാണ്. കാരണം പ്രേമമൊക്കെ ഒരു എക്സ്പെക്റ്റേഷനും തരാതെ നമ്മൾ കാണാൻ കയറിയിട്ട് ഇത്ര ഒരു അടിപൊളി പടം. കാരണം നമ്മൾ വിചാരിക്കുന്നല്ലോ മറ്റേ നിവിൻ പോളി കലിപ്പൊക്കെ ആവണം, നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. അതൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് പെട്ടെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ മാർക്കറ്റിങ്ങിലെ ഈ ഒരു സാധനം ഉണ്ട്. അതായത് എക്സ്പെക്ടേഷൻ ആവശ്യത്തിന് കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ വരൂല, പക്ഷെ എക്സ്പെക്ടേഷൻ ഒരുപാട് കൊടുത്താ ഇപ്പൊ റീസെന്റ് എന്താണ് നമ്മുടെ സൂര്യ ചെയ്യുന്ന പടത്തിന്റെ പേരെന്താ? റെട്രോയുടെ ട്രെയിലർ കണ്ടപ്പോൾ അത് എനിക്ക് പോയി കാണാൻ തോന്നി. അത് അൽഫോൺസ് പുത്രനാണ് ട്രെയിലർ കട്ട് ചെയ്തേക്കുന്നത് അല്ലേ? അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ തിയേറ്ററിലോട്ട് എത്തിക്കുന്നതിൽ ട്രെയിലറിന് നല്ലൊരു പങ്കുണ്ട്. പണ്ടും ട്രെയിലറിന് മാത്രമേ പങ്കുള്ളായിരുന്നു. കാരണം ഒരു ന്യൂസ് വരും, പിന്നെ ട്രെയിലർ വരും. ട്രെയിലർ എത്ര മനോഹരമായിരിക്കും അനുസരിച്ച് ആൾക്കാർ പോകുന്നുള്ള. ഇപ്പൊ പക്ഷെ അങ്ങനെ അല്ലല്ലോ. ക്രൂവും ആർട്ടിസ്റ്റും വന്നിരുന്ന് എല്ലാ സോഷ്യൽ മീഡിയ പേജുകൾക്കും എല്ലാ ഇൻഫ്ലുവൻസറുമായിട്ട് കൊളാബ് ചെയ്തു. ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാലേ ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തുള്ളൂ. കാരണം അത്രയും കണ്ടന്റുകളുണ്ട് ഇവിടെ. എമ്പുരാനിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഇൻട്രോ അത് ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു. സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ 5 ദിവസത്തെ ബിസിനസ് മാത്രം മതി എന്ന് തീരുമാനിക്കണം. എമ്പുരാനൊക്കെ സംഭവിച്ചത് ഇറങ്ങിയ പടത്തിൽ അത്രയും ബിൽഡപ്പിനോട് അടിച്ചു കയറിയ പടം ഏതാണ്? ബിൽഡപ്പ് ഇട്ടിട്ട് അടിച്ചു കയറിയെന്ന് പറഞ്ഞാൽ ഏത് പടം അങ്ങനെയൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞത് ഏതുണ്ട് ഈ വർഷം ഇത്രയും ബിൽഡപ്പുള്ള പടം വേറെ ഇല്ല. എമ്പുരാൻ ഇത്രയും ബിൽഡപ്പ് ആരും കൊടുത്തിട്ടില്ലല്ലോ. ഈ ബസൂക്ക എനിക്ക് വർക്കായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ബസൂക്ക ഞാൻ കാണാൻ വേണ്ടിയാണ് ഒന്നാമത് പോയി കണ്ടത്. മമ്മൂട്ടി പടങ്ങൾ റീസെന്റ് അങ്ങനെ കാര്യമായി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. എന്താ കാര്യം അറിയത്തില്ല. അവരത്ര ഹൈപ്പ് കൊടുക്കുന്നില്ല റീസെന്റ്. ഡൊമിനികന്റെ ലേഡീസ് ഫേഴ്സ് വളരെ സിമ്പിളായി വന്നു പോയൊരു പടം. ഇപ്പൊ നമ്മൾ ബാക്ക് ടു ജനുവരിയിലേക്ക് കാറ്റടിച്ച പോലെ വന്നു പോയല്ലോ. ഐഡന്റിറ്റി കണ്ടു.
ഐഡന്റിറ്റി ആ മാസം തന്നെ ഇറങ്ങിയ ഡൊമിനിക് ആൻഡ് ലേഡീസ് ബേർഡ്സ്. പക്ഷെ ഒരു മമ്മൂട്ടി പടമാണ്, ഗൗതം വാസുദേവൻ ഡയറക്ട് ചെയ്ത പടമാണ്. അതിന് കിട്ടേണ്ട ഒരു ഹൈപ്പ് ഒന്നും ഇവിടെ ആരും അവർ പ്രൊമോഷണൽ മാർക്കറ്റിംഗ് കൊടുത്തിട്ടില്ല. അവർ വളരെ നൈസായിട്ട് ഇറക്കിയിട്ട് വേണേ വർക്കാന്ന് ഇറക്കിയിട്ട്. പിന്നെ ഡൊമിനിക്കും എനിക്ക് ബസ്സൊക്കെ പോലെ എക്സ്പീരിയൻസ് പടം തന്നെയാണ്. എനിക്ക് ശരിക്കും ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം വാസുദേവ് മേനോൻ വേറെ ഏതൊക്കെയോ പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ട് കേരളത്തിലുണ്ട്. അപ്പോൾ കുട്ട ഒരു 15 ദിവസം ഉണ്ട്, നീ തങ്ങ് പിടിക്കുക, അങ്ങനെ ഓണായ ഒരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനും കണ്ട്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അത് OTT വന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെ അത് കുറെ പറഞ്ഞ സ്പോയിലർ ആവും. അതിന് എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ തിയേറ്ററിൽ അത്യാവശ്യം നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി അതിന്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പടം. പക്ഷേ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലും പ്ലേസ് ചെയ്തേക്കുന്ന ഈ സാധനം. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെ പേസ് പടത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ പ്രൊമോട്ട് ചെയ്തില്ല. പിന്നെ മമ്മൂട്ടി ഗൗതം വാസുദേവനെ കൊളാബറേഷൻ എന്ന രീതി അതും പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഒക്കെ ആളുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പതുക്കെ ആൾക്കാർക്ക് ആ സസ്പെൻസിലേക്ക് എത്താൻ വേണ്ടിയുള്ള യാത്ര അത്ര എന്റർടൈനിങ് അല്ലാത്തതുകൊണ്ട് അതായത് ആകെ വർക്കായത് ഗോകുൽ സുരേഷിന്റെയും മമ്മൂക്കിന്റെയും റാപ്പോ ഭയങ്കര രസമാണ്. ഒരു ബഡി കോപ്പ് പോലെ 2 ഏജ് കാറ്റഗറി ഉള്ള അത് ഭയങ്കര രസമുള്ളത്. അത് ഇന്റർനാഷണൽ ലെവലിലും വർക്കാൻ തന്നെ. അതായത് സീനിയർ ആയിട്ടുള്ള ഒരാളും ജൂനിയർ ആയിട്ടുള്ള ഒരാളും അവർ ബഡി കോപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനത്തിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത്. അത് ഭയങ്കര രസമാണ്. അവരുടെ ആ റാപ്പോ ഭയങ്കര രസമാണ്. അതാണ് ഏറ്റവും നല്ല സാധനം. ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ഡള്ളാണ് അതിനകത്ത്. എന്റെ പഞ്ചായിട്ട് അവർ കൊടുത്തേക്കുന്ന സസ്പെൻസ് ഞാൻ ഓൾറെഡി ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു തമിഴ് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ അത് തന്നെയാണ് ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ അത് എക്സ്പെക്ട് ചെയ്യത്തില്ലെന്നും വിചാരിക്കാൻ പാടില്ല. സെക്കൻഡ് ഹാഫ് ഒഴുകുമ്പോ തന്നെ സാധ്യതകളിലൊന്നും അതാണ്. നമുക്കറിയാം സാധ്യതകളിലൊന്നും ഇതാണ്. ഇത് എന്റെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സെയിം സാധനം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫീൽ. അപ്പൊ എനിക്ക് ഡൊമിനിക് ആൻഡ് ലേഡീസ് ബേർഡ്സ് കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ പോയിട്ട് താഴേക്ക് വന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ മോശം പടമല്ല, പക്ഷെ അത്ര സൂപ്പറും അല്ല. OTT വരും പറയും ചിലപ്പോൾ OTT വർക്കായിരിക്കും. സിമ്പിൾ സാധനമായിട്ട് ആൾക്കാർ കാണുന്നത് OTT വർക്കാവും. ആയിട്ട് ആ തമിഴ് പടം കണ്ടിട്ടില്ല. അത് തമിഴ് പടത്തിന്റെ പേര് പറഞ്ഞത് കാണുമ്പോഴേ ആൾക്കാർ അതിനെ കണക്ട് ചെയ്യണം. ആ പടത്തിന്റെ പേര് പറയാനും പറ്റത്തില്ല. ഇപ്പൊ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇപ്പൊ ആൾക്കാർക്കിടയിൽ അങ്ങനെ റീമേക്ക് ചെയ്യാൻ പാടില്ല ഇനി പടങ്ങൾ. കാരണം ഇപ്പൊ എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പൊ ഹിന്ദി സിനിമയ്ക്ക് ദൃശ്യത്തിന്റെ കേസിൽ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ദൃശ്യം ഇനി അടുത്ത പാർട്ട് ഇറങ്ങുമ്പോ എനിക്ക് തോന്നുന്നത് നാച്ചുറലി ഇനി ഹിന്ദിയിലോട്ട്. അതുകൊണ്ട് അവരത് ദൃശ്യത്തിന്റെ അടുത്ത പാട്ട് അജയ് ദേവ്ഗൺ വേറെ സ്റ്റോറി പിടിക്കാൻ പോകുന്നു. പുള്ളി റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഇതുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. പുള്ളിക്ക് ഏറ്റവും വലിയ സക്സസ് ഫ്രാഞ്ചൈസി ഒന്നാണ് പുള്ളിയുടേത്, ദൃശ്യം 1 ഉം 2 ഉം. പുള്ളിക്ക് ദൃശ്യം 2 തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റി. നമ്മളിവിടെ OTT റിലീസ് ചെയ്ത് പുള്ളി തിയേറ്റർ റിലീസ് ചെയ്ത് പുള്ളിക്ക് അതും ഹിറ്റ് അടിക്കാൻ പറ്റി. തേർഡ് വരുമ്പോഴത്തേക്ക് ഓൾറെഡി തേർഡ് പെട്ടെന്ന് വരുമെന്ന് പറയുന്നു. അവിടെ പുള്ളിക്ക് കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റുകൾ വേറെ കിടക്കുന്നു, പുള്ളിക്ക് ഉടനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ആലോചിക്കുന്നത് ഇതിൽ നിന്ന് വേറൊരു ട്വിസ്റ്റ് പിടിച്ചിട്ട് വേറൊരു സ്റ്റോറി ലൈൻ ചെയ്യാനുള്ള പ്ലാൻ നടക്കുന്നു. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഒറ്റ രീതിയിൽ പറയണം, നമ്മൾ ഒരുമിച്ച് റിലീസ് ചെയ്യും, അവിടെ അജയും ഇവിടെ ഇത് നടക്കുന്നില്ല. പക്ഷേ അതിന് തന്നെ മോഹൻലാൽ ഇറക്കുന്ന രീതിയിലാണ് ജിത്തു പറയുന്നത്. പക്ഷേ ജിത്തു അതിന് 2 പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വേറെ വലതുവശത്തെ കള്ളൻ വലിയൊരു പടം ഓൾറെഡി അനൗൺസ് ചെയ്തു. ജിത്തു അതിന് 2 പടം ഇതിനിടയ്ക്ക് വർക്ക് ചെയ്യാൻ കിടക്കും. പിന്നെ മമ്മൂക്കയുടെ കേസിൽ പുള്ളി ഇപ്പൊ റീസെന്റ് പുള്ളി കൊണ്ട് പറ്റാവുന്ന അത്രയും സിനിമകൾ അതിനോടുള്ളൊരു ആവേശം, ഒരു ആക്രാന്തം എന്ന് പറയുന്നത് ചെയ്യാന്നുള്ളൊരു മോഡ് വെച്ച്. പക്ഷെ എന്തുകൊണ്ടാണ് മമ്മൂട്ടി സിനിമകൾ ഒരു ബോക്സ് ഓഫീസ് ടെർബോ ഒക്കെ അങ്ങനെ ഇറക്കിയ പടമല്ലേ? ടെർബോ ഒക്കെ ഒരു മാസ് ചിലപ്പോൾ 50 കോടി കളക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ 100 കോടിയിലോട്ട് എത്താൻ പറ്റുന്ന ലെവലിൽ മാർക്കറ്റ് ചെയ്ത് ഒരു സൂപ്പർ സ്റ്റാർ പടം പോലെയല്ലേ ഇറക്കിയത്. പക്ഷെ അത് വർഷങ്ങളായിട്ട് പല സിനിമകളും പല നമ്പേഴ്സും ക്രോസ് ചെയ്യും. മമ്മൂട്ടി സിനിമകൾ മാത്രം നമ്പർ ക്രോസ് ചെയ്യുന്നതായിട്ട് എവിഡന്റ് ആയിട്ട് പറയുന്നില്ല. എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സംശയം അത്. ഇപ്പൊ മധുരരാജ മുതൽ ഇങ്ങോട്ട് പലത്, ഗ്രേറ്റ് ഫാദർ, മധുരരാജ, അങ്ങനെ കുറെ സിനിമകൾ മമ്മൂട്ടി പടങ്ങൾ, അതായത് പുലിമുരുകൻ 100 crore ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ ഫാൻ ഫൈറ്റ് നടക്കുന്ന സമയമായതുകൊണ്ട് മമ്മൂട്ടിയുടെ അടുത്ത പടം 100 ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് മമ്മൂട്ടി ഫാൻസിന്റെ ആഗ്രഹം. ശരിക്കും അതിനുശേഷം ഇതുവരെ മമ്മൂട്ടി ഒരു പടവും ആ 100 crore ക്രോസ് ചെയ്തില്ല. ഞാൻ കണക്ക് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങും കാണാൻ പറ്റുന്നില്ല. എല്ലാ പടങ്ങളും 80 വരെ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ സ്ക്വാഡ്, ഭീഷ്മപർവ്വം ഒക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. പല പടങ്ങളും ആ ബോക്സ് ഓഫീസ് ആ സമയത്ത് 100 crore എത്തിയെന്ന് ആദ്യം ന്യൂസ് വരും. ഇതിവർ ക്രിയേറ്റ് ചെയ്ത് പറയുന്നതാണെന്നും അതല്ല ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് താറടിക്കാൻ വേണ്ടി പറയുന്നത്, അങ്ങനെ പലതുണ്ട്. മമ്മൂട്ടി ഇതിനൊന്നും തല്ലല്ല. കാരണം മമ്മൂട്ടി ഇതിനെപ്പറ്റി മിണ്ടാറില്ല. പുള്ളി എപ്പോഴും ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പടം എടുക്കും, 100 കോടിക്കല്ല വേണ്ടിയല്ല എന്നുള്ള രീതി പുള്ളി സേഫ് ആയിട്ട് ഗെയിം കളിക്കുക ചെയ്യുന്നു. ഇപ്പോഴും അങ്ങനത്തെ ഫാൻസ് ഉണ്ടാ മമ്മൂട്ടി? പണ്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇപ്പോഴും സജീവമാണ്. ആൾക്കാർ തമ്മിൽ അടി ഇപ്പോഴും ഉണ്ട്. അത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ മമ്മൂട്ടിയെ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത സുഡു, മമ്മൂട്ടി സപ്പോർട്ട് ചെയ്ത സുഡാപ്പി, മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത സംഗി, ഇങ്ങനെയുള്ള വേറെ രീതിയിലുള്ള പല സാധനങ്ങൾ പോകും. ജനുവരിയിലെ ഐഡന്റിറ്റി ശരിക്കും എനിക്ക് വർക്കാവുന്ന ഒരു പടം. അവരുടെ കണക്കിലും പ്രൊഡ്യൂസേഴ്സ് കണക്കിലും ആ പടം ഫ്ലോപ്പ് ആവേണ്ടതാണ്, ഹിറ്റ് അല്ല. പക്ഷെ ടൊവിനോ മാക്സിമം സപ്പോർട്ട് ചെയ്തു, റെമ്യൂണറേഷൻ മൊത്തം വാങ്ങിച്ചിട്ടില്ല, പ്രൊഡ്യൂസർ തന്നെ സേഫ് ആക്കിയെന്ന് പിന്നീട് എന്റെ പ്രൊഡ്യൂസർ പറയുകയും ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഭയങ്കര ഹൈപ്പിൽ വന്നപ്പോഴാണ് ആർക്കാണ് ഈ 30 കോടി കിട്ടിയത്? ആരാണ്? അറിയത്തില്ല. 30 കോടി ബജറ്റ് എന്നല്ല പറഞ്ഞേ, 30 കോടി ബഡ്ജറ്റ് ചെലവാക്കിയ കാശാണല്ലോ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ് 30 കോടി ബഡ്ജറ്റ്. വിക്കിപീഡിയൊക്കെ ഞാൻ ഇപ്പൊ എടുത്ത് നോക്കി 18 കോടി അങ്ങാണ്ട് എഴുതിയിട്ടുള്ളത്. ഒരു സെക്കൻഡ്, 12 കോടി എഴുതി. സത്യമായിരിക്കും അനീസിക്കാണ്, സത്യമായിരിക്കും. അല്ല അതല്ല, ഞാൻ വേറൊരു സോഴ്സിൽ നിന്ന് ഞാൻ എടുത്തിട്ട് നമ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കട്ടെ. എന്നിട്ട് ഇവര് പറഞ്ഞേക്കുന്ന കളക്ഷൻ 18 കോടി വന്ന കളക്ഷൻ 18 കോടി വന്നാൽ ഷെയർ അത്രയും വരത്തില്ല. അപ്പൊ 50 കോടി പടം അല്ലായിരുന്നു. ചുമ്മാ നമ്പേഴ്സ് ഒക്കെ വെച്ച് പോസ്റ്റ് കണ്ടു കാണും, പക്ഷെ അത്രയൊന്നും വന്ന് കാണാൻ യാതൊരു സാധ്യതയില്ല. കോയ്മോയ് എന്ന് പറഞ്ഞിട്ടൊരു ബോളിവുഡ് നമ്പേഴ്സ് റിപ്പോർട്ട് ഇങ്ങനെയുള്ള പേജുകളൊക്കെ എനിക്കൊന്നും നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഇപ്പൊ അവര് പറഞ്ഞേക്കുന്നത് ഐഡന്റിറ്റി 12 കോടി ബജറ്റ് എന്നാണ്. അപ്പൊ എല്ലായിടത്തും പല പല പ്രശ്നങ്ങളാ. ലൂസിങ് 1.44. അയ്യോ, ഇത് നമ്പേഴ്സും തമ്മിൽ അങ്ങോട്ടൊന്നും ടാലി ആവുന്നില്ല. പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ? ഇത് പറഞ്ഞപ്പോ ഇന്ത്യയിൽ നിന്നും ബോക്സ് ഓഫീസ് 10.29 crores കളക്ട് ചെയ്തു. ഓവർസീസ് 6.95 കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. റഫ്ലി 18 കോടി അതിന്റെ ടോട്ടൽ കളക്ഷൻ ഒരു റൂമറുണ്ട്. പക്ഷെ അത് വെച്ചിട്ടൊന്നും ആ പടം സേഫ് ആവത്തില്ല. 10 കോടി രൂപ ഇത് തിയേറ്റർ മാത്രല്ലേ, പിന്നീട് ഈ പറഞ്ഞ പോലെ OTT ഈ 18 കോടി രൂപ വരുമ്പോഴും പ്രൊഡ്യൂസർക്ക് 3-4 രൂപ വരത്തുള്ളായിരിക്കും. നമ്മൾ എങ്ങനെ നോക്കിയാൽ ഇതിന്റെ റഫ് കണക്ഷൻ വരുമ്പോൾ അത് പ്രൊഡ്യൂസറുടെ വിഷമം എന്ന് പറഞ്ഞാൽ കൂടുതൽ കാശ് കിട്ടുന്നില്ല. 5-6 രൂപ. പിന്നെ ഈ പറയുന്ന അതിന്റെ C5 ആണെന്ന് എടുത്തു, C5 ആണെന്ന് എടുത്തു. അവരെന്ത് കൊടുക്കുന്നു അനുസരിച്ചിരിക്കും പിന്നെ ഇതിന്റെ ലാഭം. ഇപ്പൊ പല സിനിമകളും തിയേറ്ററിൽ നല്ല സേഫ് ആകുന്നത് അതിന്റെ ടോട്ടൽ ബിസിനസ് ഒക്കെ നടന്ന് എങ്ങനെയെങ്കിലും സേഫ് ആയാലേ ഉള്ളൂ. അവരുടെ കണക്കുള്ള കാരണം ജനുവരിയിൽ ഏറ്റവും സേഫ് പടം രേഖാചിത്രമാണ്. ജനുവരി ഞാൻ ഒറ്റ സിനിമയെ സേഫ് ആയിട്ടുള്ള അവർ പറയുന്നത്, തിയേറ്ററിൽ സേഫായ രേഖാചിത്രം. ഞാൻ മൊത്തം നമ്മൾ ആ ഒരു ഡീപ്പ് ഡൈവ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ ഈ കോയ്മോയ് വെബ്സൈറ്റ് നോക്കി ആ നമ്പേഴ്സ് വെച്ചിട്ട് ആകെ മൊത്തം സംഭവങ്ങൾ റിസർച്ച് ചെയ്യാതെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന തെണ്ടികൾക്ക് റിസർച്ച് ചെയ്തൊരു മാതൃകാ പുരുഷോത്തമനാവുകയാണ് റിൻഷാദ്. സ്പ്രെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്പ്രെഡ്ഷീറ്റ് ഒന്നും നോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എല്ലാ വീക്കെൻഡും ഇവിടെ ഓടി വരണം. അപ്പോൾ ഇതിൽ 4, അതായത് ഇപ്പോഴത്തെ ഈ വിഷു ചിത്രങ്ങൾ ഓടുന്ന അല്ലാതെ മൊത്തം ഉള്ളത് എന്ന് പറഞ്ഞാൽ 4 പടങ്ങൾ ഹിറ്റായി എന്നാണ് പറയുന്നത്. 4 പടങ്ങൾ സൂപ്പർ ഹിറ്റ് അടിച്ചു എന്നാണ് പറയുന്നത് ഓഫ് ഈ 70 സിനിമകൾ ഇറങ്ങിയതിൽ. അപ്പൊ അതിനകത്ത് ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ, അത് തിയേറ്ററിൽ അത് മൊത്തം 5x കളക്ട് ചെയ്തു. 5x കളക്ട് ചെയ്തു. അതായത് ബജറ്റിന്റെ 5 മടങ്ങ് കളക്ട് ചെയ്തു തിയേറ്ററിൽ നിന്നാണ് ഇവര് പറയുന്നത്. ഇവരുടെ നമ്പേഴ്സ് പറയുന്നത്. പല സൈറ്റുകളും പലതാണ്. ഈ പല സൈറ്റുകളും ഒഫീഷ്യൽ സൈറ്റുകൾ നമ്മൾ പറയുന്നത് അതായത് വർഷങ്ങളായിട്ട്. ഇപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്ര 70-75 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 75 എപ്പിസോഡും സിനിമയാ ചെയ്തത്. സിനിമ മാത്രം ചെയ്തെങ്കിൽ കുറെ ആൾക്കാരുടെ മനസ്സിൽ നമ്മൾ ഒതന്റിക് ആയിട്ട് സിനിമയെ പറ്റി പഠിച്ച് പറയുന്ന ആൾക്കാർ, നമ്മൾ ഇപ്പോഴും പറയുന്ന ഇത് നമ്മൾ പഠിച്ച് പറയുന്നതല്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ കണ്ണിൽ, എൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പഠിച്ചു പറയാന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പഠിച്ചു പറയുന്ന സിനിമയുടെ കാര്യങ്ങൾ എനിക്ക് ഞാൻ പലയിടത്തുനിന്ന് വായിക്കുന്നത്. പഠിക്കാൻ താല്പര്യം അതല്ലേ അതെന്താന്ന് വെച്ചാൽ ഒരു സാധാരണ പ്രേക്ഷകന്റെ മനസ്സിലുള്ള ചിന്തകളാണ് ഈ മൈക്ക് വഴിയും കൂടെ വരുന്നത്. ഇപ്പൊ ഒരു റിവ്യൂവർ, ഇപ്പൊ അശ്വന്ത് കോക്ക് ആൾക്കാരുടെ പലരുടെ ഒതന്റിക് റിവ്യൂവർ ആണ് അശ്വന്ത് കോക്ക്. അശ്വന്ത് കോക്ക് പറഞ്ഞാൽ സിനിമ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അശ്വന്ത് കോക്ക് പറഞ്ഞ് ബ്രൊമാൻസ് എന്ന് വെച്ചാൽ ഇതുപോലൊരു കിടിലം പടം, പിള്ളേരുടെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ നിന്ന് വെറുത്തിട്ട് മൈരുന്ന് രൂപ പടം എനിക്ക് തോന്നിയ പടം ബ്രൊമാൻസ്. മാത്യു അർജുൻ കോക്കർ പറഞ്ഞ മാത്യുവിന്റെ ബെസ്റ്റ് കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. എനിക്ക് മാത്യു ഭയങ്കര ഓവറായിട്ടും വെറുപ്പിക്കലായിട്ട് തോന്നിയ പടമാണ് റൊമാൻസ്. ത്രൂ ഔട്ട് പ്രേമലുവിന്റെ ഒപ്പം നിൽക്കുമെന്ന് പുള്ളി പറഞ്ഞത്. പുള്ളിക്കെതിരെ അതിന്റെ അടിയിൽ ആൾക്കാർ വന്നിട്ട് ചീത്തവിളി ഉണ്ടായിരുന്നു, കണ്ടിട്ടുള്ള ആൾക്കാർ. പുള്ളിയുടെ മോശം, പുള്ളി കാശ് വാങ്ങിക്കുന്ന രീതിയിൽ വന്ന പുള്ളി 2 തവണ എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ. ഇതിന് മുന്നേ ഒരു പടത്തിന് വർഷങ്ങൾക്ക് ശേഷം പുള്ളി പറഞ്ഞു എന്റെ അടുത്ത് അർഷദ് പറഞ്ഞ റൊമാൻസ് നല്ല പടമാണ്, നിങ്ങൾ OTT വരുമ്പോൾ കണ്ടു. എനിക്ക് ഒട്ടും വർക്കാവാത്ത പടമാണ്. അത് നമ്പർ എനിക്ക് ഡൗട്ട് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി കണക്ക് വിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിന് അത്ര അതിന് കളക്ഷൻ ഇല്ല. പകുതി മാത്രമേ വന്നിട്ടുള്ളൂ, ഷെയർ വന്നിട്ടുള്ളായിരുന്നു. പകുതി ഷെയർ വരുമ്പോൾ 2-3 കളക്ഷൻ വന്നിട്ടുണ്ട്. 5 times കളക്ഷൻ എനിക്ക് അറിയത്തില്ല വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഡേറ്റ മോശമായിരിക്കും. അവർ പറയുന്ന ബജറ്റ് കണ്ട് 3 crore ഇവിടെ അതാ പറഞ്ഞ ഇത് ഒഫീഷ്യലി, അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കണക്ക് പുറത്തു വിടുവാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ കണക്ക് ഒരു വിധം നമുക്കറിയാം, അത് ക്ലിയർ ആയിരിക്കുന്നത്. ഇനി കേരള ബോക്സ് ഓഫീസിന്റെ എന്തെങ്കിലും ഒതന്റിക് ആയിട്ട് തിയേറ്റേഴ്സ് അസോസിയേഷനോ അവർ തിയേറ്റർ കളക്ഷൻ പുറത്തുവിട്ടാൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഈ ആക്ടേഴ്സ് അവരുടെ ഉത്തരവാദിത്തം എടുത്ത് പുറത്തുവിട്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവർക്ക് ആർക്കും ഇത് പുറത്തു വിടണം, സത്യത്തിൽ അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം ഒന്ന് കുറവാണെങ്കിൽ അവരുടെ മാർക്കറ്റിനെ ബാധിക്കും, കൂടുതലാണെങ്കിൽ ഇൻകം ടാക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ വരും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്ന അവർക്ക് താല്പര്യം. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് സ്റ്റാൻഡപ്പിന്റെ കണക്കുകൾ പുറത്തു വിടുന്നുണ്ടോ? ഇല്ല, കാരണം നമുക്ക് കഴിഞ്ഞ ഷോസിലൊക്കെ എന്തോ ടിക്കറ്റ് നമുക്ക് നാണക്കേടാ.
ജനുവരിയിൽ ഭയങ്കര ഹൈപ്പിൽ വന്ന വേറൊരു പടമാണ് ട്രാവൻകൂർ ഷാപ്പ് എന്ന് പറയുന്നത്. കാരണം അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ബാനറിൽ വരുന്ന പടങ്ങളൊക്കെ ഭയങ്കര ഹൈപ്പാണ്. ആൻഡ് ബേസിൽ ജോസഫിന്റെ കരിയറിൽ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് വന്നതാണ്. ട്രാവൻകൂർ ഷാപ്പ് കണ്ടായിരുന്നു? തിയേറ്ററിൽ OTT വന്നിട്ട് കണ്ടില്ല. OTT വന്നില്ല, ഇത് OTT വന്നിട്ടുണ്ടല്ലോ, സോണി ലിവിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആ പടവും പ്രോപ്പറായിട്ട് വർക്ക് ആയില്ല. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടം തന്നെ, അതൊരു ഫൺ മോഡും അതിന്റെ കൂടെ. ഞാൻ ഈ സോണി ലിവ് സബ്സ്ക്രിപ്ഷനില്ല, അപ്പൊ ഞാൻ സോണി ലിവിൽ 2-3 പടം കൂടെ വന്നിട്ട് എയർടെലിന്റെ എക്സ്ട്രീം പ്ലേയില് ചില പല ഇതിനകത്തുള്ള കണ്ടന്റ് അതിനകത്ത് കിട്ടുന്നു. അത് അത്യാവശ്യം ഇനീഷ്യൽ ബുള്ളും കളക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജനുവരിയിൽ ഇവരിറക്കിയ ലിസ്റ്റിനകത്തുനിന്ന് അവരെ വന്ന ആകെ വർക്കായ ഒരു പടം രേഖാചിത്രമാണ്. കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ പ്രൊഡ്യൂസർ ഷെയർ സേഫ് ആയിട്ട് വന്നത്. രേഖാചിത്രം നല്ല പടമാണ്. രേഖാചിത്രം നല്ല പടമായിരുന്നു, അടിപൊളി സൂപ്പർ പടം. രേഖാചിത്രം എല്ലാവർക്കും നല്ല പടം. ആൾക്കാർക്കും, അതായത് എല്ലാ ടൈപ്പ് കേറ്റർ ചെയ്ത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ. പിന്നെ അതിന്റെ പുതിയൊരു സാധനമായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഫ്രഷ് സാധനം തന്നതാണ് രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോ ഡയറക്ടറിൽ, ജോഫിൻ ടി ചാക്കോ പ്രീസ്റ്റിന്റെ ഡയറക്ടറാണ്, മമ്മൂട്ടി വെച്ച് ചെയ്തത്. പുള്ളി മമ്മൂട്ടി ഇതിനകത്ത് ഓക്കെ പറഞ്ഞത് മുന്നോട്ട് പോകത്തുള്ള രീതി ആദ്യമേ ഒരു സംഭവം ഇട്ടായത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മമ്മൂട്ടിയുടെ ഗമ്യം ഉണ്ടാവാം, മമ്മൂട്ടി ഗസ്റ്റ് റോൾ ആണോ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ മമ്മൂട്ടിയുടെ പേരിനെയും മമ്മൂട്ടിയുടെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ ആണ് ശരിക്കും വേണ്ടത്. പക്ഷെ ശരിക്കും ഒരു ആക്ടറിനെ വെച്ചിട്ട് ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. അതായത് മമ്മൂട്ടിയൊക്കെ ഡ്യൂപ്പൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ, പുള്ളി മമ്മൂട്ടിയെ പോലൊക്കെ വേഷം കിട്ടുന്ന ഒരാൾ, അയാളാണ് മമ്മൂട്ടിക്ക് വേണ്ടി ആകാൻ വേണ്ടി ബോഡി ഡബിളിൽ നിന്നത്. ആ ലുക്ക് കൊടുത്തിട്ട് പിന്നെ വെച്ചിട്ട് രൂപം ചേഞ്ച് ചെയ്യുക ചെയ്തു. പക്ഷെ അത് ശരിക്കും വർക്കായ പടം, നല്ല ത്രൂ ഔട്ട് ഇമോഷണലാണെങ്കിലും ത്രില്ലിംഗ് മൊമെന്റുകളാണെങ്കിലും എല്ലാം വർക്കായ പടം. രേഖാചിത്രം അടിപൊളി പടമായിരുന്നു. ഈ വർഷത്തെ ശരിക്കും ജനുവരി റിലീസ്. ആസിഫ് അലിയുടെ വർഷത്തെ ആദ്യത്തെ സിനിമ ആസിഫിന്റെ ഈ വർഷത്തെ ആദ്യത്തെ പടം. ആസിഫിൽ രണ്ടാമത്തെ ഇപ്പൊ വരുന്നേ ഉള്ളൂ. ഏതാ? ആഭ്യന്തര കുറ്റവാളി അല്ലേ? വേറെ ചെയ്തിട്ടില്ല. ആസിഫിൽ വേറെ പടം ചെയ്തതായിരുന്നു, ഓർക്കുന്നില്ല. ഈ വർഷത്തെ ഏറ്റവും നല്ല ടേക്കുകളൊന്നും ശരിക്കും രേഖാചിത്രം തന്നെയാണ്. അതായത് അത്രയും നല്ലൊരു സിനിമ നമുക്ക് വന്നത് ഈ വർഷം. അത് അടിപൊളി പടമായിരുന്നു രേഖാചിത്രം. പിന്നെ ഏതായിരുന്നു ജനുവരിയിൽ ഉണ്ടായിരുന്നത്? ഒരു ജാതി ജാതകം ജനുവരിയിൽ പടം. പൊന്മാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ജനുവരി ലാസ്റ്റ് വന്ന പൊന്മാനും ഒരു ജാതി ജാതകം. ഒരു ജാതി ജാതകം ഞാനും തിയേറ്ററിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ താഹേനെ കാണാൻ ഓർമ്മ വരും അല്ലേ? പക്ഷെ അതിനേക്കാള് വിനീത് ശ്രീനിവാസൻ ഒരു പഴയ മോഡൽ പടം. അതായത് നമ്മള് പണ്ട് പക്ഷേ ഒരു സെറ്റ് ഓഫ് നായകന്റെ പ്രശ്നങ്ങൾ അവസാനം സോൾവ് ആവുന്ന ഒരു സാധനം. അത് പക്ഷേ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്, ഫണ്ണായിട്ട് തന്നെ നല്ല രസമായിട്ട്. എനിക്ക് തിയേറ്ററിൽ നടപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷെ അതിനെതിരെയുള്ള ക്രിട്ടിക്കലി ആരോപണം വന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സിനിമ പിടിക്കുമ്പോൾ നമ്മൾ, എനിക്ക് ആക്ച്വലി അതിൽ വിനീത് ശ്രീനിവാസന്റെ ആക്ടിങ് കുറച്ച് ഓവർ ദ ടോപ്പ് അങ്ങനെയാണ്. ഓവറാണ് ആ ക്യാരക്ടർ, ഭയങ്കര ഓവറാണ്. മംഗലത്ത് അജേഷ് ഭയങ്കര ഓവറാണ് ആ ക്യാരക്ടേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചില ആൾക്കാർ അങ്ങനെയാണ് എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. സിനിമയല്ലേ, മനുഷ്യനെ നമ്മൾ നേരത്തെ അടൂർ ഗോപാലകൃഷ്ണ പടങ്ങൾ സാധാരണ ജീവിതത്തിൽ താഴെ ഒഴുകുന്നു, ഈ പടം സാധാരണ ജീവിതത്തിൽ മുകളിൽ ഒഴുകുന്ന പടങ്ങളാണ്. അവസാനം ബാബു ആന്റണി എനിക്ക് രസമായിട്ടൊന്നും, ഞാൻ തിയേറ്ററിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നതും വലിയ ഹിറ്റൊന്നും അല്ല, ആവറേജ് ഹിറ്റായിരുന്നു. തിയേറ്റർ ഷെയർ നോക്കി ലാഭം ഉണ്ടായി കാണത്തില്ല. കാരണം ജനുവരിയിലെ 110 കോടി നഷ്ടത്തിൽ ഒരു ജാതി ജാതകത്തിന്റെ പൈസയും ഒക്കെ വരും. പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞൊരു കാര്യം, ഡൊമിനിക്കും പൊന്മാനും ഒരു ജാതി ജാതകവും ഒക്കെ ടോട്ടൽ ബിസിനസ്സിൽ പ്രൊഡ്യൂസറിനെ സേഫ് ആക്കി അവർ പറഞ്ഞു. അതായത് തിയേറ്റർ കളക്ഷൻ കൂടാതെ അതിന്റെ ബാക്കിയുള്ള ബിസിനസ്സുകൾ നോക്കുമ്പോൾ അപ്പൊ അവ സ്റ്റാർ ഇവരുടെയൊക്കെ പ്രശ്നം വരുന്നത്. പൊന്മാനും തിയേറ്റർ കളക്ഷനിൽ സേഫ് അല്ലായിരുന്നു. ഇവർ തിയേറ്ററിന്റെ അത്രയും നല്ല സിനിമ തിയേറ്ററിലോടെ. പൊന്മാൻ നല്ല സിനിമയാണ്. പൊന്മാൻ ബേസിലിന്റെ ഏറ്റവും ബെസ്റ്റ്, എന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. കാരണം ബേസിലിന് വളരെ ഡിഫറെന്റ് ആയിട്ട്, വലിയ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ബേസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ബേസിൽ നമുക്ക് കിട്ടി. പിന്നെ ആ പടത്തിന്റെ എല്ലാ എലമെന്റുകളും വർക്കായി. ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല ആൾക്കാർക്ക്. ഇപ്പൊ മരിയാനോ എന്നുള്ള അമ്പാന്റെ ക്യാരക്ടർ, സജിൻ ഗോപുവിന്റെ ക്യാരക്ടർ, പിന്നെ ആനന്ദ് മന്മഥന്റെ ക്യാരക്ടർ ഒക്കെ രസമുള്ള ക്യാരക്ടേഴ്സ്. പിള്ളേര് ദീപക് പറമ്പോൾ, പിന്നെ അമ്മ രണ്ടമ്മ ക്യാരക്ടേഴ്സ്, ആ പെൺകുട്ടി ലിജോ മോള്, ഒരു ചേച്ചി അല്ലെങ്കിൽ അനിയത്തിയായിട്ട് ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവര് സീനിൽ അവരുടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും എല്ലാ സീനും നന്നായിട്ട് എഴുതി ഉണ്ടാക്കിയ. പിന്നെ സ്റ്റോറി അത്യാവശ്യം നല്ല എഴുതിയ സ്റ്റോറിയാണ്. സ്റ്റോറി ഹിന്ദു ഗവൺമെന്റ് 4-5 ചെറുപ്പക്കാരെ നല്ല പടം. പക്ഷെ കേരള ബോക്സ് ഓഫീസ് ഷെയർ പ്രൊഡ്യൂസറിനെ മീറ്റ് ചെയ്യാത്ത പടമായിട്ട് അവർ പറയുന്നത്. പക്ഷെ ടോട്ടൽ ബിസിനസ്സിൽ പൊന്മാൻ ലാഭമായി. മനസ്സിലായി. പ്രൊഡ്യൂസേഴ്സിന്റെ ഷെയർ എന്ന് പറയുമ്പോൾ പുള്ളി ഇറക്കിയ കാശിന്റെ മേളിൽ വരണം എന്നാണ് അവരുടെ എക്സ്പെക്ടേഷൻ. തിയേറ്ററിൽ വരുന്നതാണല്ലോ ആദ്യത്തെ പടം ലാഭമാവുന്നതിന്റെ ഫസ്റ്റ് മെത്തേഡ് ആണല്ലോ. കാരണം ഇപ്പൊ പല പടങ്ങളും മുൻകൂട്ടി ബിസിനസ് ആവുന്നില്ല, സാറ്റലൈറ്റും ഡിജിറ്റലും. ആ പടത്തിന്റെ തിയേറ്റർ
വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ ബാക്കിയുള്ള റേറ്റ് കൊടുക്കുന്നത്. അപ്പം പടം അത്യാവശ്യമായിട്ട് തിയേറ്ററിൽ ഹിറ്റ് ആവണം, എന്നാലേ ബാക്കിയുള്ള റേറ്റ് നല്ല റേറ്റ് വിറ്റ് പോകത്തുള്ളൂ. അപ്പം ആദ്യം പടം സേഫ് ആവേണ്ടത് തിയേറ്ററിൽ തന്നെയാണ്. ഇനി അഥവാ മറ്റേടത്ത് പോയാലും അതിന് കിട്ടുന്നതിന് ഇപ്പോഴും സ്ലാബിൽ തന്നെ അവർ കൊടുക്കുന്നത്. അതായത് ഇപ്പം ഫഹദ് ഫാസിലിൻ്റെ പടത്തിൽ റേറ്റ്, മമ്മൂട്ടിയുടെ പടത്തിന്, മോഹൻലാലിൻ്റെ പടത്തിൽ റേറ്റ്, അങ്ങനെ ഓരോ സ്ലാബിൽ തന്നെയാണ് ഡിജിറ്റൽ റേറ്റ്സും OTT പോകുന്നത് ഇപ്പോഴും. അപ്പോൾ ആ പടത്തിന് തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഷെയർ വരുന്ന എപ്പോഴും നല്ലത്. പക്ഷെ അതിനെ മാത്രം ബേസ് ചെയ്ത് പടം പൊട്ടി അങ്ങനെ പറയാൻ പാടില്ല, റൈറ്റ്? അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. ഇല്ല, അതൊരു പോയിന്റ് അല്ലേ. കുഞ്ചാക്കോ ബോബൻ റീസെന്റ് പറഞ്ഞു ഇതിനെ കുറിച്ച്. അവിടെ ഫെബ്രുവരി വന്നപ്പോഴത്തേക്ക് ഫെബ്രുവരി കുറെ പടങ്ങൾ റിലീസ് വന്നു. ഫെബ്രുവരി ഓഫീസർ ഓൺ ഡ്യൂട്ടി നന്നായി പെർഫോം ചെയ്തു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കണക്ക് പുറത്ത് വിട്ടിട്ട് പറഞ്ഞു ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി നഷ്ടത്തില്ല. അതെന്ത് വർത്താനം പറയുന്നത്? ശരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി അപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്. കേരള ബോക്സ് ഓഫീസ് ഷെയർ ഇത്തിരി ഡൗൺ ആണെന്ന് അവർ പറഞ്ഞത്. അതായത് 13 കോടി രൂപ 12 കോടി അങ്ങനെ പടത്തിന്റെ ബഡ്ജറ്റ്, അതിന് 5-8 വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഓവർസീസ് അത് ഓടുന്നുണ്ട്, ഓവർസീസിൽ നല്ല വരുമാനം വരുന്നുണ്ട് അതിന്. അപ്പോൾ ഒരു പടം ഫുൾ ബിസിനസ് ആകുന്നതിന് മുന്നേ ഒരാളെ താറടിച്ച് കാണിക്കുന്നതിൽ കുഞ്ചാക്കോ ബോബനെ ചെയ്തു എന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അത് പുള്ളിയുടെ ബ്രാൻഡ് വാല്യൂനെ ആണല്ലോ ബാധിക്കുന്നത്. അത് പുള്ളി പറഞ്ഞ ശരി പ്രവണത തന്നെയാണ്. കൊഞ്ചക്കോവൻ അസോസിയേഷൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി അടിപൊളി പടം. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫെബ്രുവരിയിൽ ഏറ്റവും നല്ല പടങ്ങളാണ്. വിശാഖ് നായരുടെ തിരിച്ചുവരവ് അല്ലേ, ഭയങ്കര കിടിലൻ തിരിച്ചുവരവ്. നല്ല നല്ല വില്ലന്മാരുള്ള പടം. കഴിഞ്ഞ വർഷം പണി പോലെ തന്നെ ഈ വർഷം പിള്ളേരുടെ പെർഫോമൻസിൽ ആ പിള്ളേരെല്ലാം രസമായിരുന്നു. പെൺകുട്ടികളും അതും ഒരു ഇൻസിഡന്റിൽ നിന്നാണ് ഇത് മൊത്തം വരുന്നത് പറയുമ്പോ അതൊരു ആ പടം ഓൺലൈനിൽ വന്നിട്ടില്ല, ആൾക്കാർ കണ്ടിട്ടില്ല. മ്യൂസിക് ഭയങ്കര അടിപൊളിയാണ്. മ്യൂസിക്കില് കുറെ എനിക്ക് തോന്നുന്നു ആ സിനിമ എലിവേറ്റ് ചെയ്ത മ്യൂസിക് നല്ലൊരു റോൾ പ്ലേ ചെയ്തു. അതിന് നല്ല റിവ്യൂ വന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെയും ഒരു സിനിമയ്ക്കകത്ത് മറ്റേ പ്രഗ്നന്റ് വുമൺ ആദ്യം അതുപോലെ കുറെ സാധനങ്ങൾ, അതായത് ഇവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ആരൊക്കെയോ പറയുന്ന ഈ ചട്ടക്കൂടിനകത്ത് നിൽക്കണം എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അത് ഇന്റലിജന്റ് ആയിട്ട് കാണുന്ന ആൾക്കാർ ബ്രേക്ക് ചെയ്യുമ്പോ തന്നെയാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ടെന്നേ, നിങ്ങൾക്ക് ഈ സാധനത്തിനകത്ത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അനീസിക്കാരെ പറ്റി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും. കറക്റ്റ് എന്നുള്ള പോയിന്റ്, കറക്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന വിമർശനങ്ങൾ ആ പടത്തിന് വന്നാൽ, പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടി നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ നല്ലൊരു പടം തന്നെയായിരുന്നു. ഷാഹി കബീറിന്റെ റൈറ്റിംഗിൽ ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പാനിഷ് ആദ്യം സ്പാനിഷിൽ എന്താ പറയൂലേ ആ പാട്ടില്? ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്ത് പാട്ടിന്റെ കാര്യമാണ് നീ പറയുന്നത്. ഫെബ്രുവരി വന്ന ഈ പറഞ്ഞ ഈ ബൾക്കായിട്ട് റിലീസായ പടങ്ങളിൽ കൊടുത്തത് ദാവീദ്, ബ്രൊമാൻസ്, പൈങ്കിളി, ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്ന പടങ്ങളാണ്. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടത് പൈങ്കിളി തന്നെയായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന റിവ്യൂവേഴ്സ് ബുക്ക് ചെയ്ത് ബ്രൊമാൻസിനെ ആയിരുന്നു. ദാവീദ് കമ്പാരിറ്റീവ്ലി എങ്ങും എത്താതെ പോകും ചെയ്തു. ദാവീദും എനിക്കൊന്ന് തിയേറ്റർ ഷെയർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കത്തില്ല. ഇനി OTT വെച്ച് സേഫ് ആക്കിയെന്ന് അറിയത്തില്ല. ദാവീദ് റീസെന്റ് ഞാൻ OTT കണ്ടു. എനിക്ക് അതിലെ വില്ലന് ഭയങ്കര പ്രസൻസ് കേട്ടോ. വില്ലൻ ശരിക്കും ഫൈറ്റർ ആണെന്ന് തോന്നുന്നു. അത് പുള്ളിയുടെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇവര് ആ ബോക്സിങ്ങിന് ഒരു വേൾഡ് ചാമ്പ്യന് കൊടുക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. അല്ലെങ്കിൽ പുള്ളി ട്രാവൽ ചെയ്യുമ്പോൾ പുള്ളിയുടെ ഭാര്യയും മാനേജറും മാത്രമായിരിക്കില്ല ട്രാവൽ ചെയ്യുന്ന, ഒരു ക്രൂ പുള്ളിയുടെ കൂടെ കാണും. പിന്നെ അതുപോലെ ഒരു മാച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു എൻവയോൺമെന്റ് ഉണ്ട്. ഇത് കലൂര് സ്റ്റേഡിയത്തിന് അപ്പോൾ ഒരു വേൾഡ് ചാമ്പ്യന് കൊടുക്കേണ്ട ഹൈപ്പ് അങ്ങനെ അവർക്ക് കുറച്ച് ഡ്രോപ്പ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അല്ലാതെ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ വില്ലൻ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അല്ലാതെ കുറെ എലമെന്റ്സ് അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. റിവ്യൂ മിക്സഡ് ആയിട്ടാണ് പോയത്. ആൾക്കാർക്ക് ബോക്സിംഗ് സ്പോർട്സ് പടം എന്നുള്ള രീതിയിൽ വർക്ക് ആവേണ്ടവർക്ക് വർക്ക് ആവും എന്നുള്ള രീതിയിലാണ്. ഇല്ല, പക്ഷെ അങ്ങനെ സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ ഒരു വേൾഡ് ചാമ്പ്യന് കൊടുത്തേക്കുന്ന ഒരു ഹൈപ്പ് കാണുമ്പോൾ മലയാള സിനിമയിൽ എന്തൊക്കെയോ പോരായ്മകൾ ഫീൽ ചെയ്യും. പോരായ്മകൾ പോലെ തന്നെ വന്നു പോയി. എനിക്ക് ഭയങ്കര ആ സീസണിൽ ഇറങ്ങിയത് എനിക്ക് ഭയങ്കര രസമല്ലേ സിനിമ. പക്ഷെ നീ തിയേറ്ററിൽ കാണാൻ നമുക്കത് പറയാനും പറ്റത്തില്ല. തിയേറ്ററിൽ അന്ന് വർക്ക് ആകും എന്നുള്ളതാണ്. തിയേറ്ററിൽ കണ്ട സിനിമയാണ്. നീ ഭയങ്കര തിയേറ്ററിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചായിരുന്നു. അത് കഴിഞ്ഞ OTT രണ്ടാമതും ഞാൻ കണ്ടു. ദേവനാണ് OTT കണ്ടുവന്നത്. ഭയങ്കര മിസ്സായെന്ന് പറഞ്ഞു. എനിക്ക് സജിൻ ഗോപുവിന്റെ പെർഫോമൻസ് അതില് അടിപൊളിയല്ലേ. പുള്ളി ആ ക്യാരക്ടർ എന്താണോ ക്യാരക്ടർ എഴുതി കണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല അതിന്റെ തുടക്കം പുള്ളിയുടെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പരിപാടിയാണ്. കേരളത്തിലെ പകുതിയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത പടം ധൈര്യമായിട്ട് പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ലേ കുഴപ്പമൊന്നുമില്ല.
പുള്ളിയുടെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്തു. ഞാൻ ഇതുവരെ കണ്ടു എന്ന് പറയാം. ഞാൻ മറ്റേ അമ്മമാര് ബൈക്കിൽ ഒരുത്തനെ കൊന്നിട്ട് ഓടും, തിരിച്ചു വരും. അതൊക്കെ എന്ത് കരഞ്ഞോണ്ട് ഒരു പുള്ളി. മനോരമ മാക്സിലുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർക്ക് അധികം കാണാൻ പറ്റുന്നത്. മനോരമ മാക്സ് അത്ര പോപ്പുലർ OTT അല്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ മാക്സിന്റെ ചില കണ്ടന്റ് ഇടയ്ക്ക് ആമസോണിൽ വരുമായിരുന്നു, ആമസോൺ പ്രൈമില്. പക്ഷെ ആമസോൺ പ്രൈമിനകത്തുനിന്ന് എക്സ്ട്രാ ഇട്ടാലേ മാക്സിൽ കണ്ടന്റ് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാ, അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ ഡീലില് വീണ്ടും സബ്സ്ക്രിപ്ഷൻ എടുത്താലേ കിട്ടും. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സിനിമയും പൈറസിയെയും കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഒരുവിധം സാധാരണക്കാരൊക്കെ കാണുന്ന എനിക്ക് ടെലഗ്രാമിൽ തന്നെയാണ്. കാരണം ഇത്ര OTT ഒരാൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ ഈ പറഞ്ഞ ഇൻഡസ്ട്രി ആർട്ടിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ആൾക്കാർ എടുക്കാന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പറയത്തൊന്നുമില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മളും കണ്ടുകൊണ്ടിരുന്നത് ഡൗൺലോഡ് ചെയ്ത് തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ടൊറന്റിന്റെ കാലഘട്ടത്തിൽ ഒരു സിനിമയും പോയി കാണാനുള്ള പൈസ ഇല്ലല്ലോ. തമിഴ് റോക്കേഴ്സിന് ഇത്രയും സിനിമ കാണണമെങ്കിൽ ടൊറന്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഫിക്ഷൻ ആണ് കേട്ടോ. ശരിക്കും ആ വർഷത്തെ അല്ല, ആ ഈ മന്തിലെ വിന്നർ ഓഫീസർ ഓൺ ഡ്യൂട്ടി തന്നെയാണെന്ന് തോന്നുന്നു. ഗെറ്റ് സെറ്റ് ബേബി ഒരു ആവറേജ് ഫാമിലി ഡ്രാമ കണ്ടോണ്ടിരിക്കാൻ OTT-ല്. അവര് ആ കോംബോ ഇല്ല, ഞാൻ സിനിമ കണ്ടില്ല. ഉണ്ണിമുകുന്ദൻ മഹിമയാണ് അതിനകത്ത്. നിഖില വിമൽ. നിഖില വിമലാണ്. ഗെറ്റ് സെറ്റ് ബേബി നിഖില വിമൽ. ഓക്കെ. അതൊരു ഗൈനക്കോളജിസ്റ്റ്, സക്സസ്ഫുൾ മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ പടം, മെയിൽ ഗൈനക്കോളജിസ്റ്റിനെ അറൗണ്ട് ചെയ്ത് പടം. ഞാൻ വെച്ച് കോളേജ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് 2 മിനിറ്റ്സിൽ തന്നെ കോളേജിൽ നിന്ന് ഡയറക്റ്റ് അയാളുടെ കരിയറിലേക്ക് കയറി. ശരിക്കും കരിയറും പിന്നെ അതുമായി ഉണ്ടാകുന്ന കുറച്ച് കോൺഫ്ലിക്ട്സുമാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതവർ കാര്യമായിട്ട് ചെയ്തു. പക്ഷേ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമ എന്നുള്ള ലെവലിൽ എനിക്കത് പ്രോപ്പറായിട്ട് എനിക്കത് വർക്കായില്ല. ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാന്നുള്ളത്, OTT കണ്ടപ്പോഴും ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളായിരുന്നു. അതും പക്ഷേ തിയേറ്ററിൽ അത്യാവശ്യം കുറെ ഹോൾഡ് ചെയ്ത് ഓടിച്ചായിരുന്നു. പ്രൊഡ്യൂസറിനെ സേഫ് ആക്കുന്ന എന്തോ ഗെയിംസ് അതിന്റെ പുറകെ നടക്കുന്നു. പ്രൊഡക്ഷൻ പുള്ളിയല്ല, പ്രൊഡക്ഷൻ ഉണ്ണിമുകുന്ദനല്ല. ഓക്കെ. മാർക്ക് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ അവരങ്ങനെ ഇങ്ങനത്തെ പടമാണ്, ലൈറ്റ് പടമാണെന്നൊക്കെ അവർ മാർക്കറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്ര ഓടിയെന്ന് തോന്നുന്നില്ല. ഫെബ്രുവരിയിൽ അത്ര ശ്രദ്ധിക്കാതെ പോയ, തിയേറ്ററിൽ ശ്രദ്ധിക്കാതെ പോയ 2 പടങ്ങളാണ് നാരായണീന്റെ 3 ആൺമക്കളും ഔസേപ്പിന്റെ ഒസ്യത്തും. നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് നാരായണീന്റെ 3 ആൺമക്കൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെന്ന് കമന്റ് വന്നായിരുന്നു. കാരണം അതിൽ വിവാദപരമായ ഒരു എലമെന്റ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു ആവശ്യം വന്നത്. അത് OTT ആമസോൺ പ്രൈം അല്ലായിരുന്നോ? ആമസോൺ പ്രൈമിലാണ് വന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ അത്യാവശ്യം ബഡ്ജറ്റ് തോന്നിക്കുന്ന ലെവൽ, അതായത് 3 ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. പ്രമുഖരായ 3 ആർട്ടിസ്റ്റ് ജോർജും സുരാജും അലൻസിയും ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ ബഡ്ജറ്റ് ഒരു 3-4 കോടി രൂപ തോന്നും പറയുന്നത്. അതിനും പക്ഷേ തിയേറ്ററിൽ ലാക്സിലെ പ്രൊഡ്യൂസർ ഷെയർ വന്നിട്ടുള്ളത്, അതായത് 1 കോടി താഴെ പ്രൊഡ്യൂസർ ഷെയർ വന്നിട്ടുള്ളായിരുന്നു. അത് സേഫ് ആണെങ്കിൽ ആമസോൺ പ്രൈമിൽ എന്ത് റേറ്റിലും സാറ്റലൈറ്റ് റേറ്റിൽ വിറ്റ് പോകുന്നതനുസരിച്ചിരിക്കും. അതായത് നല്ലൊരു പടം പോലും ശരിക്കും ബിസിനസ് വൈസ് ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു സിനിമയാണ് കമേഴ്ഷ്യൽ പടം. ഇത് പക്ഷേ ഇത് കണ്ടിരിക്കാനും നല്ലൊരു സിനിമ. കൊമേഴ്ഷ്യൽ പടം, കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡൽജ് ചെയ്യാനും ഉണ്ടാക്കുന്നതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് വരുന്ന പടങ്ങളാണ് കമേഴ്ഷ്യൽ. ഇതില് ഈ പടത്തിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ. എനിക്ക് തോന്നുന്നു ഒന്നാമത് ഈ പടത്തിന്റെ പേര്, നമ്മളൊരു വട്ടമേശയിൽ ഇരുന്നപ്പോൾ ഇത് ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. പടത്തിന്റെ പേര് ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആണ്, പണ്ടൊക്കെയാണ് ഇങ്ങനത്തെ പേരിടുന്നത് തോന്നല്, അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഫാമിലി, ഇപ്പോൾ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ ഇത് വന്ന് കണ്ടിട്ട് പിന്നീട് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, പിന്നീട് ഫാമിലി കുട്ടികളെ മൊത്തം കൊണ്ട് കാണിക്കുക. അപ്പോൾ അങ്ങനെ വന്ന് കാണുമ്പോൾ ഇതിനകത്ത് ഈ ഒരു എലമെന്റ് കാണുമ്പോൾ അത് ഫാമിലീസിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നില്ല ഇത്. പക്ഷേ ഈ പേരിന്റെ കേസ് പറഞ്ഞാൽ മഹേഷിന്റെ പ്രതികാരം വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടൊരു പേരാണ്. കണ്ടന്റ് ഡ്രിവൺ ആയിട്ട് ഓടിയ പടമാണ് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുമ്പോൾ അതിലൊരു എനിക്കിപ്പോ തന്നെ നാരായണീന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. മഹേഷിന്റെ പ്രതികാരം എന്ന് പറയാൻ അത്ര പാടല്ല. പഴയ മോഡൽ പേരിടലാണ് അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ വലിയ പേര്. പക്ഷെ എനിക്ക് നമ്മളിപ്പോ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഒരു ഫാക്ടർ അല്ല. നാരായണീന്റെ 3 ആൺമക്കൾ ആദ്യം ആൾക്കാർ ഇടിച്ചു കയറ്റാൻ പറ്റുന്ന ഒരു പടമല്ല. കൃഷ്യാണ്ട് എന്ന് പറഞ്ഞ ഫിലിം മേക്കർ ഉണ്ടല്ലോ, പുള്ളിയുടെ എല്ലാ പടത്തിലും സംഘർഷഘടന, 4 സംഘം, അങ്ങനെ ഭയങ്കര വലിയ പേരല്ലേ പുള്ളി. ഈ പറയുന്ന മിനിമൽ ബഡ്ജറ്റില് എനിക്കൊന്ന് പുള്ളിയുടെ പടങ്ങൾ ഈ പറയുന്ന വിഷൻ പുള്ളിയുടെയാണ്. പുള്ളിക്ക് അറിയാം അതിന്റെ ബഡ്ജറ്റ് ഏത് ലെവലിൽ പോകണമെന്ന്. അങ്ങനെ തന്നെ ആർട്ടിസ്റ്റുകളെയും കാസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന പടങ്ങൾ തന്നെയാവും പുള്ളിയുടെ. പുള്ളിക്കറിയാം പുള്ളി പ്രൊഡ്യൂസ് ചെയ്തതാണോ? പ്രശാന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളി അങ്ങനെ ഒരു വിഷനുള്ള മനുഷ്യൻ കൂടെ. അതായത് പുള്ളിക്ക് ആർട്ടിസ്റ്റിക് വിഷനോടൊപ്പം തന്നെ അതിന്റെ കൊമേഴ്ഷ്യൽ വിഷനും പ്രോപ്പർ ആയിട്ടുണ്ട്. ആ പടം 35 കോടി രൂപയ്ക്ക് എടുക്കരുതെന്നുള്ള ബേസിക് ബോധം പുള്ളിക്കുണ്ട് എന്നുള്ളിടത്താണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗഗനചാരിയുടെ അകത്ത് നേരത്തെ ഒരു മമ്മൂട്ടിയും ഇയാളും തമ്മിലുള്ള ഗോകുൽ സുരേഷ് തമ്മിലുള്ള ഡൈനാമിക് പറഞ്ഞില്ല, അതുപോലെ ഗണേശും പുള്ളി അങ്ങനെ ഹിറ്റാണല്ലേ ഗോകുൽ സുരേഷ് അസോസിയേറ്റ്.
കൊത്തയുടെ ക്ഷീണം നമ്മൾ മാറ്റിയത് പുള്ളിയുടെ ഈ 2 പടത്തിൽ നിന്നാണ്. പുള്ളിയുടെ ഇത് നാരായണിയുടെ 3 ആൺമക്കളിനെ പറ്റി പറയും. നീ പടം കണ്ടായിരുന്നു? നമ്മൾ രണ്ടുപേരും കണ്ടായിരുന്നു. നീ 2 കണ്ടാണല്ലേ? എനിക്ക് വേണ്ടി 2ാമത് നീ കണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കും. നീ ആദ്യം കണ്ടതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പൊ വീണ്ടും ഇരുന്ന് നീ കണ്ടായിരുന്നു. നാരായണിയുടെ 3 ആൺമക്കൾ ആൾക്കാർ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കസിൻ റിലേഷൻ, റൊമാൻറ്റിക് മേഖലയിലേക്ക് കടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വർഷങ്ങളായിട്ട് കാണാതിരുന്ന, അല്ല ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കസിൻസ്. അതായത് ആദ്യമേ ഒരു 2 ബ്രദേഴ്സിന്റെ മക്കള്, ഒരാള് നാട് വിട്ടു പോയ ആളാണ് ഫാമിലി ആയിട്ട്, അയാൾ തിരിച്ചു വരുന്നു വർഷങ്ങൾക്ക് ശേഷം അമ്മ വയ്യാതെ കിടക്കുമ്പോൾ. ആ വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ വരുന്ന ആള് നാട്ടിൽ വരുമ്പോഴാണ് ബ്രദേഴ്സ് റീയൂണിയൻ, വർഷങ്ങൾക്ക് ശേഷം പിണങ്ങിപ്പോയൊരു റീയൂണിയൻ. അപ്പോൾ ഇവര് ഒരു പെണ്ണും ആണും കസിൻസ് ആദ്യമായിട്ട് കാണുന്നു. പക്ഷെ അവർ ഒരു ടീനേജ് കഴിഞ്ഞ് നിൽക്കുന്നവരാണ്. 2 പേരും ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്നവരാണ്. ഒരാൾ എവിഡൻ്റ്ലി ബ്രേക്കപ്പിന്റെ വിഷമത്തിൽ, മറ്റേയാൾ ലൈഫിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക ക്യാരക്ടറുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ലേഡി. അവർ കുറച്ച് പ്രായം കൂടിയ പെൺകുട്ടിയാണ്. മറ്റേ അവളേക്കാൾ ഇളയ ഒരാൾ പയ്യനുമാണ്. ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പതുക്കെ റൊമാൻറ്റിക് റിലേഷനിലേക്ക് പോകുന്നു. അതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നൊക്കെയാണ് നാരായണ. പ്ലസ് ഈ പറഞ്ഞ അമ്മ മക്കൾ റിലേഷനെ ആണ് പടം കാണിക്കുന്നത്. അപ്പൊ ആൾക്കാർ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞത് അതുമായി അറൗണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറ, നിനക്ക് എന്താണ് അതിനെ പറ്റി? എന്ന് പറഞ്ഞാല് അതെനിക്കൊന്ന് വളരെ നാച്ചുറൽ ആയിട്ട് തോന്നാവുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന 2 പേർക്ക് തോന്നാവുന്ന സെറ്റപ്പ് ഇത് തന്നെയല്ലേ? അല്ല, ആണുങ്ങളെയും പെങ്ങളും അവരുടെ മക്കള്, അതായത് സഹോദരനും സഹോദരി അവരുടെ മക്കളാണ് മുറപ്പെണ്ണ് ഇന്ത്യൻ കൾച്ചർ പറയുന്നത്. ടെക്നിക്കലി ചേട്ടന്റെ അനിയന്റെ മക്കളും മുറപ്പെണ്ണും ഇതായിട്ട് ചെറുക്കനായിട്ട് നമ്മുടെ കൾച്ചർ സൊസൈറ്റി പറയുന്നില്ല. പക്ഷേ ഇസ്ലാമിക് വേയിൽ കല്യാണം കഴിക്കൽ അനുവദനീയമായിട്ടുള്ള ഇതാണ്. അതാണ്, അതായത് ക്രിസ്ത്യാനിറ്റി പറയുന്നത് ഫസ്റ്റ് കസിൻസ് വിവാഹം അനുവദനീയമല്ലാത്ത റിലേഷനും, മറ്റേ ഹിന്ദു വേയിൽ സഹോദരനും സഹോദരിയും തമ്മിൽ അവരുടെ മക്കളെ തമ്മിൽ, ഒരു ആണിന്റെയും പെണ്ണിന്റെയും അവരുടെ, അതായത് ചേട്ടൻ്റെ അനിയത്തിയുടെയും അല്ലെങ്കിൽ ചേച്ചിയുടെയും അനിയന്റെയും മക്കൾ തമ്മിൽ, ആണും പെണ്ണും തമ്മിലാണെങ്കിൽ കല്യാണം മുറപ്പെണ്ണും മുറച്ചെറുക്കനാണെന്നും മറ്റേത് സഹോദരങ്ങളാണെന്നും. ഇസ്ലാമിക് വ്യൂവിൽ മുറ എന്ന് പറയുന്നത് സഹോദരങ്ങളുടെ മക്കൾ, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ആണിന്റെയും പെണ്ണിന്റെ ആണെങ്കിലും സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ കല്യാണം അനുവദനീയമാണെന്നാണ് റിലീജിയസ് കോൺസെപ്റ്റ്. തമിഴില് എന്റെ ചേച്ചിയുടെ തമിഴില് നമുക്ക് മാമനെ കല്യാണം കഴിക്കാം. ഏതാ? അതായത് ചേച്ചിയുടെ മോളെ അനിയൻ കല്യാണം കഴിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ് തമിഴിലുണ്ട്. ഇതൊക്കെ അതായത് പ്രായം ആ ഒരു ഘടകം. അപ്പോഴെല്ലായിടത്തും അങ്ങനെ പല സിനിമകളിലും കോൺഫ്ലിക്റ്റ് അങ്ങനെയാണല്ലേ. ഒരു മാമൻ ഇവിടെ ഉണ്ട്, പുള്ളിയാണ് മാമൻ എന്നുള്ള ലെവലിൽ തമിഴിൽ അതിൽ കൾച്ചറുണ്ട് കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഇത് ഹിന്ദു ഇത് പ്രകാരം കല്യാണം സാധാരണ ആലോചിക്കാത്തത്, ആ റിലേഷൻ തെറ്റാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നൊരു റിലേഷനാണ്. ഇവരത് റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിക്കുന്നത്. അതിന് അറൗണ്ടായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷെ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, കുട്ടികൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എനിക്കതിലൊരു തെറ്റും തോന്നണില്ല. ഇല്ല, വളരെ കസിൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എനിക്കല്ലേ തന്നെ. നിങ്ങളിപ്പോ സ്വന്തം ചേച്ചിയായിട്ട് റിലേഷൻഷിപ്പിൽ ഞാനെന്ത് പറയാൻ? അത് നിങ്ങളുടെ ഇഷ്ടം അല്ലേ? അച്ഛനമ്മയ്ക്കൊരു വിഷമമുണ്ടാകും. അതാ ഇവിടെ എല്ലാം കിടക്കുന്ന മെയിൻ പ്രശ്നം നമ്മുടെ പ്രശ്നമല്ല. ഇവിടെ ഇങ്ങനെ അങ്ങനെ ആൾക്കാരൊന്നും മിണ്ടുന്നില്ല. വളരെ ടോളറന്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓക്കെ അല്ലേ? ലോകത്തിലെ ഏറ്റവും നല്ല ഫീലിംഗ് പ്രണയത്തിലാവുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആരുടെ തോന്നിയെങ്കിലും നിങ്ങൾ അയക്കോ അല്ലേ? പക്ഷെ ഇങ്ങനെ നമ്മൾ തൊട്ടടുത്ത ഫാമിലി ഒക്കെ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻബ്രീഡ് ചെയ്യുവാണെങ്കിൽ പ്രശ്നമുണ്ടെന്ന് പറയാം. പക്ഷെ വർഷങ്ങൾക്ക് മുന്നേ നമ്മളിവിടെ ഈവൻ നമ്മുടെ പറയുന്ന റിലീജിയസ് കഥ അനുസരിച്ച് ആദം ഹൗവയും മാത്രം ഉണ്ടായിരുന്ന ലോകത്തിൽ മക്കള് തമ്മിൽ കല്യാണം കഴിക്കാതെ ഇത് മുന്നോട്ട് പോവില്ല. അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിൽ കല്യാണം കഴിക്കാതെ, അല്ല ഈ പറയുന്ന റീപ്രൊഡക്ഷൻ പ്രോസസ് നടക്കാതെ മുന്നോട്ട് പോകത്തില്ല. ഈ പറയുന്ന കഥയിൽ നമ്മുടെ അന്നത്തെ കാലം ഇപ്പോഴങ്ങനെയാണോ? മനുഷ്യൻ അവിടെ പറയുന്ന മനുഷ്യൻ പുരോഗമിച്ച് വരുമ്പോൾ സയന്റിഫിക്കലി അല്ലാതെ മനുഷ്യൻ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ ഇപ്പൊ അതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാ ജനറ്റിക്കൽ പ്രശ്നമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച പിന്നീട് ആവുമല്ലോ, ഒന്നറിയത്തില്ല. അപ്പൊ ഈ പറഞ്ഞ ബ്ലഡ് ലൈനിൽ വിവാഹം നടന്നാൽ, പറയുന്ന മാരേജും സെക്സും നടന്നാൽ കുട്ടികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള പോയിന്റ് നിലനിൽക്കെ പ്രണയത്തിന് പ്രശ്നമില്ല. അയ്യോ, ഈ സിനിമയുടെ അകത്ത് ഓരോ ക്യാരക്ടേഴ്സ് അവർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കാണിക്കുന്നത് വളരെ വളരെ നന്നായിട്ട് ആണ് അല്ലേ? എനിക്ക് എസ്പെഷ്യലി എനിക്ക് ജോജുവിന്റെ ക്യാരക്ടറൊക്കെ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരനെ ആൾക്കാർ ഒരു ഭ്രാന്തനായിട്ട് കാണുന്നു. അല്ല, എന്തോ പണ്ട് ഒരു എനിക്കൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പറയുന്നുണ്ടോ? അതെനിക്ക് ആ സിനിമയുടെ പ്രോഗ്രഷൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനം. അങ്ങനെ പൊട്ടനാവും ഇങ്ങനെ
അയാളെ ഒരു പൊട്ടനാക്കി മാറ്റി നിർത്തുന്ന ഒരു മോഡ്. പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല. ഇവര് 3 പേരും തമ്മിലൊരു ഇവരുടെ പഴയ കാലഘട്ടം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെ ഇവരുടെ ബന്ധം കാണിക്കുന്നത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടറൈസേഷൻ ഒക്കെ നല്ല രസമായിട്ടും ഫാമിലി ഡ്രാമ രസമായിട്ട് വരച്ചു എഴുതിയും വെച്ചിട്ടുണ്ട് അതിനകത്ത്. അതിനകത്ത് ഏറ്റവും ഹൈ പോയിന്റ് എന്ന് പറയുന്നത് ഈ കസിൻസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പോകും. നമുക്കത് തുടങ്ങുമ്പോഴേ അറിയാം. ഇവർ തമ്മിൽ സോഫ്റ്റ് കോർണർ ഡെവലപ്പ് ചെയ്യുമ്പോൾ തൊട്ടേ ആൾക്കാരുടെ മനസ്സിനകത്തെ പ്രശ്നങ്ങളിലൊന്നും ഇതാണ്. സുരാജിന്റെ മോനും അലൻസികളുടെ മോളും തമ്മിൽ ഒരു പരിചയം, ഫ്രണ്ട്ഷിപ്പ്, സപ്പോർട്ടിങ്, സോഫ്റ്റ് കോർണർ ഡെവലപ്പിങ്, അത് ഒരു നൂൽപാലത്തിൽ കൂടി ഇങ്ങോട്ട് പോകുന്നു. അത് ജോജു അഡ്രസ് ചെയ്യുന്നു. അവിടുന്ന് അത് നമുക്കറിയാം ഇങ്ങോട്ട് കൊണ്ട് പോകുന്നു. അങ്ങനെയൊക്കെ സീനുണ്ട്. പിന്നെ ജോജിന്റെ കൂടെ കഞ്ചാവ് വലിക്കുന്ന സീനൊക്കെ. അനീസിക്ക് ഈ പറഞ്ഞ പോലെ ഈ 2 ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കും, ഞാൻ ഇവർക്ക് വേണ്ടി ചിയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ മേക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇവര്. അപ്പോൾ അച്ഛൻ സ്റ്റെപ്പ് കയറി വരുമ്പോൾ എനിക്ക് ടെൻഷൻ, എടാ വാതിലടച്ചിട്ടുണ്ടോ, അങ്ങനെ പ്രശ്നം പുറത്തു വരുന്നത്. പെണ്ണിന്റെ ഫാദർ ആ റൂമിലേക്ക് കയറി വരും. ഏതൊക്കെ കസിൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം? നിങ്ങളെ കഥ അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കാൻ പോയ കാര്യം ഇത് ശരിയാണോ തെറ്റാണോ നമ്മൾ പറയുമോ എന്നറിയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. തെറ്റുകളൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെല്ലാ പോയിന്റിലും പറഞ്ഞൊരു കാര്യം അതാണ്, തെറ്റ് ശരിയൊക്കെ ആപേക്ഷികമാണ്. നിങ്ങൾ എവിടെ നിന്ന് നോക്കുന്നു എന്നനുസരിച്ചിരിക്കും. സമൂഹത്തിന് നോക്കുന്ന പല കാര്യങ്ങളും തെറ്റുന്നു ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ശരി തന്നെയായിരിക്കും. ഇത് പിന്നീട് ചിലപ്പോൾ ശരിയായിട്ട് ആൾക്കാർ അംഗീകരിച്ചേക്കാം അല്ലേ? പലതും ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ പല ഡ്രഗ്സ് പരിപാടികളൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ എന്താണ്, വീടൊക്കെ അവൈലബിൾ ആ സ്റ്റോറിൽ. ഇവിടെ വീടുകൾ അവൈലബിൾ. അതൊരു രസമുള്ള ഫാമിലി ഡ്രാമ തന്നെയാണ്. വിജയരാഘവന്റെ പെർഫോമൻസിൽ അത് കയറി പോകുന്ന ഒരു പടം. പിന്നെ ദിലീഷ് പോത്തനും ഷാജോണും, അതായത് ഇതുപോലെ തന്നെ ഒരു വലിയ ഫാമിലിക്കകത്തെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒക്കെയാണ്. അതിന്റെ വൺ ലൈൻ പറയുകയാണെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു പ്ലാന്റർ, പക്ഷെ മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു നിർത്തിയേക്കുന്ന. അതിൽ മൂത്ത 2 വെൽ അഫ്ലുവൻ്റ് ആണ്, പോലീസുകാരനും ഒരു സർക്കാർ ഉയർന്ന ഉദ്യോഗസ്ഥനും. പിന്നെ ഇളയവൻ ചെറിയ കറക്കമൊക്കെ ഉള്ളൊരു വലിയ സെറ്റപ്പ് ആകാത്ത ഇളയവൻ പയ്യൻ. ഇവർ തമ്മിൽ പൈസയുടെ വിഷയം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള, അതായത് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എന്ന് നിൽക്കുന്നിടത്ത് അവരുടെ ഇടയിലേക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ട്രാജഡി ഉണ്ടാവും. ഈ ട്രാജഡിയെ ഇവരെ പല ആംഗിളുകളിൽ ഈ ട്രാജഡിക്ക് പ്രസക്തിയുണ്ട്. ചിലർക്ക് ഈ ട്രാജഡി നടന്നതെന്ന് അറിയത്തില്ല, ചിലർക്ക് ഇത് അറിയാം, അറിഞ്ഞവർ ഇതിനകത്ത് വേറൊരു ഇത് ഇൻവോൾവ് ആണ്. അപ്പൊ ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നു, ആ കോൺഫ്ലിക്ട്സ് കൂടി വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും സൊസൈറ്റിയൽ പ്രഷറും അങ്ങനെ പോകുന്ന ഒരു പടം. നല്ല പടം, ശരിക്കും നല്ല പടം. പക്ഷെ വളരെ ലൈറ്റ് റൈറ്റിംഗ് ഉള്ള ഒരു ഫാമിലി ഡ്രാമ, ഇന്ത്യൻസ് ഫാമിലി ഡ്രാമ, സസ്പെൻസ് ത്രില്ലർ എന്ന് വേണേൽ പറയാം. അതിനെ കുറച്ചുകൂടെ ഫാസ്റ്റ് പേസിങ്ങിൽ റൈറ്റ് ചെയ്താൽ. പക്ഷെ ഇത് ഫാമിലി ഡ്രാമ മോഡിൽ റൈറ്റ് ചെയ്തേക്കുന്ന ഒഴുകി പോകുന്ന ഒരു ചെറിയ ഡ്രാമ പടം. നല്ല രസമുള്ള പടമായിരുന്നു. അത് OTT വരുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ നല്ല ഭയങ്കര റിവ്യൂ പറയാൻ സാധ്യതയുള്ള പടം. അത് നീ കണ്ടോ? കോച്ചിനെ കാണുന്ന രസമായിട്ട് തോന്നും. അത് ഡ്രാമ പടം, പ്രത്യേകം ഒന്നുമില്ല. എനിക്ക് നാരായണ ആൺമക്കള് 3 ആൺമക്കൾ തിയേറ്ററിൽ വർക്ക് ചെയ്യാത്തത് ഭയങ്കര ഹുക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം എല്ലാവർക്കും വേണ്ട ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഔസഫിന്റെ പ്രശ്നം. അത് ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള വേൾഡാണ് നമ്മളിപ്പം. നമുക്ക് സിനിമയെ അങ്ങനെ ഫാസ്റ്റ് കട്ടിൽ ഡെലിവറി ചെയ്താൽ കുറെ ആൾക്കാർക്ക് ഷോർട്സിന്റെ ലോകത്ത്. അപ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാർ അതുപോലെ മോഡൽ പടങ്ങളാണ് ഇപ്പൊ ശരിക്കും തിയേറ്ററിൽ കൂടുതൽ ഓടിക്കുന്നത്. ഭയങ്കര കളർഫുൾ ആണ്, ഭയങ്കര ഓവർ ആൻഡ് ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, എപ്പോഴും ഇങ്ങനെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ. പക്ഷെ ചില ആൾക്കാർക്ക് അത് വർക്ക് ആവുന്നില്ല. ഈവൻ മരണമാസം പൈങ്കിളിയൊക്കെ വർക്കാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എത്രയും ഫാസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കളർഫുൾ ആക്കുന്ന പടങ്ങളും വർക്കാവാതെ പോകാറുണ്ട്. ഫെബ്രുവരി വരെയായി കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കാര്യമായിട്ട് ഷെയർ വേണ്ടിയുള്ളൂ. അത് തൊട്ട് മുന്നേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന എമ്പുരാൻ പോലൊരു വലിയ പടം വരുമ്പോൾ, എമ്പുരാൻ പോലൊരു വലിയ പടങ്ങൾ വരുമ്പോൾ ഇൻഡസ്ട്രി നശിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കി അതിനെ കത്തിച്ച ഈ പ്രശ്നം തുടങ്ങി. ഈ വർഷം തുടങ്ങിയിട്ട് മാർച്ചിൽ ഇവർ ഇതുവരെയായിട്ട്, മാർച്ച് കംപ്ലീറ്റ് ഏപ്രിലായിട്ട് ഇതുവരെ അവർ മാർച്ചിലെ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടില്ല. എമ്പുരാനെ പറ്റി ആർക്കും പറയണ്ട. എനിക്ക് തോന്നുന്നു വലിയ ലാഭം ഉണ്ടാക്കുന്നില്ല. ഇവരതാണല്ലോ പറഞ്ഞ പോലെ, അതായത് ഇത്രയും വലിയ പടങ്ങൾ ഇൻഡസ്ട്രിക്ക് താങ്ങത്തില്ല, നിങ്ങൾ ഇങ്ങനെ പടത്തിന്റെ ബഡ്ജറ്റ് കൂട്ടിക്കൊണ്ട് പോയാൽ ഇൻഡസ്ട്രിയെ ബാധിക്കുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
അതായത് ആക്ടേഴ്സ് അവരുടെ റേറ്റ്സ് കൂട്ടി റെമ്യൂണറേഷൻ കൂടുന്നു. പിന്നെ പടത്തിന് ആവശ്യമില്ലാതെ ബഡ്ജറ്റ് കൂട്ടി. ഈ പല പടങ്ങളുടെയും 60% കൊണ്ടുവന്ന പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ടെക്നീഷ്യൻസും ചേർന്നായിരിക്കും. ബാക്കി 40% ഈ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഷൂട്ടിങ്ങും ഒക്കെ തീർന്നിട്ടുണ്ട്. പ്രീ പ്രൊഡക്ഷൻ എന്നുള്ള സാധനം നമ്മുടെ പ്ലാനിലേ ഇല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ഹോളിവുഡ് പടം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഭയങ്കര ബിഗ് സ്കെയിലായിരിക്കും. ആ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ഭയങ്കര, അതുകൊണ്ടായിരിക്കും പല പടങ്ങളും ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റും അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റാത്ത ഒരു ലെവലാക്കണം. കാരണം ആ പടത്തിന്റെ വർക്ക് പ്രീ പ്രൊഡക്ഷൻ ലെവൽ അത്രയും നന്നായി വർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ പ്രീ പ്രൊഡക്ഷനിലോട്ട് ഫുൾ പ്ലാൻഡ് ആയിരിക്കും. മിനി ശ്രീനിവാസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ലോസ് ആഞ്ചൽസിൽ കുറച്ച് പടം പിടിച്ചിട്ടുണ്ടല്ലോ. അവിടെ ആക്ച്വലി യൂണിയൻസ് നമ്മൾ 45 ദിവസം മുമ്പേ സ്ക്രിപ്റ്റ് കൊടുക്കണം. നമുക്ക് അവിടെ ഭയങ്കര കോൺട്രാക്ട് സാധനമാണ്. അതായത് ഞാനൊരു ആക്ടറിന് പേ ചെയ്യുന്ന ടൈം അയാളുടെ ട്രാവൽ ടൈം എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അത്രയും കോർഡിനേറ്റഡ് ആയിട്ടൊക്കെ ചെയ്താലേ അവിടെ എല്ലാവർക്കും യൂണിയൻ ഉണ്ട്. ഇപ്പം ലൈറ്റ് മെൻ എല്ലാവർക്കും ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും നമ്മൾ ഷെഡ്യൂൾ നേരത്തെ കൊടുത്തൊക്കെ റിക്വയർമെന്റ്സ് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിൽ റിക്വയർമെന്റ് മാറ്റാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് റൂൾസ് ഉണ്ട്. അടിപൊളി. അങ്ങനെ അവിടെ അതുകൊണ്ട് ഭയങ്കര പ്ലാനിങ്ങും പേപ്പർ വർക്കിലൂടെ അവിടെ കാര്യങ്ങൾ നീങ്ങും. നമ്മൾ പറഞ്ഞ പല പടങ്ങളും ഈ പറഞ്ഞ നഷ്ടം ഉണ്ടാക്കിയത് കാരണം അവരൊക്കെ 45 ദിവസത്തെ ഷെഡ്യൂളൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ 120 ദിവസത്തേക്ക് ഇത് എക്സ്റ്റെൻഡ് ആവും. നമ്മൾ കേട്ട സംഭവം ഈ പറഞ്ഞ പോലെ അവര് തന്നെ പറഞ്ഞു. അതായത് 45 ദിവസം ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് 110 ദിവസം കൊണ്ട് തീർക്കും. ഒരു വർഷം ഇത്രയും ചെറിയ ഇൻഡസ്ട്രിയിൽ 200 പടം സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ, ഇത്രയും കൂടുതൽ സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാർ എൻഗേജ്ഡ് ആണ്. എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും. അപ്പോഴും അതായത് ഒരു വർഷം 30 പടങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ ചെയ്ത ഇൻഡസ്ട്രിയാണ്. ഒരു വർഷം 36 പടം മമ്മൂട്ടി മോഹൻലാൽ പണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു പടം 17 മണിക്കൂറിൽ ഷൂട്ട് ചെയ്ത് ഇറക്കിയിട്ടില്ല. ഭഗവാൻ അല്ല അങ്ങനെയൊക്കെ ഇറക്കിയ പടം പൊളിഞ്ഞു. ഒരു ഹോസ്പിറ്റൽ ബേസ് ചെയ്തുള്ളൊരു ടെററിസ്റ്റ് അറ്റാക്ക് വരുന്ന ഭഗവാൻ ആ പടത്തിന്റെ പേര്. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പറയുന്നില്ല. പക്ഷെ പ്രീ പ്രൊഡക്ഷൻ കറക്റ്റായി പ്ലാൻ ചെയ്ത് ഡേറ്റും കറക്റ്റായി ടാലി ചെയ്യുകയും ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാവരും സഹകരിക്കുകയും ചെയ്താൽ അൺലെസ് എന്തെങ്കിലും കോവിഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരികയും അല്ലെങ്കിൽ ഈ പറഞ്ഞ നാച്ചുറൽ പ്രശ്നങ്ങൾ ഡയറക്ടറിന്റെ ശരിക്കുള്ള കഴിവെന്ന് പറഞ്ഞാൽ അത്ര സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അടിപൊളി സിനിമ എടുക്കണമെങ്കിൽ പ്രൊഡ്യൂസറാണോ മറ്റേ പ്രൊഡക്ഷൻ കൺട്രോൾ ആരാണ് ഇതിന്റെ? ഡയറക്ടറാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ്. അവിടുത്തെ കീ ഡിസിഷൻ മേക്കർ ഡയറക്ടർ. അയാളുടെ താഴെ ഒരു ടീം. ഇത് ടീം ഇല്ലാതെ വർക്കാവും. ഇപ്പൊ ഓവറിന്റെ റേറ്റ് ക്രിക്കറ്റിൽ കൂടുമ്പോ ക്യാപ്റ്റൻ അല്ലേ ഫൈൻ ചെയ്യുന്നത്, സമയം കളയുന്ന ബോളറിനല്ലല്ലോ. കാരണം ഈ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം പോലൊരു പടം 78 ദിവസം പ്ലാൻ ചെയ്തിട്ട് അതിലും താഴ്ന്ന ദിവസം കൊണ്ട് പുള്ളി ഷൂട്ട് ചെയ്ത് തീർന്നാണ്. അപ്പൊ അതൊക്കെ പ്രോപ്പർ പ്ലാനിങ് ആണ്. അത്രയും ആർട്ടിസ്റ്റുകളിൽ അല്ല ആ പടത്തിനകത്ത് പ്രശ്നങ്ങൾ പറയുന്നത് ഈ പറയുന്ന മേക്കിങ്ങിലൊന്നും അല്ല, ആ സ്ക്രിപ്റ്റ് വീക്കാണ്. എങ്ങനെ കളിച്ചാൽ പിന്നെ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിലും സെക്കൻഡ് ഹാഫ് ഇതുപോലെ ലാലേട്ടനും ശ്രീനിവാസനെയും വെച്ചാണ് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു. ചുമ്മാ അവസാനം തള്ളിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ നോക്കുമ്പോ അതൊക്കെ ചുമ്മാ തള്ളി മറിച്ചല്ലേ. അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല പടങ്ങളും പ്രോപ്പറായിട്ടൊരു ബഡ്ജറ്റ് ഇതിനകത്ത് നിർത്താൻ പറ്റും. രാമേന്ദ്ര ബോസ് ആൻഡ് കോ ഈ പറയുന്ന എണ്ണം ഭയങ്കരമായിട്ട് ഡേറ്റ് നീണ്ടുപോയിട്ട് എമ്പുരാൻ എത്ര ദിവസം ഉണ്ടായിരുന്നതാണ്? എമ്പുരാൻ 200 ദിവസത്തിൽ കൂടുതലൊക്കെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തത്. കാരണം പല രാജ്യങ്ങളിലായിട്ട് പല ലൊക്കേഷനിൽ പുള്ളിക്ക് ഫ്രീഡം കൊടുത്തു. അതായത് ഇഷ്ടം പോലെ നടന്ന് ആവശ്യമുള്ള സമയം എടുത്ത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതായത് പുള്ളി എവിടെ ഏതൊരു സ്ഥലത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി ആദ്യം രാജു പോയിട്ട് രാജു പെർമിഷന് വേണ്ടി അവിടെ പോയി കാത്തുനിന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് കൊടുത്തേക്ക് എല്ലാവരും. ഒരു വിടുക കൊണ്ട് ചെലവായിക്കോ അങ്ങനെ ചെലവാക്കിനാര് പറയുന്നത്. എന്നിട്ട് ലാലേട്ടനെ വിളിച്ചു. അവിടെ ഇപ്പൊ എല്ലാം സെറ്റായപ്പോ ലാലേട്ടനെ വിളിക്കുന്നു, ലാലേട്ടൻ വരുന്നു, ആ സീൻ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പൊ ഏതോ ഒരാള് ക്രിട്ടിക്കായിട്ട് അതിനെ വിമർശിച്ച് എഴുതി. അതായത് ആ പറയുന്ന മെട്രോയ്ക്കകത്ത് ഷൂട്ട്, ഒരു മെട്രോ സ്റ്റേഷൻ മെട്രോയ്ക്കകത്ത് ഡെഡ് ബോഡി കിട്ടുന്ന ഷൂട്ട്. ശരിക്കും അവിടെ മെട്രോയ്ക്കകത്ത് പെർമിഷൻ കിട്ടത്തില്ല ഷൂട്ട് ചെയ്യാൻ. അപ്പൊ എത്രയോ കാര്യമായിട്ട് ഇവർ പെർമിഷൻ ഒക്കെ എടുത്താ ചെയ്തത്. പക്ഷെ അപ്പൊ ഇവര് എന്തിനാണ് ആ സീൻ, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സീൻ അത്രയും മെട്രോയ്ക്കകത്തത് കിട്ടുന്ന എന്തെങ്കിലും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ സീൻ ഓക്കെയാണ്. അല്ലെങ്കിൽ അത് അത്ര മഹത്തരമായ സീനാണെങ്കിൽ മെട്രോന്റെ അകത്തോണ്ടായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ വെച്ചാൽ തന്നെ ആ സീൻ വേറെ എവിടെ ഷൂട്ട് ചെയ്യാം. പിന്നീട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ എഡിറ്റിൽ ചിലപ്പോൾ തൂക്കുന്നതായിരിക്കും. നമ്മുടെ മാർച്ച് എമ്പുരാനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റഡ് പടം. ആനന്ദ് ശ്രീരാജ് പുള്ളി ചങ്ക് പറിച്ച് പാടിയേക്കുന്നതാണ് അല്ലേ എമ്പുരാൻ. ബഡ്ജറ്റ് ശരിക്കും അവര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. രാജുവും ഈ ബഡ്ജറ്റ് ഇപ്പൊ ഞാൻ കുറച്ച് ഈ ആഡിന്റെ ഒക്കെ പ്രൊഡക്ഷൻ നമ്മൾ ബഡ്ജറ്റ് ഇടുമ്പോൾ നമ്മളാണെങ്കിൽ അതിന്റെ ഒരു 2x 3x ഇടുകയുള്ളൂ. അങ്ങനെയാണ് ചില പ്രൊഡക്ഷൻ ഹൗസും
ഇതിൻ്റെ അത് പലരും ലാഭം ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. മനസ്സിലായില്ല, അതായത് 10 കോടി ബജറ്റ് ആണെന്നുണ്ടെങ്കിൽ 30 അങ്ങനെ. ഞാനിപ്പോൾ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ബിഡ് എടുക്കുമ്പം എനിക്ക് എക്സാക്ട്ലി അറിയാം അവർ ചിലപ്പോൾ 4 ലൈൻ പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ പറയും. ആ ലൈൻ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ അസിസ്റ്റന്റും ഒരാളായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ആ ബഡ്ജറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഇവർ 15-20% ഇതിൽ ലാഭം എടുക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഇങ്ങനെ പൈസ കിട്ടുള്ളൂ. പിന്നെ ഇത് ടാക്സും കൂടെ കുറച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും സിനിമയിൽ 18 കോടി 20 കോടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ അവർ കുറച്ച് കാര്യം റിക്കവർ ചെയ്തിട്ടുണ്ട്. 18 കോടി ഇറക്കാന്ന് പറയുമ്പോൾ 15 കോടി അല്ലെങ്കിൽ 14 കോടിയിൽ തീർക്കും. ഇല്ല, എമ്പുരാനൊക്കെ എനിക്ക് തോന്നണല്ലോ 180 കോടിക്ക്. ഇപ്പൊ ഞാനിപ്പോ നിന്റെ അടുത്ത് പറയണ അളിയ ഈ ടീഷർട്ട് കണ്ട, ഇത് 4000 രൂപയുടെ ഷർട്ടാണെന്ന് പറഞ്ഞാലും ഇത് 1000 രൂപയുടെ ഇത് 1000 രൂപയുടെ ഷർട്ടാണെന്ന് പറഞ്ഞാലും നീ ഇത് കാണുമ്പോൾ 4000 രൂപയുടെ അടിപൊളി അടിപൊളി. ഞാൻ പറയണത് ഇത് 500 രൂപയുടെ ഷർട്ടാണെന്ന് പറഞ്ഞാൽ വ്യത്യാസം വരില്ലേ? ആ ഒരു സാധനം ഈ സിനിമയിൽ ഇവരുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഇതൊരു 180 കോടിയുടെ പടമാണെന്ന് പറയുമ്പോൾ ഒഫീഷ്യലി ഈ നമ്പർ ആരും എങ്ങും ക്ലെയിം ചെയ്തിട്ടില്ല. ഇതിന്റെ ഒരു നാൾ വഴി പറയുകയാണെങ്കിൽ രാജു ആദ്യം ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വന്നിട്ട് പറയുന്നു 150 കോടിക്കൊക്കെ മലയാളത്തിൽ പടം പിടിച്ച് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന ഇവർ പറയുന്നത് പുള്ളി ചോദിക്കുന്നു. ആദ്യത്തെ ഇത് ആന്റണി ഉടനെ തിരിച്ചത് ഇത് 150 കോടി ആരാ പറഞ്ഞത്, ഞങ്ങൾ എങ്ങ് പറഞ്ഞിട്ടില്ല ബഡ്ജറ്റ്, ഞങ്ങളുടെ ബഡ്ജറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. രാജു ഇന്റർവ്യൂസിൽ പറയുന്നു ടോട്ടൽ ബഡ്ജറ്റ് നിങ്ങൾ എത്രയാണോ പ്രതീക്ഷിക്കുന്നത് അതിന്റെ താഴെയാണ്. അതായത് ഈ വിഷ്വൽ ഗ്രാൻഡ്യൂർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര രൂപയുടെ പടമാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അത്രയും വൃത്തിക്ക് മേക്ക് ചെയ്തത് കൊണ്ട് ഇതിന്റെ താഴെയാണ് ബഡ്ജറ്റ് എന്ന് പുള്ളി പറയുന്നു. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് മൾട്ടി ലാംഗ്വേജിൽ ഒരേ സമയത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി പാൻ ഇന്ത്യൻ പടമായിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിൽ ആദ്യമേ ലൈക്കയെ റോപ്പിൻ ചെയ്തതുകൊണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് വരുമ്പോൾ എല്ലാ ഫണ്ടും അവർ നോക്കിക്കൊള്ളുന്ന ധാരണ അവർ കൊണ്ടുവരികയും അവർ ഇന്ത്യൻ ടു പോലുള്ള പടങ്ങളും കങ്കുവയൊക്കെ പൊളിഞ്ഞിരിക്കുന്നതിന്റെ കങ്കുവയല്ല ഇന്ത്യൻ ടു പൊളിഞ്ഞതിന്റെ ആയിരുന്നു ഏറ്റവും പ്രശ്നം. പിന്നെ അവരുടെ ബിസിനസ് ടോട്ടലി ഡള്ളായത്. അവർ അവസാനം പൊളിയാറായി നിൽക്കുന്ന സമയത്ത് അവർ ബാക്കൗട്ടിങ് സിറ്റുവേഷൻ വരുമ്പോഴാണ് ഗോകുലം ഗോപാലൻ ചേട്ടൻ ഇതിനകത്തേക്ക് വരുന്നത്. പുള്ളി വന്ന് ഈ പടത്തെ ഏറ്റെടുക്കുമ്പോൾ പുള്ളി പറഞ്ഞ നമ്പറാണ് ഈ 180 crores 180 കോടി എന്ന നമ്പർ. സോ പുള്ളി ചിലപ്പോൾ ഇട്ട പൈസ ആയിരിക്കും. എന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറയുന്നത്. അതായത് ലൈക്ക പ്രൊഡ്യൂസ് ചെയ്ത പടം പാർട്ട്ണറായിട്ട് പിയും ആന്റണി പെരുമ്പാവൂരുള്ള ആശീർവാദ് ഉള്ള പടത്തിനെ ആന്റണി പെരുമ്പാവൂരിന്റെ അതായത് ഈ സാധനം ഇവരുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കാത്തത് കൊണ്ട് ലൈക്കയുടെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്ഷൻ വാങ്ങിക്കാൻ വേണ്ടി ഗോകുലം ഗോപാലൻ ചേട്ടൻ 150 കോടി ഇറക്കുന്നു. ലൈക്കയുടെ ചെലവായ പൈസ ഇവർ തിരിച്ചു കൊടുക്കുന്നു. അതിന് തൊട്ട് മുമ്പ് വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ പ്രൊഡക്ഷനിൽ നിന്ന് ഞങ്ങളുടെ റെമ്യൂണറേഷൻ എടുത്തിട്ടില്ല. മോഹൻലാൽ സാലറി എടുത്തിട്ടില്ല. ഇവര് താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ അല്ലേ, അതാണ് അതായത് എക്സ്പെൻസ് ആണല്ലോ അത്. റെമ്യൂൺ സാലറി ഒരു പൈസ പോലും ഒറ്റ പൈസ പോലും ഇവർ രണ്ടുപേരും സാലറി ആയിട്ട് എടുത്തിട്ട് അതായിരിക്കും. അപ്പൊ ഇവര് ഗോകുലം ഗോപാലൻ ഇതൊക്കെ നമ്മുടെ കഥയാണ്. അല്ലാതെ ആൾക്കാർ ഇത് ഗോകുലം ഗോപാലൻ ചേട്ടൻ നിങ്ങളോട് പറഞ്ഞതല്ല. 180 കോടി രൂപ ഗോകുലം ഗോപാലൻ ചേട്ടനെ നിന്ന് വാങ്ങിക്കുന്നു. അതുകൊണ്ടാണ് പുള്ളി 180 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിക്കിപീഡിയ 180 എന്ന് എഴുതുന്നത്. പുള്ളിയെ 180 വാങ്ങിച്ചിട്ട് അവർക്ക് ലൈക്കയ്ക്ക് ചെലവായ പൈസ ലൈക്ക ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. പക്ഷേ പ്രൊഡക്ഷൻ പാർട്ട്ണറായിട്ട് അവരുടെ പേരുണ്ട്. ലൈക്കയ്ക്കുള്ള പൈസ അവർ കൊടുക്കുന്നു, ബാക്കി പൈസ അവർ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു ഷെയർ വന്നു കഴിഞ്ഞു. ഇപ്പൊ ഈ 180 crore നമുക്ക് പടം കണ്ടാലേ 180 കോടിയുടെ പടമില്ല. ഇല്ല 180 കോടിയൊന്നും പടയില്ല. അവരത് ഹെലികോപ്റ്റർ ഒറിജിനൽ ഹെലികോപ്റ്റർ കൊണ്ടുവന്നാലും ബോംബ് പൊട്ടിച്ചാൽ നമുക്കറിയാം ഈ പടം നമുക്കറിയാം 180 കോടിയുടെ പടമില്ല. കാരണം ഇവർ പറയുന്നത് ഇവരുടെ ഈ പറയുന്ന എക്സ്പെൻസിന് ഇവർ പൈസ എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഇവരുടെയും കൂടെ റെമ്യൂണറേഷനോ എന്തെങ്കിലുമൊക്കെ ചേർന്ന് തന്നെ ഈ 180 crore എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ബ്രില്യൻസ് ഉണ്ടാവാം. ഈ പടത്തിന്റെ പല ലൊക്കേഷനിൽ പോയി നമ്മൾ ഷൂട്ട് ചെയ്തൊക്കെ L3 ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഒരേ സമയത്ത് ഷൂട്ടിംഗ് സൈമിൾട്ടേനിയസ് ആയിട്ട് പലതും കഴിഞ്ഞിട്ടുണ്ടാവും. L3 പല കീ പോർഷൻസ് ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ബോംബെയിൽ ഒരു ഷൂട്ട് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഷൂട്ട് ഇവർ ഇത് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇപ്പൊ പ്രണവിന്റെ കുറെ ഷോട്ട്സ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കും. L3 ആവശ്യമുള്ള എടുത്തിട്ടുണ്ടായിരിക്കും. അതിപ്പോ അതിന് മാറ്റി വിളിക്കേണ്ട കാര്യമില്ല. അതുപോലെ റഷ്യൻ ലൊക്കേഷൻ, സ്കോട്ട്ലൻഡ് അത് ഇത് കാണിക്കുന്ന ലൊക്കേഷൻ പോയി ചിലപ്പോൾ കുറെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തെങ്കിൽ ബ്രില്യൻസ് ആണ്. അത് ബഡ്ജറ്റ് 5 കോടി. പക്ഷേ L3 150-200 കോടി എന്ന് പറയും. അത് അവരുടെ മിടുക്ക്. അത് അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇപ്പൊ ഈ ബഡ്ജറ്റിൽ തന്നെ കുറെയൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അത് ഇനി ഈ 150 കോടിക്ക് ചെയ്ത പടം നമ്മൾ മാർക്കോ അനലൈസ് ചെയ്താൽ ഇതിനെ അനലൈസ് ചെയ്യണം. 150 കോടിക്ക് ചെയ്തു എന്ന് പറയുന്ന പടം 325 കോടി. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ടോട്ടൽ ബിസിനസ് ക്ലോസ് ചെയ്ത് പറഞ്ഞു 325 കോടി. 325 കോടി ടോട്ടൽ ബിസിനസ് ക്ലോസ് ചെയ്തു. ഈ പടത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 65 കോടി രൂപ. കേരളത്തിൽ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടില്ലാത്ത പോലെ ബുക്ക് മൈ ഷോയിൽ അഡ്വാൻസ് ബുക്കിംഗ് നടക്കുകയും വിജയുടെ പടത്തിന് കിട്ടുന്ന ബുക്ക് മൈ ഷോ നമ്പേഴ്സിനെ, അതായത് ബുക്കിംഗ് 1 മണിക്കൂർ കൊണ്ടുണ്ടാകുന്ന ബുക്കിംഗ് നമ്പേഴ്സിനെ ഒക്കെ വെട്ടിച്ച് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഒരു പടത്തിന് ബുക്കിംഗ് കിട്ടിയിട്ടുള്ള ഈ പടമാക്കി മാറ്റിയവര്. ബുക്ക് മൈ ഷോ ക്രാഷ് ആയി. ഒറ്റ ദിവസത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ 65 കോടി. 2 ദിവസം കൊണ്ട് 100 കോടി ക്രോസ് ചെയ്തു. 5-ാം ദിവസം 200 കോടി അനൗൺസ് ചെയ്തു. 9-ാം ദിവസം
മഞ്ഞുമേൽ ബോയ്സ് 242 കോടിയെ ക്രോസ് ചെയ്ത് ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് പ്രഖ്യാപിച്ചു ഈ പടത്തിന്. 10-15 ദിവസം കഴിഞ്ഞപ്പോൾ 250 കോടി ക്രോസ് ചെയ്യുന്നു, 250 കോടി ക്രോസ് ചെയ്യുന്നു പറഞ്ഞ് 15 ദിവസമായപ്പോൾ 265 ഇട്ടിട്ട് ആ തിയേറ്ററിൽ ആൾ കുറഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്ക് അടുത്ത സീസണിന്റെ പടവും വന്നു തുടങ്ങി. നമ്മൾ ബസൂക്ക കണ്ട സമയപ്പോഴത്തേക്ക് ആൾ കുറഞ്ഞു, 15-20 ദിവസമായില്ലേ. 265 കോടി ടോട്ടൽ വെച്ച് ക്ലോസ് ചെയ്തു. തിയേറ്ററിൽ ആളില്ല ഇപ്പൊ. അവർക്ക് 2 മാസം കഴിഞ്ഞ് റിലീസ്. ഇപ്പൊ പുഷ്പ പോലുള്ള പടങ്ങൾക്ക് 2 മന്ത്സോളം തിയേറ്റർ ഓടിയതിനു ശേഷം അവർ നെറ്റ്ഫ്ലിക്സിന് അല്ലെങ്കിൽ ആർക്കാ കൊടുക്കണമെന്ന് കൊടുക്കുന്നത്. അപ്പം ഇവർ അതിനുശേഷം നെറ്റ്ഫ്ലിക്സിന്, ആമസോണില്ല, ജിയോ ഹോട്ട്സ്റ്റാറിന് ഈ ഡീലാക്കി. 70 കോടി രൂപയും 30 കോടി രൂപ സാറ്റലൈറ്റ് 100 കോടിയുടെ ഡീല് നടന്നത് ന്യൂസ് വന്ന് ഫേക്കാണ്. അതായത് ആദ്യ അനൗൺസ്മെന്റ് മിനിറ്റില് കൊടുത്തേക്കുന്ന ഡേറ്റ് ആദ്യം അങ്ങനെ 70 കോടി രൂപ ജിയോ ഹോട്ട്സ്റ്റാർ, 30 കോടി ഏഷ്യാനെറ്റും കൊടുത്തു മാറ്റി 100 കോടിയുടെ സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ ഡീല് നടന്നു പറഞ്ഞു. അത് നോക്കുകയാണെങ്കിൽ 265 പ്ലസ് 100 365 ടോട്ടൽ ബിസിനസ് നടക്കണം. ലാലേട്ടൻ ഒഫീഷ്യലായിട്ട് പറഞ്ഞത് 325 കോടിയുടെ ടോട്ടൽ ബിസിനസ് ആണ്. അപ്പൊ 265 കോടി തിയേറ്റർ കഴിഞ്ഞിട്ട് 60 കോടി ടോട്ടൽ ബിസിനസ് വന്നു. പുള്ളി എല്ലാ ടാക്സും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് 220 ഇന്ത്യയുടെ ഷെയർ ആണ്. ഇന്ത്യ എന്നുള്ളത് 140 വിദേശത്തുള്ള, ഇതൊക്കെ ഒഫീഷ്യലി അവർ പറയുന്ന കണക്കുകളാണ്. ഈ കേരളത്തിൽ 90 കോടി കൂടുതൽ കളക്ഷൻ വന്നത് പറയുന്നു. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മറ്റേ ഡിവിഷൻ കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 40 കോടി രൂപ ഇവർക്ക് ഷെയർ കിട്ടാൻ സാധ്യതയുള്ളൂ, ഒരു 40 ക്രോർ. ഇവര് പറയുന്നത് 103 കോടി രൂപ തിയേറ്റർ ഷെയർ വന്നതാണ്. കേരള കളക്ഷൻ എന്റെ രൂപം 120 കോടി രൂപ ഒരു ഇന്ത്യയിലെ ബിസിനസ് ആണെന്നതിന് 40 കോടി രൂപ പ്രൊഡ്യൂസർ കിട്ടാൻ സാധ്യതയുള്ളൂ. ടോട്ടൽ ബിസിനസ്സിൽ നിന്ന് 103 കോടി രൂപ പ്രൊഡ്യൂസർ ഷെയർ വന്ന ഫസ്റ്റ് പടമായിട്ട് ഇവർ അനൗൺസ് ചെയ്തത്. അതായത് ഒരു പടത്തിന് ഇവർ 100 കോടി ക്ലബിൽ കയറുമ്പോഴും പ്രൊഡ്യൂസർക്ക് വരുന്നില്ലെന്നായിരുന്നല്ലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പരാതി. അപ്പൊ 103 കോടി രൂപ പ്രൊഡ്യൂസറിന് കിട്ടിയെന്ന് പറഞ്ഞ് ഇവർ അതും അനൗൺസ് ചെയ്തു. അത് അങ്ങനെ കിട്ടണമെങ്കിൽ കേരളത്തിൽ നിന്ന് 40 കോടി കിട്ടുകയും പിന്നെ വെളിയിലെ ബിസിനസ്സിൽ നിന്ന് ഓൾ അറൗണ്ട് വേൾഡിൽ നിന്ന് 60 കോടി രൂപ ഷെയർ പ്രൊഡ്യൂസർക്ക് വരും. എനിക്കറിയത്തില്ല ഇത് എന്ത് കണക്കാണ്. പുള്ളിക്കാരൻ നഷ്ടം. പുള്ളി 150 കോടി കൊടുത്തിട്ട് പുള്ളിക്കാരൻ ഷെയർ കിട്ടിയത് എത്ര? എന്നിട്ട് 100 കോടി അത് കളക്ഷൻ, തിയേറ്റർ കളക്ഷൻ കിട്ടി. 60 കോടി രൂപ ഡിജിറ്റൽ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൽ കിട്ടി. അത് TDS-ഉം ടാക്സും കട്ടായി എന്ത് കിട്ടും നമുക്കറിയില്ല. അപ്പോഴും നഷ്ടമാണ്. എന്റെ കണക്കിൽ എമ്പുരാൻ നഷ്ടമാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ ആദ്യത്തെ ചാനൽ വന്ന അലിഗേഷൻ, ഇത്രയും വലിയൊരു പടം ഇൻഡസ്ട്രിക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചോദ്യത്തിൽ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. കാരണം പാൻ ഇന്ത്യൻ സംഭവമായ ഒരു പടത്തിൽ വരും നല്ലത് തന്നെ. പക്ഷെ പാൻ ഇന്ത്യയിൽ അതനുസരിച്ച് കോളിലൊക്കെ ഉണ്ടാക്കിയിട്ടില്ല എമ്പുരാൻ. ഔട്ട്സൈഡ് സ്റ്റേറ്റ്സിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും സംഭവം ഉണ്ടായി. കാരണം അവർ പറയുന്ന കണക്ക് പ്രകാരം 120 കോടി ഇന്ത്യയിൽ നിന്ന് വന്നു, 90 കോടി രൂപ കേരളത്തിൽ 100 കോടി എടുക്കാറായി എന്ന് പറയുന്നത്. അപ്പൊ 25 കോടി രൂപ ഔട്ട്സൈഡ് ഇന്ത്യ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വന്നിട്ടുള്ളൂ. ഒരു പാൻ ഇന്ത്യൻ പടത്തിന് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വരെ 25 കോടിയല്ല. പാൻ ഇന്ത്യൻ പടമായ അല്ലു അർജുന്റെ പടത്തിന് തമിഴ്നാട്ടിൽ നിന്ന് ഷെയർ 50 കോടി മേളിലാണ്. ഇപ്പൊ നമ്മളിവിടെ തമിഴ്നാട്ടിലെ പടങ്ങൾ വിജയുടെ പടത്തിന് നമ്മൾ കൊടുക്കുന്ന ഷെയർ ചിലപ്പോൾ 50 കോടി അടുപ്പിച്ച് വരും. അതാണ് പാൻ ഇന്ത്യൻ പടം. അപ്പൊ ശരിക്കും എമ്പുരാൻ പാൻ ഇന്ത്യൻ പടം ആയിട്ടില്ല. സത്യം. എമ്പുരാൻ പാൻ ഇന്ത്യൻ പടം ആണെങ്കിൽ കുറച്ച് ഒന്ന് റിവ്യൂ തന്നാണ്. ഈ പടത്തിന് മിക്സഡ് റിവ്യൂസ് വന്നതോടുകൂടി തന്നെ അത് പടമായിട്ട് ഇറക്കി, പക്ഷെ മീറ്റ് ചെയ്തില്ല എന്നുള്ള. ആൻഡ് എന്റെ കണക്കിൽ ഇവർ പറയുന്ന കള്ളക്കണക്ക് സത്യകണക്കാന്ന് നമുക്കറിയില്ല. പക്ഷെ എന്റെ കണക്കിൽ എമ്പുരാൻ എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആകുന്ന ബിസിനസ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നു. 180 കോടി ഇല്ല ഇതിന്. അവിടെയാണ് അപ്പൊ ഇത് പറയുന്നത് 20 കോടിയാണ് ഈ പടത്തിന് മൊത്തം. അപ്പൊ ഈ പൈസ 150 രൂപ ഗോകുലം ഗോപാലൻ ചേട്ടൻ വാങ്ങിച്ചിട്ട് ആരാ എടുത്തു? അതിനകത്തൊരു പ്രശ്നമില്ലേ? 150 കോടി പുള്ളി ഒഫീഷ്യലി പറയാ, ഒരു അത് പുള്ളിയെ ലൈക്ക് എടുത്തില്ല. ഞാൻ പറയാം, ഒരു ബിസിനസിന്റെ കയ്യിൽ നിന്ന് ഒരു അസറ്റ് ഞാൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അത് അണ്ടർ കട്ട് ചെയ്തേ മേടിക്കുള്ളൂ. 200ന്റെ സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ 150 അല്ലെങ്കിൽ 150 ഞാൻ ക്ലോസ് ചെയ്യാൻ നോക്കും. അപ്പൊ ഈ 150ന്റെ സാധനം ഇല്ലത്, എന്നിട്ട് പുള്ളി 150 അവിടെ ഈ പറയുന്ന ഫിഗേഴ്സ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പുള്ളി മറ്റേ ടൊവിനോനെ ടിനോവ എന്ന് പറഞ്ഞ ആളായിരിക്കും. അയാൾ 18 കോടി ഉദ്ദേശിച്ചത്. നമ്മളീ പറഞ്ഞ സൂര്യസിംഗത്തിന് നീ പറയുന്ന കഥയ്ക്കും നിന്റെ പല്ലിലെ പാൻപര കറക്കി സംബന്ധമില്ലെന്ന് പറയുന്നല്ലേ ഇവര് പറയുന്ന. ഞാൻ ആവശ്യപ്പെടുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് വേണം, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ്. ഇങ്ങനെയൊക്കെയാണ് ഈ കാശ് ഉണ്ടാക്കട്ടെ അല്ലേ? ഇൻഡസ്ട്രിയെ പാവങ്ങളുടെ അല്ലല്ലോ, പണക്കാരെ ഇല്ലാതെ എങ്ങനെ നിനക്ക് ടാക്സ്, ഗവൺമെന്റിലോട്ട് വരേണ്ട ടാക്സ് അല്ലേ ഇതൊക്കെ? നമ്മളും ചെറിയ രീതിയിൽ നമുക്ക് HRA കൂട്ടി കാണിക്കും. എല്ലാരും ചെയ്യുന്ന ഇപ്പൊ നമ്മള് ടാക്സ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ചെയ്യും, നമ്മൾ കയ്യിൽ നിന്ന് പൈസ പോകാതിരിക്കണ്ട്. ഈ എമ്പുരാൻ ബിസിനസ് ലാഭമാകുന്നത് ഗവൺമെന്റിന്, തിയേറ്ററിന്. കാരണം 5 ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, 5 ദിവസം പ്രീ ബുക്കിംഗ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. 5 ദിവസം മൊത്തം ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കുക, ഇത്രയും കളക്ഷൻ ആയിട്ട് 5 ദിവസം തന്നെ വരിക എന്ന് പറഞ്ഞാൽ തിയേറ്ററുകൾക്ക് ഭയങ്കര ലാഭമാണ്. അവർക്ക് എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല ഇത്. ആ ലെവലിൽ എമ്പുരാൻ നല്ലൊരു സിഗ്നലാണ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഒരു പാൻ ഇന്ത്യൻ പടത്തിന് ഇനി ഉണ്ടാകുന്നൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടും.
5 ദിവസം മുന്നേ ഞാൻ ബുക്ക് ചെയ്യണോ എന്നുള്ള സാധനം. നമുക്കിത് സ്ഥിരമായിട്ട് കിട്ടിയല്ല. ഇപ്പൊ എന്റെ പൈസ ഞാൻ ചോദിക്കുന്നത്, എന്റെ പൈസ ഞാനിത് ബുക്ക് ചെയ്യണം ഞാൻ ചിന്തിക്കുമ്പോൾ ഇൻഡസ്ട്രിക്ക് വരേണ്ട പൈസയാണുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ പടം ഉണ്ടായി ഫ്ലോപ്പ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് ഇതിനകത്തും ഉണ്ടാവും. ഈ എമ്പുരാൻ ഫ്ലോപ്പ് ആണെന്ന് അവർ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ കണക്കിൽ എമ്പുരാൻ ശരിക്കും പറഞ്ഞാൽ നഷ്ടക്കച്ചവടമാണ്. ലാഭമായിരിക്കും. നിങ്ങൾ ഒരു അവർക്ക് ലാഭം ഉണ്ടാവും. പക്ഷെ അവർ കാര്യം നോക്കിയാൽ മതി, ഇവിടെ എത്ര പേര് എമ്പുരാൻ കണ്ടിട്ടുണ്ടെന്ന് നോക്കി. എല്ലാവരും പോയി കണ്ടില്ല. ഈ പടം കുറെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, ജയ് കണ്ടിട്ടില്ല. അഖിൽ കണ്ടോ? കണ്ട്. 5-ൽ 4 പേര്. 5-ൽ 4 പേര്. അപ്പൊ കേരള പോപ്പുലേഷൻ 4 കോടിയെന്ന് വിചാരിച്ചോളൂ. അല്ല 4 ഗ്ലോബൽ 3 കോടിയാണ്. അല്ല, ഇവർ ഈ പറഞ്ഞ നമ്പർ 265 കോടി അതിനകത്ത് മാറ്റമൊന്നുമില്ല. ടോട്ടൽ തിയേറ്റർ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ 265 കോടിയാണ്. കേരളത്തിന് ഞാൻ ഈ പടത്തിന് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് 500 കോടി. നമ്മൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ 500 കോടിയാണ് പറഞ്ഞത്. എന്റെ കുറെ ഫ്രണ്ട്സ് ജെനുവിൻ ജോണും ജിതിനും ഒക്കെ പറഞ്ഞത് 300 കോടി റഫ്ലി പോസിബിൾ ആയ ഒരു ഫിഗർ. മലയാളത്തിന് 300 കോടി പോസിബിൾ ആവുന്ന ഒരു സംഭവം. അത് അവർക്ക് എത്തിക്കാൻ പറ്റില്ല, കേരളത്തിൽ എത്തിക്കാൻ പറ്റാതെ അവർ അനൗൺസ് ചെയ്ത് ടോട്ടൽ ബിസിനസ് ഇട്ടാണ് 325 കോടി അനൗൺസ് ചെയ്തത്, 300 എന്നുള്ളത്. ആൻഡ് മഞ്ഞുമൽ ബോയ്സ് 20 കോടിയുടെ പടം 242 കോടി കളക്ട് ചെയ്യുന്നത്, 180 കോടിയുടെ പടം 265 കോടി കളക്ട് ചെയ്യുന്നത് അല്ല പാൻ ഇന്ത്യ എന്ന് പറയുന്നത്. മഞ്ഞുമൽ ബോയ്സ് ആണ്. ഇപ്പൊ ഞാൻ മഞ്ഞുമൽ ബോയ്സ് ഒരു 10 പേരെ കണ്ടു പറഞ്ഞിട്ടുണ്ട്, അടിപൊളി പടമാണ്, പോയി കാണണം എന്നുള്ള. അങ്ങനെ നമ്മൾ എമ്പുരാൻ പറയുന്നുണ്ട്. ശരിക്കും പോസിറ്റീവ് വേർഡ് മൗത്ത് കിട്ടിയായിരുന്നെങ്കിൽ എമ്പുരാൻ 500 കോടി എത്തിയേനെ ഉറപ്പായിട്ടും. അപ്പൊ അതാ പറഞ്ഞ ഒരു പടത്തിന് നമ്മൾ വെറുതെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? പടത്തിന്റെ കണ്ടന്റിൽ ശ്രദ്ധിക്കാതെ വെറുതെ ബൂസ്റ്റ് ചെയ്ത് വിവാദം ഉണ്ടാക്കിയ കാര്യമുണ്ടോ? ഞാനിപ്പോ എമ്പുരാൻ ഒരാൾ കണ്ടില്ലേലും കുഴപ്പമില്ല. 100 crore ബിസിനസ് സംഭവിച്ചതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ വിജയം എന്ന് പറയുന്നത് ഒരു മറാത്തി പടമാണ്, സൈറാത്ത് എന്നൊരു പടം. സൈറാത്ത് പ്രേമലു അല്ല, എനിക്ക് അതിനേക്കാൾ വലിയ സക്സസ് ആണ് സൈറാത്ത്. 4 കോടി താഴെ ബഡ്ജറ്റ് ഉള്ള പടം 112 കോടി. പ്രേമലു 10 കോടി പടം 150. ഇല്ലേ, 10 കോടി 4 കോടി ഇവര് പറയുന്ന നമ്പേഴ്സ് ഏതൊക്കെ? പ്രേമലിന്റെ ബഡ്ജറ്റ് എന്തായിരിക്കും? അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അത്ര 60 കോടി അടിക്കാൻ സമ്മതിച്ചില്ല. അതിന്റെ സെൻസർ കോപ്പി പുറത്ത് വിട്ടിട്ട്. സെൻസർ കോപ്പി പുറത്ത് വന്ന മാത്രമല്ല, ആ സമയത്ത് നോമ്പ് തുടങ്ങിയായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. എനിക്ക് തോന്നുന്നില്ല പ്രേമം നല്ല ഫുൾ സ്വിംഗിൽ പൊക്കോണ്ടിരിക്കുന്ന സിനിമയുടെ സെൻസർ കോപ്പി ഫുൾ സ്വിംഗിൽ നിൽക്കുമ്പോഴാണ് പുറത്ത് വന്നത്. അത് ഓൾറെഡി അത് പടത്തിനെ തന്നെ ആ കളക്ഷൻ നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ 10 പറഞ്ഞുള്ളൂ, വിക്കിപീഡിയ പറഞ്ഞ 32 കോടി ബഡ്ജറ്റ്. ഇതൊക്കെ ആര് പറയുന്നത് എങ്ങനെ വിശ്വസിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ വേണം പടം ചെയ്യാൻ. ഇപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നത് 1.25 കോടി 2 കോടി ആയിരിക്കും പടത്തിന്റെ ബഡ്ജറ്റ്, 50 കോടിക്കുള്ള ഗ്രോസ് കളക്ഷൻ. ഇത് തിയേറ്റർ കളക്ഷൻ മാത്രം. ഇത് കഴിഞ്ഞ് ഇതിന്റെ ബാക്കിയുള്ള ബിസിനസ്, ഇത്രയും വലിയ സക്സസിനെ ബാക്കി എല്ലാ ബിസിനസ്സും പ്രോഫിറ്റബിൾ ആണ്. ഒരു പടം ചെയ്യാം, നമ്മളൊക്കെ അഭിനയിക്കാം, നമ്മൾ റെമ്യൂണറേഷൻ എടുക്കൂല. നമ്മൾ റെമ്യൂണറേഷൻ എടുക്കാതെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ പൃഥ്വിരാജ് റെമ്യൂണറേഷൻ എടുത്ത് കാണൂലായിരിക്കും, പക്ഷെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ആശീർവാദ് സിനിമാസ് എടുത്തിട്ടുണ്ടായിരിക്കും. ലാലേട്ടൻ വാങ്ങിച്ചിട്ടില്ല. കാരണം എന്തിനു വാങ്ങിക്കണം? അത് ലാലേട്ടന്റെ നമ്മൾ വന്നിട്ട് റിൻഷാദിന് കാശ് കൊടുക്കുന്ന പറഞ്ഞ പരിപാടിയാണ്. ഒരു പാൻ ഇന്ത്യൻ പടം എടുക്കാന്ന പേരിൽ ഇൻഡസ്ട്രിക്ക് നമ്മൾ ഇത്ര പൈസ പമ്പ് ചെയ്യാതെ നമ്മൾ ആ കണ്ടന്റിൽ വിശ്വസിച്ച് പമ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു പാൻ ഇന്ത്യൻ പടം ഉണ്ടാക്കാൻ നോക്കുന്നത് ഒരു പടം പാൻ ഇന്ത്യൻ ആയി മാറുന്ന രണ്ടാണ്. പുഷ്പ ഏറ്റവും എക്സാമ്പിൾ പുഷ്പ 2. പുഷ്പ 1 ഭയങ്കര സക്സസ് ആയിരുന്നു. പുഷ്പ 2 എന്തായാലും ഹിറ്റ് ആകും. നോർത്ത് സർക്യൂട്ടിന് അത്രയും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവർ ആ പടത്തിന്റെ ഗ്രാൻഡ്യൂറിനെ ഒന്ന് മാറ്റുക എന്നുള്ളതല്ല, അത് ആ പടത്തിന്റെ പോക്കിനെ അവർ മാറ്റിയിട്ടില്ല. അതായത് ആ പടം പുള്ളി ഒരു റോക്കറ്റ് ലോഞ്ചർ കൊണ്ട് നടക്കണം. പുഷ്പ എന്താണോ അത് തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. അതായത് ക്യാരക്ടറിനെ മാറ്റാതെ അതിനെ ആ ജെന്യൂനിറ്റിയിൽ വിടുകയാണ് അവർ ചെയ്തേക്കുന്നത്. ആ സാധനം എത്തണം. ഇപ്പം രാജമൗലി ബാലിന്റെ ഉണ്ടാക്കാൻ വേണ്ടി ബാഹുബലിയെ ഒരിക്കലും കൊണ്ട് റഷ്യ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. ബാഹുബലി ഹാപ്പൻ ഇന്ത്യക്കകത്താണ്, പ്രിമേഡിൽ ഏജസിലാണ്, രാജാക്കന്മാരുടെ കാലത്ത്. അതിനെ ഒരു പാൻ ഇന്ത്യൻ ആക്കുക എന്നുള്ള ഇവർ നോക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഹോളിവുഡിൽ ഇങ്ങനെയാണ് പടം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ മിഷൻ ഇമ്പോസിബിൾ പോലെ പടങ്ങളാണ് ഹോളിവുഡിലോട് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനത്തെ പടം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. കാരണം അത് അവര് ചെയ്തുകൊണ്ടിരുന്ന പടമാണ്. അങ്ങനെ ഒരു പടത്തിന് നമുക്ക് താങ്ങാൻ പറ്റാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ ചിന്തിക്കണം. ഈ 150 crore താങ്ങാൻ പറ്റാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ കഥ അതൊക്കെ മിഷൻ ഇമ്പോസിബിൾ പോലെ ആയിരുന്നെങ്കിൽ ഇത് വർക്കായേനെ. അല്ല, അവിടെയും പ്രശ്നമുണ്ട്. നമ്മൾ മിഷൻ ഇമ്പോസിബിൾ ഒരു പടത്തിൽ കണ്ടിട്ടുള്ള സാധനത്തിന്റെ വാട്ടേർഡ് ഡൗൺ വേർഷൻ 3 times താഴോട്ട് വാട്ടേർഡ് ഡൗൺ ആയിട്ടുള്ള വേർഷൻ കാണാൻ സാധനമാണ് ഇതിനകത്തുള്ളത്. അല്ല, അതായത് വെള്ളം ചേർത്ത വേർഷൻ കാണാൻ നമ്മൾ ഇതിന്റെ പൈസ ഹെലികോപ്റ്റർ. ഞാൻ ചോദിക്കട്ടെ, അതായത് പുള്ളിക്കാരൻ ഇത്ര ഓൺ സ്റ്റണ്ട് ചെയ്യുന്ന ഒരാള് ഇമ്പോസിബിൾ ആയിട്ട് മിഷൻ ചെയ്യുന്ന ഒരു പടം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് പലതവണ. എത്ര തവണ പുള്ളി തന്നെ പറയണം മിഷൻ ഇമ്പോസിബിൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി ചെയ്തിട്ട്. ആ മോഡലിൽ ഒരു പടം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്ത് പിടിച്ചിട്ട് ഓൾ ഇന്ത്യ ലെവലിലും വേൾഡ് വൈഡിലും ഇറക്കി അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിചാരിക്കുന്ന മണ്ടത്തരമല്ലേ? സത്യം. നമ്മൾ നമ്മുടേതായ ഒരു കണ്ടന്റ്
കൊണ്ടുവന്ന് അതിന് പാൻ ഇന്ത്യൻ അപ്പീൽ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. അതെ അതെ. ഇപ്പൊ കാന്താരയൊക്കെ അവിടത്തെ ഒരു ഫോക്ലോർ കയറി വന്ന് പാൻ ഇന്ത്യൻ ആവുന്നത് അവരതിനെ ഒരു തരത്തിൽ ഇപ്പൊ കാന്താര 2 വരുമ്പോ അവരിതിനെ പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടി ചെയ്താൽ മിക്കവാറും ഫ്ലോപ്പ് ആവത്തേ ഉള്ളൂ. അവർ അവരുടേതായ സാധനം ചെയ്തിട്ട് അതിനൊരു റീച്ച് ഉണ്ടാക്കി അതിന് ഓഡിയൻസ് കാണുകയല്ലേ ശരിക്കും. പക്ഷേ മഞ്ഞുമൽ ബോയ്സ് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓടെ വരുന്ന ഒരു സാധനം ഇനി പിടിക്കാനായിട്ട് പറയാം. അല്ല പക്ഷെ ലൂസിഫർ കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഇങ്ങനെ ഒരു ഡാർക്ക് പാസ്റ്റ് ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുക മാത്രമേ ഇവർ ചെയ്തുള്ളൂ. ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോ അതിനകത്ത് കുറെ പൈസ മുടക്കി ചെയ്താൽ അത് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്ന മണ്ടത്തരല്ലേ. ശരിക്കും അവരെപ്പോഴും വർക്ക് ചെയ്യേണ്ടത് ആ സ്ക്രിപ്റ്റ് കഥ നന്നാക്കുക എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് എല്ലാവർക്കും തോന്നിയ പോയിന്റ് അതാണ്, സ്ക്രിപ്റ്റ് സ്റ്റോറി വീക്ക് ആയിരുന്നു. ഖുറേഷി എബ്രഹാം മൊത്തം വീക്കായിരുന്നു. എനിക്കും ലാലേട്ടൻ മുണ്ട് മടക്കി വരുമ്പോ തന്നെയാണ് മാസം. അതിൽ പാൻ ഇന്ത്യൻ ആവാനുള്ള എലിമെന്റ്സ് ഇല്ലാത്തത് നമുക്ക് ഇഷ്ടപ്പെട്ട സീൻ ഏതാണ്? സ്റ്റീഫൻ നെടുമ്പള്ളി മുണ്ട് മടക്കും. പിന്നെ അവര് അവസാനം ഒരു 15-20 മിനിറ്റ് മോഹൻലാലും പൃഥ്വിരാജും തമ്മിലൊരു അടിസാധനം കാണി. അതൊക്കെ നമുക്കേ വർക്കാവുള്ളൂ അല്ലേ? അത് നമുക്കേ വർക്കാവുള്ളൂ. കാരണം നമുക്ക് ആ 2 സൂപ്പർ സ്റ്റാറുകളെ സ്ക്രീനിൽ കാണുമ്പോൾ അത് പാൻ ഇന്ത്യയിൽ ഒരിക്കലും എനിക്ക് വർക്കായി. കാരണം നമ്മൾ നോക്കുമ്പോൾ പൃഥ്വിരാജ് മാറുന്നു, മോഹൻലാൽ വരുന്നു, പൃഥ്വിരാജ് മാറുന്നു, മോഹൻലാൽ വരുന്നു, 2 സൂപ്പർ സ്റ്റാറുകളെ കാണുന്ന ഒരു രസം. അതൊരിക്കലും എനിക്ക് തോന്നുന്നു ഒരു പാൻ ഇന്ത്യ ആൾക്ക് അങ്ങനത്തെ ഒരു വികാരം വരും. അയാൾ നോക്കുമ്പോൾ ഇതെന്തിനാണ് ക്യാമറ ഇത്രയും കറങ്ങണേന്നായിരിക്കും ചിന്തിക്കണേ അല്ലേ? മോഹൻലാൽ വാളെടുക്കുന്നു, പൃഥ്വിരാജ് വെട്ടുന്നു. മോഹൻലാൽ തോക്കെടുക്കുന്നു, പൃഥ്വിരാജ് വെടിവെക്കുന്നു അല്ലേ? ലൂസിഫർ OTT വഴി ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ലേ, ആൾക്കാർക്ക് ഇഷ്ടമുള്ള പടം ആയിരിക്കത്തില്ലേ. പിന്നെ അത് റീമേക്ക് പോയെന്ന് പുള്ളിക്കാരൻ ചിരഞ്ജീവി റീമേക്ക് അല്ല, ലൂസിഫറിൽ ആ ഒരു മലയാളി ടച്ചും ആ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിന്റെ ഒരു കമന്ററി എന്ന ലെവലിൽ വന്നതുകൊണ്ടാണ്. അതേപോലെ ഇതിലാ ഖുറേഷി എബ്രഹാം ഭാഗങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, പക്ഷെ അവർക്ക് അങ്ങനെയല്ലേ കാണിക്കില്ല. ഖുറേഷി എബ്രഹാം ഒരു ഇന്റർനാഷണൽ ഡ്രഗ് ലോഡാണല്ലോ. പിന്നെ പൊളിറ്റിക്സിലെ ഒരു കിങ് പിന്നെ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു കിങ് മേക്കറിനെ കാണിക്കുന്ന വേറെ ഏതെങ്കിലും മലയാള സിനിമകൾ ഇതിനു മുമ്പേ തൊട്ട് റീസെന്റ് ഹിറ്റ് ആയ ഏതെങ്കിലും സിനിമകൾ ഉണ്ടായിരുന്നോ? ലെവൽ ഓഫ് കാണിക്കുന്ന പടങ്ങളൊന്നും ആ ഒരു പ്രശ്നം നല്ലൊരു പൊളിറ്റിക്കൽ സിനിമ വന്നിട്ട് കുറെ നാളായ സമയത്ത് ലൂസിഫർ ബേറിന്റെ പടം വരുന്നു. ഇപ്പൊ ആലപ്പുഴ ജിംഖാന വേണമെങ്കിൽ പാൻ ഇന്ത്യൻ ആവും, കാരണം അതൊരു ലോക്കൽ കഥയാണ് അല്ലേ? അതായത് ആ സാധനം റിലേറ്റബിൾ ആണ്. പ്രേമലു എന്തുകൊണ്ടാണ് തെലുങ്കിലോടി? പ്രേമലു ഒരു തെലുങ്കിനെ ഓഡിയൻസിന് വേണ്ടി ഇറക്കിയ പടമല്ല. പക്ഷെ അതിനൊരു തെലുങ്ക് സാധ്യ ഡയറക്ടർ ആദ്യമേ കാണുന്നുണ്ടായിരുന്നു. പുള്ളി പിന്നീട് നെസ്റ്റലിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു ഹൈദരാബാദ് റിലീസിനോ അല്ലെങ്കിൽ ഒരു മെട്രോ സിറ്റീസിലേക്ക്, തെലുങ്ക് വേൾഡ് മെട്രോ സിറ്റീസിലേക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നത്. കാരണം ആ പടത്തിന്റെ അതിനകത്തുള്ള കഥ എന്ന് പറഞ്ഞാൽ ഈ ഏകദേശം യൂണിവേഴ്സൽ സാധനമല്ലേ? അതെ, സിമ്പിൾ കഥയാണ്. പ്രേമലൂല് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇതിനകത്ത് എന്താണ് ആലപ്പുഴ ജിംഖാനിൽ പിള്ളേർ ഇടികൊണ്ട് അങ്ങനെയുള്ള സാധനം നമുക്ക് അതിനെ മാർക്കറ്റ് ചെയ്ത് പാൻ ഇന്ത്യൻ ആക്കാൻ പറ്റില്ലാണ് ശരിക്കും വേണ്ടത്. ശരിക്കും കണ്ടന്റിലേ ഉള്ളൂ. ഇപ്പൊ കാന്താരയുടെ കണ്ടന്റ് അത്രയും യുണീക്കും അത്രയും അടിപൊളിയാണ്. തിയേറ്റർ നമുക്ക് സോങ്സ് രണ്ടാമൂഴം സിനിമയാക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നമുക്ക് ഇന്റർനാഷണൽ ഓഡിയൻസിലേക്ക് ഡയറക്റ്റ് അതുപോലെ ചെയ്യാം. അല്ലാതെ ഭീമൻ റഷ്യ എന്ന് പറയേണ്ട കാര്യമില്ല അല്ലേ? അതാ അത് ചെയ്യാം. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട്. അത്രയും വലിയ ബഡ്ജറ്റുള്ള ഒരു പടം നമുക്കത് ഡിമാൻഡ് ചെയ്യുന്ന രണ്ടാമൂഴം ഡിമാൻഡ് ചെയ്യുന്ന ഒരു മേക്കിങ്ങിലേക്ക് നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. MTക്ക് അത് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് MT മരിക്കുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് തിരിച്ചു വാങ്ങിച്ചത്. ശ്രീകുമാർ മേനോൻ ചെയ്യാനിരുന്ന പടം അത് പ്രോപ്പറായി വർക്കാവില്ല എന്ന് പുള്ളിക്ക് വിശ്വാസമല്ലോ. ഒടിയതിനു ശേഷം ചിലപ്പോൾ സംഭവിച്ചാൽ പറയാൻ പറ്റത്തില്ല. അപ്പൊ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തോന്നലാവാറുണ്ടായത്. പക്ഷെ പിന്നെ വീണ്ടും പറഞ്ഞപ്പോൾ MTയുടെ അനന്തരാവകാശികൾ ഇത് വീണ്ടും തിരിച്ച് സെല് ചെയ്യാൻ പോകുന്നു. അതൊരു മോഹൻലാൽ പടമായിട്ട് തന്നെ വരും, ഇന്റർനാഷണൽ ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിട്ട് വരും എന്ന് പറയുന്നു. അതൊക്കെ ശരിക്കും അനദർ വേർഷൻ ഓഫ് മഹാഭാരതം. ഭീമന്റെ കണ്ണിൽ നിന്ന് കുറച്ചുകൂടെ പുള്ളി മറ്റേ വടക്കൻ വീരകഥ എഴുതിയ പോലെ ചന്തു ചതിയനാണ് എല്ലാവരുടെയും കണ്ണിൽ. അവിടെ ചന്തുവിനെ അയാളുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു. അത് ചതിനൊന്നുമല്ല, അയാളാ നായകൻ എന്ന് പറയുന്ന കഥയാണ് വടക്കൻ വീരഗാഥ. അതുപോലെ തന്നെ ഭീമസേനാണ് ഹീറോ എന്ന് പറയുന്നതും മഹാഭാരതം നിങ്ങൾ കാണുന്ന കണ്ണിൽ ഇപ്പുറത്തൊരു കണ്ണിൽ നോക്കുമ്പോൾ അതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. ശശികൽ ടീച്ചർ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു രണ്ടാമൂഴം സിനിമ ആക്കരുതെന്നത്. കാരണം ഹിന്ദു പോയിന്റ് ഓഫ് വ്യൂവിൽ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് എനിക്കറിയില്ല. അതാ ഞാൻ പടം വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുരാണത്തിനെ വളച്ചൊടിക്കുന്ന പ്രശ്നം. കാരണം പുരാണം പറയുന്നതല്ല രണ്ടാമൂഴം പറയുന്നത്, പക്ഷെ അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആവും, സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഭയങ്കര സെൻസിറ്റീവ് ആവുന്ന ഒരു പോയിന്റ് അതിനകത്തുണ്ട്. അതായത് ഭീമസേനൻ വായുപുത്രനും ഓരോരുത്തരും ഓരോ ദേവന്മാരാണ് മഹാഭാരതം കാണിക്കുന്നത്. വരം കൊടുത്തു.
സട്ടിലായിട്ട് പറഞ്ഞിട്ട് പോകുന്നത് കുന്തിയുടെ പല റിലേഷനിലുള്ള കുട്ടികളായിട്ടാണ് പറയുന്നത്. അതായത് അവരുടെ കോൺസെപ്റ്റിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ ഇയാള് ഇത് പറയുന്നത്, ആ പോയിന്റ് ഞാൻ ഒന്നുകൂടെ വായിച്ചാൽ ഞാൻ അത് എവിഡന്റ് ആയിട്ട് പറയത്തുള്ളൂ. പറയുന്ന പോയിന്റിൽ കുന്തിയുടെ പല റിലേഷനിലുള്ള കുട്ടികളായിട്ടാണ് ഇതിനെ പറയുന്നത്. അതിനകത്ത് അങ്ങനെയാണ് പറയുന്നത്. പാണ്ഡുവിന് കുട്ടികൾ ഉണ്ടാവാത്തത് കൊണ്ട് കുന്തിക്കുണ്ടായ മറ്റു റിലേഷനിലെ കുട്ടികളാണ് ഇവർ എന്നാണ് പോയിന്റ് ഓഫ് വ്യൂ. ബാലരമയിൽ ഇതെല്ലാം വരദാനമാണ് വരുന്നു. അതാണ് പുരാണിക് വ്യൂ അല്ലെ മഹാഭാരത വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ദേവന്റെ വരമാണ് കുട്ടികൾ. പക്ഷെ ഇത് മറ്റു റിലേഷനിലുള്ളതാണ്. ഭയങ്കര അങ്ങനെ രണ്ടാപുരം തുടങ്ങുന്നു. അപ്പൊ തന്നെ തുടങ്ങുമ്പോഴല്ല പുള്ളി ഇത് പല സ്ഥലത്തും ഇങ്ങനെ പുള്ളി സട്ടിലായിട്ട് ഇത് പറഞ്ഞു വെക്കുന്നത്. അതായത് ഭീമസേന എങ്ങനെ ഉണ്ടായെന്ന് പുള്ളി വളരെ സട്ടിലായിട്ട് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് സാധനം പറയുന്നുണ്ട്. അത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഇതൊക്കെ എങ്ങനെ ആൾക്കാർ ഉൾക്കൊള്ളും. പക്ഷെ രണ്ടാമത് ഭയങ്കര ഹിറ്റ് കഥയാണ്. പക്ഷെ ഇത് ഇപ്പോഴല്ലേ ഇറങ്ങിയത്, കുറെ നാൾ മുന്നേ. നിങ്ങൾ പറഞ്ഞ പറ്റില്ല, അതായത് പാൻ ഇന്ത്യ സെല്ല് ചെയ്യുന്ന അപ്രോച്ച് തെറ്റിപ്പോയി. അതായത് ഒരു ഓതന്റിക് കഥ, എല്ലാവർക്കും റിലേറ്റബിൾ ഒരു സാധനം പ്രേമലു പോലതാണ് പാൻ ഇന്ത്യൻ ആവേണ്ടത്, റാദർ ദാൻ ഒരു ഭയങ്കര ഒരു ഇന്റർനാഷണൽ ചൈനീസ് ഡോണിന്റെ കൂടെയോ അല്ലെങ്കിൽ സെനഗൾ ആളുടെ കൂടെയോ അടിക്കുന്നതല്ല നമ്മൾ പാൻ ഇന്ത്യ ആയിട്ട് കാണേണ്ടത്. അത് അങ്ങനെ പിടിക്കുന്നുണ്ട്. അതായത് അങ്ങനെ പിടിക്കുന്നതോട് തെറ്റുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ഞാൻ പറഞ്ഞ പോയിന്റ്. അതായത് അപ്പൊ അങ്ങനെ ഒരു പടം പിടിക്കുന്ന ഒരാൾക്ക് ഇന്റർനാഷണൽ റാക്കറ്റിന്റെ പടം പിടിക്കുന്ന പിടിച്ചോ കുഴപ്പമില്ല. പക്ഷെ അത് പാൻ ഇന്ത്യൻ ആവുന്ന പ്രതീക്ഷിക്കാൻ പാടില്ല. പാൻ ഇന്ത്യൻ ആവുന്നത് അല്ലെങ്കിൽ പാൻ വേൾഡ് ആവുന്നത് ആ കണ്ടന്റിനെ എല്ലാവർക്കും റിലേറ്റ് ആകാൻ പറ്റുന്നത്, അല്ലെ എല്ലാവരും കാണുന്ന ഒരു കണ്ടന്റിൽ കൊണ്ടുവച്ച് ചെയ്യണമെന്ന് നിർബന്ധം. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മോശമായി എന്നുള്ളതാണ്. അതായത് ഉണ്ടാക്കി അതിനെ മീറ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് കഥ അല്ലെങ്കിൽ അകത്തും ഇല്ല. അതിന് അത്ര ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇത് പടം അടിപൊളിയായിരുന്നു. 500 കോടി ക്രോസ് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ പടം അതില്ലായിരുന്നു. നമ്മൾ വർഷങ്ങളായിട്ട് നാട്ടിലുള്ള ഗുണ്ടാത്തലവന്റെ കഥകളാണ് പിടിക്കുന്നത്. കാരണം നമുക്കറിയാം ഇത് പുറത്തേക്ക് ഈ പടത്തിന് റീച്ചില്ല, നമുക്ക് അത്ര വലിയ മാർക്കറ്റ് ഇല്ലെന്ന് മനസ്സിലായിക്കൊണ്ട് ഈ നാട്ടിലെ കൊച്ചി കൊട്ടേഷൻ ഗ്യാങ്ങിന്റെയും പോലീസുകാരുടെ കഥ പിടിക്കും, നമ്മൾ ഇന്റർനാഷണൽ സ്പൈയുടെ കഥ പിടിക്കുക, നമ്മൾ പോലീസ് കമ്മീഷണറുടെ കഥ പിടിക്കുന്നത് ഹിറ്റാകും. നമ്മുടെ വളരെ ചെറിയ ഇൻഡസ്ട്രി ആയിരുന്നു, അതിനകത്തേക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഇൻഡസ്ട്രി ആയിരുന്നു. നമ്മൾ അതിൽ നിന്ന് പതുക്കെ പതുക്കെ ഗ്രോ ചെയ്താണ് നമ്മൾ അതർ സ്റ്റേറ്റ് ഒക്കെ പിടിച്ചു വന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ ഡോണിന്റെ കഥ പിടിക്കുന്നതൊക്കെ നമ്മൾ വളരുന്നതാണ്. നമുക്കിപ്പോൾ വേൾഡ് വൈഡ് റിലീസിന് സാധ്യതയുണ്ട്. അപ്പോഴും നമ്മളൊരു മീഡിയോക്കർ സാധനത്തിനെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന സെറ്റപ്പിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ അതൊരിക്കലും വർക്ക് ആവത്തില്ല. നമ്മുടെ പോലീസുകാർ ഇപ്പോ നമുക്ക് ഏത് സിനിമയിലാണ് ഇവിടുന്ന് പോയിട്ട് വേറെ സംസ്ഥാനത്ത് നിന്ന് ആളെ പൊക്കി കൊണ്ടുവരുന്നത്? കണ്ണൂർ സ്ക്വാഡ്. ശരിക്കും കണ്ണൂർ സ്ക്വാഡ് വേണമെങ്കിൽ അത് കണ്ണൂർ സ്ക്വാഡ് ഇതിനൊക്കെ വേണമെങ്കിൽ ആ പാനിന്റെ അപ്പല്ലോ. പക്ഷെ ഇതൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള പടങ്ങളായിട്ട് പിടിച്ചേക്കും. നമ്മുടെ ആൾക്കാർ ഇന്റർനാഷണൽ ആവേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മളുടെ ഇങ്ങനത്തെ പടങ്ങൾ OTT ആൾക്കാർ കാണുന്നുണ്ടാവും. അപ്പൊ അത് പതുക്കെ പാനിന്റെ അപ്പീൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഓൾറെഡി ഗദർ എന്നുള്ള സിനിമയെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു സണ്ണിയുടെ. അപ്പൊ അനിൽ ശർമ്മ എന്ന ഡയറക്ടറാണ് ഗദർ ഡയറക്ട് ചെയ്തത്. ആ പടം അന്ന് 100 crore അടിക്കുകയും ഞാൻ പറഞ്ഞു കുറെ നാളുകളോട് ആരും റെക്കോർഡ് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് 10-15 കോടി രൂപയ്ക്കൊക്കെ ചെയ്തൊരു പടം 130 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റ് സ്റ്റാറ്റസ് അടിച്ചൊരു പടമാണ്. അപ്പൊ അതൊരു പാകിസ്ഥാൻ ഇന്ത്യ എന്നൊക്കെ നമുക്ക് സെല്ലാവുന്ന സാധനം, ഇന്ത്യ മൊത്തം സെല്ലാവുന്ന സാധനം പുള്ളി കറക്റ്റായി മാർക്കറ്റ് ചെയ്തു. അപ്പൊ പുള്ളിയുടെ ആഗ്രഹമായിരുന്നു ഒരു സ്പൈ ത്രില്ലർ പിടിക്കണം. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പടത്തിന് സ്കോപ്പ് ഇല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് മിഷൻ ഇമ്പോസിബിൾ ഒരു പടം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിരുന്ന ഒരു ഡയറക്ടർ ഗദർ ഏക് പ്രേം കഥ ഹിറ്റായപ്പോൾ 100 crore അടിച്ച് പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ആയി. പുള്ളി ആ ടീമിനെ അതേ നിലനിർത്തിക്കൊണ്ട് തൊട്ടടുത്ത വർഷം സണ്ണി ഡിയോളിനെ നായകനായിട്ട് ഹീറോ ദ ലവ് സ്റ്റോറി ഓഫ് എ സ്പൈ എന്ന് പറഞ്ഞ പടം അനൗൺസ് ചെയ്തു. അന്ന് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ബഡ്ജറ്റുള്ള പടം അതാണ്. 35 കോടി രൂപ ബഡ്ജറ്റിൽ 2003 35 കോടി ബഡ്ജറ്റ് എത്ര ഹൈ ആവെന്ന് പറഞ്ഞാൽ 2005 അന്യൻ ഇറങ്ങിയപ്പോൾ അന്യന്റെ ബഡ്ജറ്റ് 20. മലയാളത്തിൽ ആദ്യത്തെ 1 കോടി പടം ഏതാണെന്ന് അറിയാമോ? നരസിംഹം 2000. അപ്പം 1 കോടി കളക്ട് ചെയ്തു. 1 കോടി ക്ലബിൽ കയറിയ അല്ലേ നരസിംഹത്തിന്റെ 1 കോടി. നരസിംഹ 20 കോടി കളക്ട് ചെയ്ത പടം. എനിക്ക് അതിനകത്ത് ഈ 1 crore എന്തോ നമ്പർ പറയും. ബജറ്റ് ഓഫ് ജസ്റ്റ് 1 crore 22x. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അതായത് ഒരു സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ പടം എടുക്കുന്നത് ശങ്കറായിരുന്നു. പുള്ളി അന്യൻ 2005 എടുക്കുന്നത് 26 കോടി രൂപയ്ക്കാണ്. അതിന് 2 വർഷം മുന്നേ ഈ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് പടമായിട്ട് ഇത് അനൗൺസ് ചെയ്ത് അവർ ചെയ്തു. അവരുടെ ഏറ്റവും വലിയ ഹൈ പോയിന്റ് അതേ ഉള്ളായിരുന്നു. ഗദർ ടീം റീയൂണൈറ്റിംഗ് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് പടത്തിന് വേണ്ടി ദ ഹീറോ ലവ് സ്റ്റോറി ഓഫ് എ സ്പൈ. അത് ഇന്ത്യൻ ട്രഡീഷന് വേണ്ടി ഒരു സ്പൈയുടെ പേഴ്സണൽ കോൺഫ്ലിക്ട്സും ലവ് സ്റ്റോറിയും അതോടൊപ്പം ഇന്റർനാഷണൽ ടെററിസവും ഇന്ത്യ പാകിസ്ഥാൻ ടെററിസം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു. പല വിദേശ രാജ്യ ലൊക്കേഷൻസ്, ഇന്ത്യയിലെ തന്നെ നമ്മുടെ മറ്റേ കുളു മണാലി, ഹിമാചൽ, അവിടെയൊക്കെ ഭയങ്കര രസമായിട്ട് ഗ്രാൻഡ്. അതിന്റെ ട്രെയിലർ ഗംഭീര ട്രെയിലർ. ഞാൻ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തിയേറ്ററിൽ കാണുന്ന ആഗ്രഹമുള്ള പടമായിരുന്നു. ഞാൻ കണ്ടില്ല, ഞാൻ TV-യിലാണ് പിന്നെ കാണുന്നത്. പടം 8 നില പൊട്ടി. 35 കോടിക്ക് എടുത്ത പടം 40 കോടി രൂപ അങ്ങനെ ടോട്ടൽ. അതാണ് ഞാൻ ചോദിച്ചത്, ഇത്ര ഹൈപ്പിലാണ്.
35 കോടിയുടെ പടം 40 കോടി ടോട്ടൽ കളക്ഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ അതിന് പടത്ത് 20-30 കോടിയുടെ നഷ്ടം അന്നത്തെ കാലത്ത്. നീ ആലോചിക്കുന്ന 1 കോടി രൂപയ്ക്ക് മലയാളത്തിൽ പടം സൂപ്പർ സ്റ്റാർ പടം എടുക്കും. 35 കോടിയുടെ സാധനം 40 കോടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 കോടി 40 കോടി പ്രൊഡ്യൂസറല്ലേ കൊണ്ടുപോയത്. 40 കോടി ടോട്ടൽ തിയേറ്റർ ബിസിനസ് ഉണ്ടായില്ല. അത് തൊട്ടടുത്ത് തലേ വർഷം ഗദർ 130 കോടി ഉണ്ടാക്കിയപ്പോഴാണ് 18 കോടി ഇവിടെ 130 കോടി ഉണ്ടാക്കിയപ്പോഴാണ് 35 കോടി ഇവിടെ 40-45 കോടി മൊത്തം തീർന്നു ടോട്ടൽ ബിസിനസ് എല്ലാം. അത് പ്രൊഡ്യൂസർക്ക് 20-30 ക്രോറൊക്കെ പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടാക്കി. റിസ്ക് എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അത് അന്ന് തൊട്ട് നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവരിറക്കുന്ന പോലെ പടം ഇറക്കിയിട്ട് കാര്യമില്ല. ഇതില് നമ്മള് നമ്മുടെ കണ്ടന്റിൽ വിശ്വസിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ പ്രൊഡ്യൂസർ മാത്രമാണ് കാശ് ഇറക്കി കളിക്കുന്നത് അല്ലേ? അതായത് നഷ്ടം വന്ന പ്രൊഡ്യൂസറിന്, ലാഭം വന്ന എല്ലാവർക്കും. ലാഭം എല്ലാവർക്കും ഒന്നും ഇല്ല. തിയേറ്ററിന് ഇതിൽ എന്ത് റിസ്ക് ആണുള്ളത്? അത് തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റ് ആയാൽ പോകുന്നത്. തിയേറ്റർക്ക് ലാഭം വരുന്ന വെച്ചാൽ ഈ പറയുന്ന 300 കോടിയുടെ തിയേറ്റർ കളക്ഷൻ ഉണ്ടായെന്ന് വെച്ചാൽ തിയേറ്ററിൽ 1000 കോടി അല്ലെ 1000 തിയേറ്ററിനാണ്, അല്ലെങ്കിൽ 2000 തിയേറ്റർ 5000 തിയേറ്റർ ചെയ്യുന്ന ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു തിയേറ്ററിന് എപ്പോഴും റെഗുലർ ബിസിനസ് മാത്രമേ നടക്കുന്നുള്ളൂ. അവരെ സംബന്ധിച്ച് എന്നും ഈ പറയുന്ന 500 സീറ്റ് ഫിറ്റ് പോകാൻ വേണ്ടി അവരത് വെച്ചേക്കുന്നത്. അവർക്ക് എന്നും 5 നേരം അത് വിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള സമയത്ത് മാത്രമേ പൈസ വരുന്നത്. അവർക്ക് നോക്കിയാൽ ഡെയിലി ഇപ്പൊ നമ്മൾ 5 പേരുണ്ടെങ്കിൽ ഒരു തിയേറ്റർ ഓടിക്കണം, അല്ലെങ്കിൽ ഓരോ തിയേറ്ററിന് നമ്പർ വേണം. അപ്പം 500 സീറ്റിൽ നമ്മൾ 5 പേരെ വെച്ച് ഒരു തിയേറ്റർ സിനിമ കാണിക്കാറുണ്ട്. അപ്പൊ അവർക്ക് അതുകൊണ്ട് പ്രോഫിറ്റ്, അവർക്ക് എപ്പോഴും പ്രോഫിറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതില് നമ്മൾ മുന്നേ പറഞ്ഞ പോയിന്റ് ആർട്ടിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അയാളുടെ സ്റ്റാർ വാല്യൂ നിലനിൽക്കുന്നിടത്തോളം കാലം അയാളാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു സിനിമയിൽ പുഷ്പ ടു അല്ലു അർജുൻ 400 കോടിയാണ് മേടിച്ചത്. 250 കോടി 250 കോടി 250 കോടി എന്ന് വെച്ചാൽ അത്രയും കാശ് ഇന്ത്യൻ സിനിമയിൽ ഒരാൾ ചിലപ്പോൾ ഒറ്റ സിനിമയിൽ ഉണ്ടാക്കിയിട്ടില്ലായിരിക്കും അല്ലേ? അത് കഴിഞ്ഞ് അതാണ് ഏറ്റവും ഹയസ്റ്റ്. പക്ഷെ അത് കഴിഞ്ഞ് രജനീകാന്ത് കൂലിക്ക് വേണ്ടി വാങ്ങിക്കുന്ന നമ്പറാണ് അതിനെ ബ്രേക്ക് ചെയ്തത്. കൂലിക്ക് വേണ്ടി ഇത്രയും കൂലിക്ക് മേടിച്ചു 275 കോടി. എന്നിട്ട് അഭിനയിക്കണ ഒരു കൂലിയായിട്ടല്ലേ? ഷാറൂഖിന്റെ പേരിൽ ജവാനകത്ത് എന്തോ നമ്പർ റെക്കോർഡ് ഉണ്ടായിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്ത് പുഷ്പയ്ക്കകത്ത് പുള്ളി വാങ്ങിച്ചത്. ഇതൊക്കെ ശരിക്കും ഒരു ബിസിനസ് നമ്പറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കാശ് ഔട്ട്റേറ്റ്. പക്ഷേ 250 വാങ്ങിച്ചത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടി വരും. എമ്പുരാനിൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കേണ്ട ലാലേട്ടനാണ്. കാരണം ലാലേട്ടനെ ആ പടത്തിൽ എടുത്ത് മാറ്റുവാണെങ്കിൽ ആ പടം ഇല്ല. വേറെ ആരെ വേണമെങ്കിലും എടുത്ത് മാറ്റുവാണെങ്കിൽ ഇപ്പൊ പൃഥ്വിരാജായിരിക്കും അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. കാരണം സെക്കൻഡ് മോസ്റ്റ് ഹൈപ്പ് കൊണ്ടുവരുന്ന ആൾക്കാരെ തിയേറ്ററിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഫാക്ടർ അതേതോ മറ്റേ അമീർ ഖാന്റെ അടുത്ത് ഏതോ ഇന്റർവ്യൂ ചെയ്യില്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെയിം ഇതല്ല. അത് ഭയങ്കര ഒരു ഡിസ്കഷൻ ആയിരുന്നു ഒരു സമയത്ത്. കാരണം ഇപ്പൊ വിമൺ IPL ആരും കാണാറില്ലാത്തതുകൊണ്ടാണ് അതിലുള്ള വിമൺ ക്രിക്കറ്റേഴ്സിന് റെമ്യൂണറേഷൻ കുറഞ്ഞിരിക്കുന്നത്. അത് രാജു ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളി IAയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ റാണി മുഖർജിക്കാണ് അതിലും കൂടുതൽ പൈസ. രാവണിൽ പുള്ളി അഭിനയിക്കാൻ പോകുമ്പോൾ ഐശ്വര്യ റായിക്ക് അതിലും കൂടുതൽ പൈസ ഉണ്ട്. അപ്പൊ അവിടെയും ആണ് പെണ്ണെന്നല്ല, സ്റ്റാർഡം മാർക്കറ്റബിലിറ്റി. അയാളെ തിയേറ്ററിൽ എന്ത് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, ആ പുള്ളി ആ പേരിനാണ് പൈസ കൊണ്ടുവന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മെയിൽ ഡോമിനന്റ് സൊസൈറ്റി ആയതുകൊണ്ട് കൂടി ആവാം സ്ത്രീകൾ അങ്ങനെ ഒരു തിയേറ്റർ പുൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെ കുറവാണ് ഉണ്ടാകുന്നത്. ഫീമെയിൽ ഫിലിം മേക്കേഴ്സ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാധനം കണ്ടത്, നയൻസിന്റെ നിരത്തി ബാക്കിലോട്ട് 15 പടം എടുത്ത് എല്ലാം ഫ്ലോപ്പാണ്. നയൻസിന്റെ പടം തിയേറ്ററിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നത് നയനൊരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അല്ല നയൻസിനെ സെൻട്രൽ ക്യാരക്ടറാക്കി വെച്ചിട്ട് ഒരു പടം ഹിറ്റായത് റീസെന്റ് ചോദിച്ചാൽ അങ്ങനെ പടം പറയാൻ നമുക്കില്ല. ഇല്ല, ഫീമെയിൽ ക്രൂസിലും ഫീമെയിൽ കുറവല്ലേ? റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ആയിട്ടൊക്കെ റേഷ്യോ നോക്കുവാണെങ്കിൽ ഭയങ്കര ലോപ്പ് സൈഡഡ് ആണ്. കൂടുതൽ ഫീമെയിൽ ഫിലിം മേക്കേഴ്സ് വന്നാലേ കൂടുതൽ ഫീമെയിൽ ഓറിയന്റഡ് ഫിലിംസ് ഉണ്ടാവുള്ളൂ. കൂടുതൽ കാരണം പഴയൊരു സെറ്റപ്പില് ഈ പറഞ്ഞ പോലെ സിനിമയുടെ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് അവേഴ്സ് ഇരിക്കണം. ഒരിക്കലും ഒരു കൺവെൻഷണൽ ഫാമിലിന്ന് ഒരാളും അത് എൻകറേജ് ചെയ്യില്ല. ഒരു സ്റ്റാൻഡപ്പ് ഒന്നും വേണ്ട. ഇപ്പൊ നമ്മൾ തന്നെ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാൽ വീട്ടുകാർ പറയില്ലേ എന്ത് പരിപാടിക്ക് ഇത് ഇറങ്ങുന്നതെന്ന്. പോരാത്തിന് സ്ത്രീകളും പോട്ടെ, നമ്മുടെ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ശരി, നമുക്ക് ഇത്ര പ്രൈം മിനിസ്റ്റർ ഉണ്ടായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ മാത്രമല്ല വനിതയായിട്ടുള്ളൂ. പ്രസിഡന്റ് ഒന്നിൽ കൂടുതലായിട്ടുണ്ടാകുന്നതല്ലേ ലേഡീസ്? അതോ ഒരാൾ? രണ്ട് പ്രതിഭ പാട്ടീലുണ്ട്, ദ്രൗപദി മുർമു. പ്രതിഭ പാട്ടീൽ വേറെ പഴയ ആരിലും ഉണ്ടോ? അത് 2 വരാൻ കാരണം പ്രസിഡന്റിന് ഇത്തിരി പദവി കുറവാണ്, പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പാണെന്നുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ദിരാഗാന്ധി ആയതൊക്കെ ഇന്ദിരാഗാന്ധി വിപ്ലവകരമായി ആ ഫാമിലി പുള്ളിക്കാരി പൊടിക്കാനാണല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഭയങ്കര ബോൾഡായിട്ടുള്ള ആളായതുകൊണ്ടും ആ ഫാമിലിയിലെ ആണുങ്ങളെക്കാൾ പുള്ളിക്കാരി ബോൾഡായിട്ട് പുള്ളിക്കാരി അങ്ങനെ പൊസിഷൻഡ് ആയിരുന്നു, അതുകൊണ്ട് എന്നുള്ള കൂടെ പറയണം. ഓക്കെ,
അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിക്കാരിക്ക് ഒരു PM ആയിട്ട് വരാൻ പറ്റിയത് അതുകൊണ്ട് മാത്രമാണ്. US സിനിമ മാത്രമല്ല, അത് എവിടെ നോക്കിയല്ല, വേൾഡ് ഒരു മെയിൽ ഡൊമിനന്റ് സൊസൈറ്റി ആണ്, മെയിൽ ഡൊമിനന്റ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് സാന്നിധ്യം അതുകൊണ്ടുള്ള എപ്പോഴും ഈ സമരം അല്ലെങ്കിൽ അവർ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മുന്നോട്ട് പ്രശ്നം ഉണ്ടാക്കി. നേരത്തെ മറ്റേ എസ്കേപ്പിസം ഇന്റലിജൻസ് പറഞ്ഞില്ലേ, എസ്കേപ്പിസത്തിൽ കുറെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള പാറ്റേൺ നമുക്ക് വീണ്ടും വീണ്ടും തരുന്നതാണ് സുഖം. നമ്മൾ കാണുന്ന പാറ്റേൺ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ഡിഫിക്കൽട്ടിയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കഥകളിലെ പാറ്റേൺ മെയിൽ സെൻട്രിക് കഥകളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ മെയിൽ സെൻട്രിക് കഥകൾ കാണുന്നത് നമുക്കാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഫീമെയിൽ സെൻട്രിക് ആണെങ്കിൽ അതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സാധനം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു മെന്റൽ എഫേർട്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും. നീ കണ്ടിട്ടുള്ള ഫീമെയിൽ സെൻട്രിക് മൂവീസ് ഇഷ്ടപ്പെട്ട ഒരു പടം പെട്ടെന്ന് ഓർത്ത് പറയാൻ പറഞ്ഞു? ഓം ശാന്തി ഓശാന. നയൻതാരയുടെ കൂടെ പറയുമ്പോൾ കോലമാവ് കോകില, അത് നല്ല രസമായിരുന്നു. 22 ഫീമെയിൽ കോട്ടയം. 22 ഫീമെയിൽ കോട്ടയം. ഏറ്റവും അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കുന്ന ആട്ടം, സറിൻ അഭിനയിച്ചത്, സറിൻ ഷിയാബ് അഭിനയിച്ച് ഫീമെയിൽ സെൻട്രിക് എന്ന് പറയാൻ പറ്റും. അതൊരു സെൻട്രൽ ക്യാരക്ടറിനെ പറ്റി ആ പടമെങ്കിലും ആ പടം കൊണ്ടുപോകുന്ന അവിടെയാണല്ലോ ഫീമെയിൽ സെൻട്രിക്, അല്ലെങ്കിൽ നായകൻ മെയിൽ പെർസ്പെക്റ്റീവ് പടം. നായകൻ തോളിൽ കൈ കയറുന്ന പോലെ നായിക കൊണ്ടുപോകുന്ന പടം. എല്ലാം രാക്കിളിപ്പാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ മാത്രം വളരെ റയറായിട്ട് മാത്രം അതിൽ ആണുങ്ങൾ വരുന്നുള്ളൂ. ഒരു സമയത്ത് വാണി വിശ്വനാഥിന്റെ ഒരു സിനിമകൾക്ക് മലയാളത്തിൽ ആക്ഷൻ പടങ്ങൾ. പാൽപായസം ഫീമെയിൽ. തമിഴില് വിജയശാന്തിക്ക് അങ്ങനെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ലക്ഷ്മി ദീപ്ത അത് കാണുന്നുണ്ട്. പ്ലീസ് കം ടു അവർ പോഡ്കാസ്റ്റ്. നമ്മൾ വിളിച്ചിട്ട് ലക്ഷ്മി ദീപ്ത ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഗസ്റ്റ് ആയിട്ട് ഇരുത്തിയേക്കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുപോലെ അനീസിക്ക ഒരു സെറ്റിൽ പറഞ്ഞേക്കുന്ന പോലെ മലയാളം ഇൻഡസ്ട്രിയെ ഒറ്റയടിക്ക് പിടിച്ച് കുലുക്കിയ സ്ത്രീ ഷക്കീല ചേച്ചി. സിൽക്ക് സ്മിത എവിടെ ബോളിവുഡിന് വരെ പുള്ളി. അവിടെ ആണുങ്ങൾക്ക് പേ കിട്ടാത്തതിന് ആരും ഒന്നും പറയുന്നില്ലല്ലോ അല്ലേ? അവിടെ ഒരു പേ ഡിസ്പാരിറ്റി ഉണ്ടല്ലോ. എന്തായാലും ഷക്കീലയോട് അഭിനയിക്കുന്ന 16 വയസ്സ് പയ്യൻ ചിലപ്പോ കാശ കിട്ടിയിട്ടില്ലായിരിക്കും അല്ലേ? അവിടെ നമ്മുടെ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് പറയുന്നത്, ഞാൻ കാശിറക്കാം, ഞാൻ വന്ന് അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നില്ലല്ലോ അല്ലേ? ഞാൻ ആവുന്നില്ല. നമ്മൾ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. എവിടെ ഒരു സ്ത്രീ 30 വയസ്സുള്ള സ്ത്രീ 15 വയസ്സുകാരനെ പീഡിപ്പിച്ചതിന് പോക്സോ കേസ് പുള്ളിക്കാരിക്കെതിരെ. ശരിക്കും ഞങ്ങളുടെയൊക്കെ ഫാന്റസി ആയിരുന്നു. ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നല്ലേ? അതെ, 90s കിഡ്സിന്റെ ഫാന്റസിയാണ് ഇത്. ശരിക്കും നിങ്ങൾ കേസാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഈ ഐഡിയ. ലക്ഷ്മി ദീപ്തൊക്കെ കൊടുക്കുമല്ലേ ഈ സാധനത്തെ ബേസ് ചെയ്ത് സിനിമ ഇറക്കാണ്. ഇതൊന്നും പറഞ്ഞ ആർക്കും ഒരു പ്രശ്നമില്ല. ഹിന്ദു മുസ്ലിം എന്തെങ്കിലും പറഞ്ഞ ഉടനെ വരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അനീസിക്ക കണ്ട കുറെ സിനിമകൾ ബാക്കിയുണ്ട്. അപ്പൊ നമ്മളിത് വേറൊരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം. അതാ ഡാക്കു മഹാരാജനെ പറ്റി അനീസിക്കയ്ക്ക്. എനിക്ക് ഡാക്കു മഹാരാജനെ പറ്റി മറ്റേത് അറിയാം. അത് മാത്രമേ എനിക്ക് പറഞ്ഞത്. അതർ ലാംഗ്വേജ് തൊട്ടേ ഇല്ല. അല്ലാതെ നമ്മൾ പിന്നെ അതിൽ നമ്മള് സബ്ജക്റ്റ് നിൽക്കുന്നില്ല. നമ്മളിവിടെ സബ്ജക്റ്റിന് വേറെ അങ്ങോട്ടൊക്കെ ഇടയ്ക്ക് കയറി പോവുകയും ചെയ്തായിരുന്നല്ലോ. അപ്പൊ നമുക്ക് വേറെ എപ്പിസോഡ് പിടിക്കാം. നമുക്ക് തൽക്കാലം ഇതിന് പാർട്ട് 2 വേണമെങ്കിൽ 2025 അതുപോലെ അപ്പോഴത്തേക്ക് തുടരും. ഇത് തുടരുമാണ്, കാരണം ഈ ആഴ്ച തുടരും റിലീസ് ഉണ്ട്. സോ നമുക്ക് ഈ എപ്പിസോഡ് തുടരുമാണ്, കാരണം മോഹൻലാലിന്റെ തുടരും ഭയങ്കര ഹിറ്റ് ആയിരിക്കും. ഭയങ്കര ഹിറ്റ് ആയിരിക്കും. തുടരും പ്രഡിക്ഷൻ നമ്മൾ 23-ാം തീയതിയാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ എനിക്ക് 24-ാം തീയതി പറയുന്നത്. നാളെ ആ പടം റിലീസ്. തുടരും ഭയങ്കര ഹിറ്റ് ആയിരിക്കും. എനിക്ക് തരുൺ മൂർത്തിയിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. പുള്ളി സൗദി വെള്ളക്ക, ഓപ്പറേഷൻ ജാവ, നല്ലൊരു ക്ലാസ് പടം എഴുതാൻ കഴിവുള്ള ഒരു മനുഷ്യൻ ഒരു സ്റ്റാറിനെ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാർ വാല്യൂവും ക്ലാസ്സും ഒരുപോലെ യൂട്ടിലൈസ് ചെയ്താൽ അത് അത്യാവശ്യം നല്ല ഹിറ്റായിട്ട് ഇപ്പം മാറുന്നതാണ്. പിന്നെ ലാലേട്ടൻ ബാങ്കബിൾ ആക്ടർ തന്നെയാണ്. നമുക്ക് പുള്ളി ഭയങ്കര ഒരു ലാലേട്ടൻ ഫാനും കൂടെയാണ്. പിന്നെ പുള്ളിയുടെ റീസെന്റ് ഇന്റർവ്യൂ എല്ലാം പുള്ളി തള്ളിമറിക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ലാതെ തള്ളിമറിക്കുന്നുണ്ട്. അത് ഒരു പോയിന്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ തുടർന്ന് ഒരു സർപ്രൈസ് ഹിറ്റ് ആവാനുള്ള സാധ്യതയുള്ള പടമാണ്. ഒരു ഫാൻ ബോയ് ഒരു സിനിമ പിടിച്ച പോലെയാണ് പുള്ളി. അത് മാത്രമല്ല ആ റൈറ്റിംഗ് നല്ലതായിരിക്കും. അവർ റൈറ്റിംഗിലുള്ള കോൺഫിഡൻസ് ഞാൻ പറയും. സൗദി വെള്ളക്കയും ഓപ്പറേഷൻ ജാവയും നന്നായി എഴുതാൻ കഴിവുള്ള ഒരാൾ, അല്ലെങ്കിൽ നന്നായി മേക്ക് ചെയ്യാൻ കഴിവുള്ള പടം. ഒരു സ്റ്റാർ എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്യാത്ത സാധനം പുള്ളി സ്റ്റാർ എലമെന്റ് ആദ്യമായിട്ട് ആഡ് ചെയ്യുക. സോ അതിനെ വൃത്തിക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ആ കോംബോ മോഹൻലാൽ ശോഭന കോംബോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം രീതിയിൽ ചെല്ലും. അപ്പോഴേക്കാലായിരിക്കും ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് അവരെ കണ്ടത്. നമ്മളിപ്പോഴും മനസ്സിൽ വെച്ചേക്കുന്ന നാടോടിക്കാറ്റാണ് മോഹൻലാൽ ശോഭന. സക്സസ് ആവുന്ന പടമാണ്. നമുക്ക് നോക്കാം. മോഹൻലാൽ ഈസ് എ മാജിക്കൽ ആക്ടർ ആൻഡ് സ്റ്റാർ, ബാങ്കബിൾ സ്റ്റാർ. സോ ബാങ്കബിൾ സ്റ്റാർ. അഖിലെന്താ ഇങ്ങനെ നോക്കുന്ന? അഖില് നിർത്താറായോ? നിർത്തിയോ? അപ്പൊ ഇതോടെ ബൈ ബൈ. സിനിമ കാണുക, നിങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡിയും കാണുക. തുടരും, ഞങ്ങൾ ഇത് തുടരും. അതെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടരും. നിങ്ങൾ സ്റ്റാൻഡപ്പ് കണ്ടില്ലെങ്കിൽ ഇതേപോലെ നമ്മള്
സിനിമേനെ പറ്റിയുള്ള അനാലിസിസ്. 5:30 മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? 5:38 ഓക്കെ ഗൈസ്, താങ്ക്സ് എ ലോട്ട്.